മലയാളം ഒരു ഭാഷയാണ്, ഒരുമയുടെ നന്മയുടെ ശബ്ദമാണ്. നവംബർ 1 മുതൽ 7 വരെ നടന്നുകൊണ്ടിരിക്കുന്ന കേരളീയം ആർഭാടത്തോടെ, അലങ്കാരത്തോടെ, കലാപരിപാടികളിലൂടെ, വർണ്ണവിസ്മയത്തോടെ മലയാളികൾ കൊണ്ടാടുകയാണ്. വികസന നേട്ടങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളം വളരുകയാണ്. കേരളത്തിനെ അതിന്റെ സമസ്ത നേട്ടങ്ങളോടെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് കേരളീയം 2023 ലക്ഷ്യം. നവംബർ 1 മുതൽ 7 വരെ തലസ്ഥാന നഗരിക്ക് ഉത്സവഛായ നൽകുന്ന കേരളീയം മലയാളികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ മഹോത്സവം കൂടിയാണ്. കേരളം അടുത്ത 25 വർഷം എങ്ങനെ വികസിക്കണം എന്നുള്ളതിന്റെ രൂപരേഖ കൂടി തയ്യാറാകുകയാണ് അന്താരാഷ്ട്ര സെമിനാറിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ സഹകരണ മേഖലയെ സംബന്ധിച്ച് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അന്താരാഷ്ട്ര സെമിനാറാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. വിശിഷ്ടാതിഥികളാൽ സമ്പുഷ്ടമായ ഈ വേദിയിലേക്ക് കേരളത്തിലെ സഹകാരി സമൂഹത്തെ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ വി.എൻ. വാസവൻ അവർകൾ, ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും വികാസവും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി IAS അവർകൾ, ശ്രീ K.V. ഷാജി, ചെയർമാൻ നബാർഡ്, ശ്രീ ഗണേഷ് ഗോപാൽ, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, മിസ്റ്റർ മൈക്കൽ Lezamis, representative from Mondragon, ശ്രീ ശംഭു പ്രസാദ്, Institute of Rural Management, Anand, Ms. Simalism, Head Cooperatives Unit, ILO, Shri Gobi Kotamurikal, President Kerala Bank, Shri Rameshan Paleri, Chairman ULCCS, Srimati K.R. Vijaya, Chairperson Vanitha Fed, എന്നിവരാണ്. ഏവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സഹകരണ വകുപ്പിനെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെട്ട ഒരു കോഫി ടേബിൾ ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. കോഫി ടേബിൾ ബുക്ക് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർകൾ, ബഹുമാനപ്പെട്ട നബാർഡ് ചെയർമാൻ ശ്രീ K.V. ഷാജി അവർക്ക് നൽകുകയാണ്. താങ്ക് യു സർ. സെമിനാറിന്റെ അധ്യക്ഷത വഹിക്കുന്നതിനും ആമുഖ പ്രസംഗത്തിനുമായി സഹകരണ സ്ഥാപനങ്ങളുടെ അമരക്കാരൻ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. Formally, I welcome all the participants who are present here. Our dear Minister, Sri V.N. Vasavan, Minister for Cooperation, Madam Mini Antony, IAS, Secretary Cooperation, Sri K.V. Shaji, Chairman of National Bank for Agriculture and Rural Development. Mr. Ganesh Gopal will be present online, and we have Mr. Michael Lezamis from representative. He's a representative from Mondragon Cooperatives. Sri Shambhu Prasad, Institute of Rural Management, Anand. Then we have a recorded message from Ms. Simel Esim, Head Cooperatives Unit, ILO. Then the speech by
Sri Gopi Kottamurikal, President, Kerala Bank, followed by a presentation by Sri Rameshan Palleri, Chairman, Uralingal Cooperatives, and Madam K.R. Vijaya, Chairperson, Vanitha Fed. This will be followed by a question and answer session and also a consultation by Chair and valediction. Thank you. Minister, please. വേദിയിലെ ബഹുമാന്യരായ അതിഥികളെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, കേരളീയം ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്നരംഗങ്ങളിൽ കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ. മഹാകവി വള്ളത്തോളിൻ്റെതാണ് ഈ ദേശാഭിമാന പ്രചോദിതമായ ഈരടികൾ. വീണ്ടും വള്ളത്തോൾ നമ്മുടെ കൊച്ചു കേരളത്തെ പാടി അവതരിപ്പിച്ചിട്ടുണ്ട്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിയമത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വരവും അമ്മേ. മനോഹരമായ ഈ കേരളം വിവിധ നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. ആ കേരളത്തിൻ്റെ പച്ചപ്പുൾപ്പെടെ വരച്ചു കാട്ടിക്കൊണ്ടാണ് മഹാകവി വള്ളത്തോൾ അതിൻ്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചത്. ആ മനോഹര കേരളം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാർ പാടിയ രൂപത്തിൽ ഇന്ന് വളർന്ന് വികാസം പ്രാപിച്ച് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. 1957 മുതൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ജനാധിപത്യ ഗവൺമെന്റുകൾ സ്വീകരിച്ച ഒട്ടനവധി പരിവർത്തനത്തിന്റെ പാഞ്ചജന്യം മുഴക്കിയ നിയമപരിഷ്കാരങ്ങളും ഭേദഗതികളും എല്ലാം കൊണ്ട് സമ്പന്നമായ ഈ കേരളം ഇന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏറെ ശ്രദ്ധേയമായിരിക്കുന്നു, മാതൃകയായിരിക്കുന്നു. അത് ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കടക്കുന്നു. ഈ കേരളത്തിലൂടെ ഈ കേരളത്തെ ഒരിക്കൽ കൂടി എവിടെയൊക്കെ മനുഷ്യനുണ്ടോ അവിടെയെല്ലാം മലയാളിയുണ്ട്. ആ മലയാളിയുടെ മനസ്സിലും ഒപ്പം മറ്റു മനുഷ്യ മനസ്സുകളിലും എത്തിച്ചേർക്കുക, കേരളീയത്തെ അറിയിക്കുക എന്ന വലിയ ദൗത്യമാണ് കേരളീയത്തിലൂടെ ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ആശയം. അതിൻ്റെ അർത്ഥവത്തായ തുടക്കം നമ്മൾ കണ്ടു. കഴിഞ്ഞ 2-3 ദിനങ്ങളിലായി അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ജനപ്രവാഹം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള അഭൂതപൂർവമായ ജനക്കൂട്ടവും അതേപോലെ തന്നെ വൈവിധ്യങ്ങളായ കലാവിരുന്നുകളുമെല്ലാം സമ്പന്നമായ ഒരു സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പിടിക്കാൻ അനന്തപുരിക്ക് അവസരമൊരുക്കുന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കഴിഞ്ഞ നവംബർ 1 ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ഒരു പുതിയ ചരിത്രം രേഖപ്പെടുത്തിയ ദിനമായി അനന്തപുരി മാറുകയുണ്ടായി. ആ നിലയിൽ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുമുള്ള പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ വ്യക്തിത്വങ്ങളെ കൊണ്ട് സമ്പന്നമായ സദസ്സും അതോടൊപ്പം തന്നെ വേദിയുമെല്ലാം നമ്മുടെ കേരളം മാത്രമല്ല ആഗോള മാനവരാശി ഉറ്റുനോക്കിയ ഏറ്റവും വലിയ ചരിത്ര മുഹൂർത്തത്തിന് ഈ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് എല്ലാ മേഖലയിലും 40-ൽ പരം സ്റ്റേജുകളിൽ വിവിധ കലാപരിപാടികളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൽ പ്രദർശനങ്ങളും വിപണനങ്ങളും കലാമേളകളും എല്ലാം ഉൾക്കൊള്ളുമ്പോൾ, ഫുഡ് കോർട്ടുകളും എല്ലാം ഉൾക്കൊള്ളുമ്പോൾ അതിൽ മറ്റൊരു ഭാഗമാണ് യഥാർത്ഥത്തിൽ സെമിനാറുകൾ. ഈ സെമിനാറുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് പുതിയ ആശയ പ്രപഞ്ചം തീർക്കുകയാണ്. നിലവിലുള്ള നമ്മുടെ നേട്ടങ്ങളെ നാം നെഞ്ചോട് ചേർത്ത് ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ നമ്മുടെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും നമ്മളെല്ലാം അപഗ്രപിക്കുമ്പോൾ തന്നെ ഭാവിയെ സംബന്ധിച്ച ദിശാബോധം പകരാൻ എങ്ങനെ കഴിയും എന്നുള്ളതിന് ഉന്നതന്മാരായ പ്രഗത്ഭരായ പ്രശസ്തരായ പ്രതിഭാശാലികളായ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൈവിധ്യങ്ങളായ സെമിനാറുകൾ
ഏതാണ്ട് 25ഓളം സെമിനാറുകളാണ് വിവിധ വേദികളിലായി 1 മുതൽ 7 വരെയുള്ള ദിവസം തിരുവനന്തപുരത്ത് നടക്കുക. അതിലേറ്റവും സുപ്രധാനമായ ഒരു സെമിനാറാണ് ഇന്ന് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സമകാലീന പ്രശ്നങ്ങളും ഒപ്പം ഭാവിയെ സംബന്ധിച്ച് ദിശാബോധം പകരാൻ കഴിയുന്ന രൂപത്തിലുള്ള ചർച്ചകളുമെല്ലാം ഉൾക്കൊള്ളുന്നത്. ഈ വേദിയിൽ ബഹുമാന്യായ നബാർഡിന്റെ ചെയർമാൻ, അതുപോലെ കേരള CGM ഉൾപ്പെടെയുള്ള എല്ലാ പ്രഗത്ഭരും, ഒട്ടനവധി ഈ മേഖലയിലെ പ്രതിഭാശാലികളായ മറ്റ് വ്യക്തിത്വങ്ങളുമെല്ലാം സംബന്ധിക്കുന്നു എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമാണ്. ഈ സെമിനാർ അർത്ഥസമ്പുഷ്ടമാക്കി മാറുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്ന 1904 ഒരു നിയമം തന്നെ ഉണ്ടാവുന്നു. ഡക്കാൻ കലാപത്തെ തുടർന്ന് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ സഹകരണ മേഖലയെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിന് രൂപവും ഭാവവും നൽകിയ ആദ്യത്തെ നിയമം 1904 ഇന്ത്യയിൽ ഉണ്ടാവും. അതിന്റെ ചുവട് പിടിച്ച് വിവിധ ഘട്ടങ്ങളിൽ നിയമ ഭേദഗതികളെല്ലാം വന്നെങ്കിലും ഐക്യ കേരളം ജന്മമെടുത്തതിന് ശേഷം കേരളത്തിൽ 1969 ഒരു നിയമം ഉണ്ടാവുന്നത്. ആ നിയമത്തിന്റെ ചുവട് പിടിച്ച് ഈ വിഷയം സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭരണഘടന തന്നെ അനുശാസിക്കുന്ന ഏറ്റവും വലിയ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മേഖല സംരക്ഷിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കാൻ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണാധികാരികളും സഹകാരികളുമെല്ലാം ചേർന്ന് കൂട്ടായ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. സഹകരണ മേഖല അതിന്റെ ഉപജ്ഞാതാവ് തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയം യഥാർത്ഥത്തിൽ എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എന്ന ആശയമാണ്. ആ ആശയത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനം കൈവരിച്ച ഇതുവരെയുള്ള നേട്ടങ്ങളുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോണായി പ്രവർത്തിച്ച ഒരു സെക്ടർ സഹകരണ മേഖലയാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന സന്ദർഭത്തിലാണ് ഈ സെമിനാർ നടക്കുന്ന. ആർക്കും സംശയം വേണ്ട. കേരളത്തിന്റെ വിവിധ തലങ്ങളിൽ പരിശോധിച്ചു നോക്കുള്ളൂ. ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സഹകരണ പ്രസ്ഥാനം കടന്നു ചെന്നിരിക്കുന്നു. കേരളത്തിൽ ഏതാണ്ട് 16,255 സഹകരണ സംഘങ്ങൾ രജിസ്ട്രാറുടെ കീഴിലും ഫങ്ഷണൽ രജിസ്ട്രാറുടെ കീഴിലുള്ള മറ്റ് സംഘങ്ങൾ കൂടി ചേർത്താൽ 29,257 സംഘങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിൽ 1,607 PSCs ആണ്, 59 ഇപ്പോൾ അർബൻ ബാങ്കുകളാണ്, മറ്റ് നോൺ ക്രെഡിറ്റ് ആണ്, എംപ്ലോയീസ് ക്രെഡിറ്റും ഉണ്ട്. ഈ മേഖലയെല്ലാം എടുക്കുമ്പോൾ ബഹുമാനരായ നബാർഡിന്റെ പ്രതിനിധികളുടെ മുമ്പിൽ അവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെല്ലാം ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. കാരണം നബാർഡ് ആദ്യഘട്ടങ്ങളിൽ 3 ടയർ സിസ്റ്റം കേരളത്തിൽ നിലനിന്നിരുന്നു. പ്രൈമറി സംഘങ്ങൾ, ഡിസ്ട്രിക്ട് ബാങ്കുകൾ, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന 3 ടയർ സിസ്റ്റത്തിൽ മിനിമം ഇൻവോൾവ്മെന്റ് അതിൽ കാർഷിക വായ്പ കൊടുത്തിരിക്കണമെന്ന നിബന്ധനകൾ മുന്നോട്ട് വെച്ച് അത് പല രൂപത്തിലും റീഫൈനാൻസ് ചെയ്തുകൊണ്ട് നബാർഡ് അന്നെടുത്തിരുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ കാർഷിക മേഖലയ്ക്ക് വൻ പുരോഗതി ഉറപ്പാക്കാൻ സഹായിച്ച സുപ്രധാനമായ ഘടകങ്ങളായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. കേരളത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കാർഷിക മേഖല ഈ രൂപത്തിൽ വളർന്നു വന്നത് ലാൻഡ് റിഫോംസ് ആക്ട് നടപ്പായെങ്കിൽ പോലും ഉള്ള ഭൂമിയിൽ കൃഷി ചെയ്ത് കൃഷിക്കാർ മുന്നോട്ട് വന്ന് ആ മേഖലയെ സമ്പുഷ്ടമാക്കാൻ സഹായിച്ച സുപ്രധാനമായ ഘടകം സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയിൽ കൂടി കാർഷിക മേഖലയും, കാർഷിക മേഖലയിൽ കൂടി സഹകരണ മേഖലയും ഒരു നാഭീനാള ബന്ധമാണ് ഇത് തമ്മിലുള്ളത്. യഥാർത്ഥത്തിൽ ആ രംഗത്ത് അത്തരത്തിലുള്ള റീഫൈനാൻസ് ഒക്കെ വന്നപ്പോൾ ധാരാളമായി നമ്മുടെ നാട്ടിലെ കൃഷികളെല്ലാം നടന്നിരുന്നു. അത് നാട്ടും പ്രദേശത്തെ ക്രയശേഷി വർദ്ധിക്കാൻ സഹായിച്ച, സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ച സുപ്രധാനമായ നീക്കങ്ങളായിരുന്നു. ആ നീക്കങ്ങൾ ആ രൂപത്തിൽ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് പ്രൈമറി സംഘങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്നത് അന്നൊരു പക്ഷേ 10 20 കോടിയോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ മാത്രം നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്ന പ്രാഥമിക സംഘങ്ങളെല്ലാം ഇന്ന് 1,600 കോടി രൂപ വരെ നിക്ഷേപമുള്ള പ്രാഥമിക സംഘങ്ങളായി വളർന്നിരിക്കുന്നു എന്ന ഈ രംഗത്തെ അഭിമാനകരമായ ഒരു മുന്നേറ്റത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനനുസരിച്ച് ആ സർപ്ലസ് ഫണ്ടുകൾ ലാഭകരമായി വിനിയോഗിക്കാൻ സഹായിക്കുന്ന പുത്തൻ കാഴ്ചപ്പാടുകൾ ഉയരണം. അതോടൊപ്പം തന്നെ അങ്ങനെ വളർന്നു വരുന്ന ആ സംഘത്തെ ഏത് ദിശയിൽ ആ പണം, ഇപ്പൊ 2.5 ലക്ഷം കോടിയോളം നിക്ഷേപമുള്ള സഹകരണ മേഖലയെ നമുക്ക് കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി നമുക്ക് എല്ലാ മേഖലയിലും വലിയ രൂപത്തിൽ പ്രയാസം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ നല്ല രൂപത്തിൽ സഹകരണ മേഖല ഇടപെടുന്നുണ്ട്. ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആ രംഗത്തിലൂടെ വളർച്ച ചെറുതല്ല.
അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും വിവിധ തരത്തിൽ എല്ലാ സംഘങ്ങളും ഒരേപോലെ എത്തിയെന്ന് പറയാൻ കഴിയില്ല. അവിടെയാണ് നബാർഡിന്റെ ചില സഹായങ്ങൾ. ഇപ്പോൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വന്നിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ആ ഫണ്ട് പ്രയോജനപ്പെടുത്തിയാൽ കൃത്യമായി നമുക്ക് ഗോഡൗണുകൾ നിർമ്മിക്കാൻ, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഒക്കെ സഹായകരമായി 1% പലിശ നിരക്കിൽ 7 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്ന രൂപത്തിൽ 2 കോടി രൂപ നബാർഡ് തരുമ്പോൾ അതൊരു വലിയ അനുഗ്രഹീതമായ ഒരു ഘടകമാണ്. അതേസമയത്ത് ഇനിയും ചില മേഖലകളിൽ ഭവന നിർമ്മാണത്തിനുൾപ്പെടെ, അതേപോലെ തന്നെ ചില റൂറൽ ഏരിയയിലെ വിവിധ തലങ്ങളിൽ സഹകരണ മേൽക്കൂടി നടന്നുകൊണ്ടിരിക്കുന്ന വികസന സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നബാർഡിന് ഇനിയും സഹായിക്കാൻ കഴിയും. അതിന് മനസ്സുള്ള കേരളീയനായ ഒരു ചെയർമാനും അതുപോലെ തന്നെ CGM നമുക്കുണ്ട് എന്നുള്ളത് അഭിമാനിക്കാൻ വക നൽകുന്നു. അവർ ഈ കാര്യത്തിൽ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, സംശയമൊന്നും വേണ്ട. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഭാവിയിൽ നബാർഡിന്റെ സഹായത്തോടു കൂടി ഇനിയും റൂറൽ ഏരിയയിൽ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും യോജിച്ച് നാനാതരത്തിലുള്ള വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, ഒപ്പം നമ്മുടെ നാടിന്റെ കാർഷിക വിഭവങ്ങളെ വലിയ രൂപത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന പുത്തൻ സ്ഥിതിവിശേഷവും ഉണ്ടാവും. ഒരു കാര്യം ബഹുമാന്യരായ നബാർഡിന്റെ പ്രതിനിധികളുടെ മുമ്പിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച എത്ര കണ്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ 2 എക്സ്പോ പരിശോധിച്ചാൽ മതി. കൊച്ചിയിൽ 2 എക്സ്പോ നടന്നിരുന്നു. 411ഓളം ഉൽപ്പന്നങ്ങളാണ് സഹകരണ മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി അവിടെ പ്രദർശനത്തിനും വിപണനത്തിനും എത്തിച്ചേർന്നത്. അപ്പൊ എത്ര കണ്ട് ഈ മേഖല ഈ കാലയളവിൽ വളർന്ന് ഉൽപാദന മേഖലയിലും അതുപോലെ തന്നെ വിതരണത്തിന്റെ രംഗത്തും സംഭരണത്തിന്റെ രംഗത്തും സംസ്കരണത്തിന്റെ രംഗത്തും മുന്നോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കാൻ അത് മനസ്സിലാവും. അപ്പോ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാനുള്ള ആത്യന്തികമായ സഹകരണ മേഖലയുടെയും നബാർഡിന്റെയും എല്ലാം ലക്ഷ്യം അർത്ഥപൂർണമാകുന്ന അവസ്ഥയിലേക്ക് വളർന്നു വരുന്നു എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് അത്രത്തോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഇപ്പൊ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു വാട്ടുകപ്പ്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു വാട്ടുകപ്പ്. ചക്കയിൽ നിന്ന് 14ഓളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സ്വദേശത്തും വിദേശത്തും വിപണനം നടത്തുന്നു. അങ്ങനെ എത്രയോ പ്രൈമറി സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി പ്രോഡക്റ്റുകളെ കുറിച്ച് ഇവിടെ വിവരിക്കാനുണ്ട്. എല്ലാം വിവരിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് ഇനി വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി 14 ജില്ലകളിലും ഒരു കുടക്കീഴിൽ അതിനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന സംവിധാനം ആവിഷ്കരിച്ച് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ കേവലം നമ്മൾ കാണുന്ന PSSന്റെ വായ്പ കൊടുക്കലും അതിന്റെ തിരിച്ചുവാങ്ങലും അല്ലെങ്കിൽ മൻക്ഷേമം സ്വീകരിക്കലും മാത്രമല്ല ഈ മേഖല, മറിച്ചോ നമ്മുടെ ക്രെഡിറ്റ് മേഖലയും നോൺ ക്രെഡിറ്റ് മേഖലയും അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളുമെല്ലാം ഇന്ന് ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെട്ട് ജനങ്ങൾക്ക് ആശ്വാസവും സഹായവും നൽകി സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു സഹകരണ സംഘത്തെ യഥാർത്ഥത്തിൽ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമോ അത് സംബന്ധിച്ച ഒരു ഭീഷണമോ ഉയർന്നു വരേണ്ട കാര്യമില്ല. കാരണം ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും ഒരു സംഘം ഇന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നാഷണലൈസ്ഡ് ബാങ്ക് എടുക്കട്ടെ, കൊമേഴ്സ്യൽ ബാങ്ക് എടുക്കട്ടെ, ഷെഡ്യൂൾഡ് ബാങ്ക് എടുക്കട്ടെ. അതേസമയത്ത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം അതിലെ മെമ്പർമാരിൽ നിന്ന് മാത്രം നിക്ഷേപം സ്വീകരിക്കുകയും മെമ്പർമാരുടെ ബിസിനസ് മാത്രം നടത്തുകയും അതേപോലെ തന്നെ മെമ്പർമാരുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും കൃഷിക്കാരന് വിത്തായിട്ടും വളമായിട്ടും കീടനാശിനിയായിട്ടും അവന്റെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കലായിട്ടും സംസ്കരണമായിട്ടും എല്ലാം കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും മര്യാദ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ അടക്കം എത്തിച്ചു കൊടുക്കുന്നതും സാധാരണ ജനജീവിതത്തെ സഹായിക്കുന്നതുമായ നിരവധി നീതി സ്റ്റോറുകളും മെഡിക്കൽ സ്റ്റോറുകളും എല്ലാം ആരംഭിച്ച് സഹകരണ മേഖലയിൽ നിന്ന് ആശുപത്രി സംഘങ്ങൾ തന്നെ ആതുര സേവന രംഗത്ത് യഥാർത്ഥത്തിൽ ധാരാളമായി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ എനിക്ക് എടുത്തു സൂചിപ്പിക്കാനുള്ളത് നബാർഡ് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ആതുര സേവന രംഗം. ഇപ്പോൾ റൂറൽ ഏരിയയിലുള്ള ആതുര സേവന രംഗത്ത് സ്വകാര്യ മേഖലയും നമ്മുടെ സഹകരണ മേഖലയും തമ്മിലുള്ള വ്യത്യാസം ഗജാന്തരമാണ്. പലതും നിങ്ങൾ പരിശോധിക്കുക. ആ രൂപത്തിൽ പരിശോധിച്ചാൽ ഇപ്പോ ഏതെല്ലാം തരത്തിലാണ് വലിയ രൂപത്തിൽ ആ സഹകരണ ആശുപത്രികൾ, ആതുരാലയങ്ങൾ ആ മേഖലകളിൽ വലിയ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഭവന നിർമ്മാണ മേഖലകളിലെല്ലാം ഈ രംഗം കടന്നുവന്ന് ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുമ്പോൾ ഇവിടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന രൂപത്തിലേക്കുള്ള പുതിയ ദിശാബോധം പകരുന്ന
ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ വരും എന്ന് പ്രത്യാശിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഘട്ടത്തിൽ ബാങ്കുകളിനെ ആശ്രയിച്ച് ചെയ്തപ്പോൾ 1969 നിരവധി ബാങ്കുകൾ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലെല്ലാം കടന്നു വന്ന് ശാഖകൾ ആരംഭിച്ചിരുന്നു. SBT വ്യാപകമായ ശാഖകൾ, ഒരു പഞ്ചായത്ത് എടുത്താൽ വാർഡ് തലത്തിൽ SBT ശാഖയുണ്ടായിരുന്നു. ആ SBT ശാഖകളെല്ലാം ബാങ്ക് ലയനത്തിന്റെ പുതിയ നയം വന്നതോടുകൂടി SBI ലയിച്ചു. പല സ്ഥലത്തും ഇപ്പോൾ SBT ഇല്ല, SBI ആണുള്ളത്. ആ SBI മാത്രം കൊണ്ട് ഗ്രാമീണാന്തരീക്ഷത്തിലെ മുമ്പ് കൃഷിക്കാർക്ക് ലഭിച്ചിരുന്ന വലിയ രൂപത്തിലുള്ള വായ്പകളോ അല്ലെങ്കിൽ കുടിൽ വ്യവസായത്തിന് കൊട്ട നെയ്യാൻ, വട്ടി നെയ്യാൻ, പാ നെയ്യാൻ, പരമ്പ് നെയ്യാൻ ഇങ്ങനെയുള്ള കുടിൽ വ്യവസായങ്ങൾക്കൊക്കെ ലഭ്യമായിരുന്ന പല വായ്പകളും ലഭ്യമാകാതെ വരുന്ന ഘട്ടത്തിൽ കേരള ബാങ്കാണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഇന്ന് മുൻകൈ എടുത്ത് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രൈമറി സംഘങ്ങളാണ് ആ രംഗത്ത് മുന്നോട്ട് വരുന്നത്. പൊതുവിൽ സഹകരണ മേഖലയാണ്. അപ്പോ ഈ രംഗത്ത് എല്ലാ പോരായ്മകളെയും നികത്തി ഈ നാടിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഏത് പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും നടുവിൽ കേരളത്തെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന സമാന്തര സാമ്പത്തിക സങ്കേതം എന്ന രൂപത്തിൽ സഹകരണ പ്രസ്ഥാനം ഇന്ന് വിപുലവും വിശാലവുമായ അർത്ഥത്തിൽ വളർന്നതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ സെമിനാർ നടക്കുക. ഇവിടെ വിവിധങ്ങളായ ആശയങ്ങൾ അവതരിപ്പിക്കും. അത് സംബന്ധിച്ച് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി എന്നുള്ള രൂപത്തിൽ പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം കൺക്ലൂഷനിൽ സൂചിപ്പിക്കുന്നതാണ്. ഞാനൊരു ആമുഖം മാത്രം ഇപ്പൊ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും വികാസവും എന്ന വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി IAS അവർകളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. അഭ്യന്തനായ മിനിസ്റ്റർക്കും ആരാധനായ ബോർഡ് ചെയർമാനും എൻ്റെ സഹപ്രഭാഷകർക്കും അഭ്യന്തരായ സഹകരണ മേഖലയിലെ എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും നമസ്കാരം. വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ് ഞാൻ. തികച്ചും കാവ്യാത്മകമായ തുടക്കത്തിൽ നിന്ന് സാമൂഹ്യ നിരീക്ഷണങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകളും സാമാന്യ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ കൂലങ്കഷമായ വിശകലനങ്ങളും എല്ലാമുള്ള മനോഹരമായ ഒരു പ്രസംഗത്തിൽ നിന്ന്, അഭ്യന്തനായ മിനിസ്റ്ററുടെ പ്രസംഗത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് എങ്ങനെ സഹകരണ സ്ഥിതിവിവര കണക്കുകളുടെയും സഹകരണ മേഖലയുടെ അടിസ്ഥാന വിവരങ്ങളുടെയും ഒട്ടൊക്കെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നിങ്ങളെ ആനയിച്ചു കൊണ്ടുപോകാൻ കഴിയും. അതൊരു കുറച്ച് മാനസിക ഒരു സംഘർഷം തരുന്ന ഒരു വ്യായാമം തന്നെയാണ്. എങ്കിലും മിനിസ്റ്റർ പറഞ്ഞു തുടങ്ങിയിടത്തുനിന്ന് പറഞ്ഞു തുടങ്ങാം. കേരളീയം കൊമ്പ് കുറുകുഴിയിൽ ശംഖിൻ അൻപോട് ഓങ്കാര ശ്രുതിപാട് നിലയിൽ പൊന്നലകൾ പാട് പൊന്നോണ തുമ്പിപാട് സർവമംഗലയായ സാക്ഷാൽ കൈരളിപാട്. ONVയുടെ വരികളാണ്. സർവമംഗലയായ സാക്ഷാൽ കൈരളിയുടെ പാട്ട് കേരളീയം ഇവിടെ നടക്കുമ്പോൾ മേഖലാധിഷ്ഠിതമായി നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മേഖല സഹകരണ മേഖല. അതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രവുമായും സാമ്പത്തിക ചരിത്രവുമായും സാംസ്കാരിക ചരിത്രവുമായും ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും വലിയ ചൈതന്യധാരയെ വിശകലനം ചെയ്യാനും വിലയിരുത്താനും ഭാവിയിലേക്ക് ആ മേഖലയുടെ കാൽവയ്പ്പുകൾ എങ്ങനെയാകണം എന്ന് ചർച്ച ചെയ്യാനും കേരളീയത്തിൽ ഒരു വേദി ഉണ്ടാകുന്നത് സർവമംഗലയായ സാക്ഷാൽ കൈരളിക്ക് തീർച്ചയായും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യായാമം തന്നെയായിരിക്കും. അതിൻ്റെ ഭാഗമായുള്ള ഈ ഒരു വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം സഹകരണ മേഖലയുടെ ഒരു വിഹക വീക്ഷണം. I hope that my co-speakers will understand the basics of my presentation from the text which is going to be displayed. As for the sake of the audience,
kindly allow me to shift from the medium, that is from the Queen's English to our vernacular. കേരളത്തിലെ സഹകരണ മേഖല ഏറ്റവും ശക്തവും ഊർജ്ജസ്വലവും ആയ ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സരണിയാണ്. എല്ലാ ജീവിത വഴികളിലും നമുക്ക് സഹകരണ പ്രസ്ഥാനങ്ങളെ കാണാം. അതിൻ്റെ ആദർശാത്മകമായ അടിത്തറ, ഐഡിയോളജിക്കൽ ബേസ്, സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ, ഇക്കണോമിക് ഗോൾസ്, സാമൂഹ്യമായ കാഴ്ചപ്പാടുകൾ, സോഷ്യൽ പെർസ്പെക്റ്റീവ്സ്, ഇത് മൂന്നും ഒരുപോലെ സമൂഹത്തിന് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കേരളം എന്ന ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരുപാട് മേഖലകളിൽ വ്യത്യസ്തമായ വളർച്ച ശാസ്ത്രത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച കൊച്ചുനാടിൻ്റെ മികച്ച സാക്ഷരത, മികച്ച ആരോഗ്യ സൂചകങ്ങൾ, മികച്ച രാഷ്ട്രീയ അവബോധം, മികച്ച സാമൂഹ്യ മേഖലകളിലെ പങ്കാളിത്തം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയ ഈ നാടിൻ്റെ സാമ്പത്തിക വികസനത്തിന് സഹകരണ മേഖല വഹിച്ച പങ്ക്, ഇതിലെ സാമൂഹ്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉത്ഥാനത്തിന് വഹിച്ച പങ്ക്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഗ്രാമീണ സാമ്പത്തിക മേഖലയുടെ നട്ടെൽ എന്ന് പറയുന്നതും സഹകരണ പ്രസ്ഥാനങ്ങളാണ്. എല്ലാ മേഖലകളിലും സാമൂഹ്യ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാൻ, അത് നഗര ഗ്രാമ ഭേദം കൂടാതെ ബോത്ത് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ഒരുപോലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നിൽ നിന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക്, അതിൻ്റെ ഒരു നിയമപരമായി തന്നെ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ജനായത്ത സമ്പ്രദായത്തിലുള്ള അതിൻ്റെ ഒരു ഭരണ സമ്പ്രദായം, അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുന്ന ഒരു അടിസ്ഥാന ഏകകമാണ്, ഒരു ബേസിക് യൂണിറ്റ് ആണ്. കേരളത്തിലെ സഹകരണ മേഖലയുടെ ഒരു ചെറിയ വിഹക വീക്ഷണമാണ് അടുത്ത സ്ലൈഡിൽ. നിങ്ങൾക്കറിയുന്നത് പോലെ നമുക്ക് കേരള ബാങ്ക് ഉൾപ്പെടെ 23 അപ്പെക്സ് സ്ഥാപനങ്ങൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ ഉൾപ്പെടുന്ന 4147 ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, പ്രധാനമായിട്ടും പറഞ്ഞു പോയാൽ 1245 വനിതാ സംഘങ്ങൾ, ആരോഗ്യ മേഖലയിൽ 194 സംഘങ്ങൾ, 778 ലേബർ കോപ്പറേറ്റീവ്സ്, സോഷ്യൽ കോപ്പറേറ്റീവ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യാവുന്ന 1388. അങ്ങനെ വരുമ്പോൾ 16,255 സഹകരണ പ്രസ്ഥാനങ്ങളാണ് സഹകരണ രജിസ്ട്രാറുടെ ഭരണ നിയന്ത്രണത്തിലുള്ളത്. ഇനി ഫെഡറേഷൻസ് ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ കാലാനുസൃതമായ ഒരു ഏറ്റവും വലിയ കേരളം എടുത്തു പോകുന്ന ഒരു കാഴ്ചപ്പാട്, അവരവർ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് അനുസരിച്ച് അവർക്ക് അപ്പെക്സ് സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ വളരെ നേരത്തെ തീരുമാനമെടുത്ത ഒരു സഹകരണ മേഖലയാണ് കേരളത്തിൻ്റെത്. കേരള ബാങ്ക് എന്ന വലിയ ഒരു ബാങ്കിങ് മേഖലയിലെ അപ്പെക്സ് സ്ഥാപനം, കാർഷിക ഗ്രാമവികസന ബാങ്ക്, വിവിധ ഫെഡറേഷനുകൾ, കൺസ്യൂമർ ഫെഡ്, മാർക്കറ്റ് ഫെഡ്, റബ്ബർ ഫെഡ്, റബ്ബർ മാർക്ക്, ഹൗസ് ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ്, SC/ST ഫെഡ്, വനിതാ ഫെഡ്, ലേബർ ഫെഡ്, ടൂർ ഫെഡ്, ഇങ്ങനെ 11 അപ്പെക്സ് സ്ഥാപനങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത്. കേരളത്തിന് മാത്രമുള്ള ചില പ്രത്യേകതകൾ ഈ രംഗത്തെ ഭരണ നിർവഹണത്തിനായും ഈ രംഗത്ത് നടപ്പാക്കേണ്ട പദ്ധതികളുടെ ക്രോഡീകരണത്തിനായും നിയമപരമായ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായും നാം രൂപീകരിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. തീർച്ചയായിട്ടും താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരു ജില്ല, ഒരു റവന്യൂ ജില്ല ഭരണ നിർവഹണത്തിൽ പരമ്പരാഗതമായ ബ്രിട്ടീഷ് സമ്പ്രദായത്തിൽ നിന്ന് കൈക്കൊണ്ടുവന്ന് നമ്മുടെ ഭരണ സമ്പ്രദായത്തിൽ തന്നെ ഒരു ജില്ല ഉണ്ടാകുന്നു, താലൂക്കുകൾ ഉണ്ടാകുന്നു. ആ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതിന് അനുബന്ധമായി തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ടാക്കി, അതിന് താലൂക്ക് ഘടകങ്ങൾ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എംപ്ലോയീസിന് പെൻഷൻ ബോർഡ് ഉണ്ട്, എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഉണ്ട്, കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഉണ്ട്,
എക്സാമിനേഷൻ ബോർഡ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് ഉണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ആർബിട്രേഷൻ കോടതികളുണ്ട്, ട്രിബ്യൂണൽ ഉണ്ട്, ഓംബുഡ്സ്മാൻ ഉണ്ട്. അങ്ങനെ വ്യവസ്ഥാപിതമായ ഭരണനിർവഹണത്തിന് ആവശ്യമായ വ്യത്യസ്ത ഭരണ സ്ഥാപനങ്ങളെ കൃത്യമായി രൂപപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ സഹകരണ മേഖലയെ നമ്മുടെ പൂർവികർ ഈ ഇന്നത്തെ കാലത്തേക്ക് എത്തിച്ചത്. നമ്മുടെ ഒരു ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക ഒരു ക്രമം നിർണയിച്ചത് എല്ലാ കാലത്തും സഹകരണ പ്രസ്ഥാനങ്ങളായിരുന്നു. ലോകം, ഭാരതം ഒക്കെ സാർവത്രിക ബാങ്കിങ് എന്ന് പറയുന്ന ആശയവുമായിട്ട് മുന്നോട്ട് വരുന്നതിന് എത്ര മുമ്പ് തന്നെ നമ്മുടെ നാട്ടില് പ്രാഥമിക കാർഷിക സംഘങ്ങളും ഇതര സംഘങ്ങളും വഴി സാർവത്രിക ബാങ്കിങ് നടപ്പാക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ ബാങ്കിങ് ആവശ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ ഒരു ബാങ്കിങ് സമ്പ്രദായത്തിലേക്ക് അവരെ മനോഹരമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട്, ആശ്ലേഷിച്ച് നിർത്തിക്കൊണ്ട് പ്രസ്ഥാന രൂപീകരണവും പ്രസ്ഥാനങ്ങളുടെ മുന്നോട്ട് നയിക്കലും ഒരു നല്ല കലയും ശാസ്ത്രവുമായി കൊണ്ട് നടന്ന ഒരുപാട് സഹകാരികളുടെ സമ്പന്നമായ സേവനം കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ഒരു ബാങ്കിങ് മേഖലയിലെ നമ്മുടെ മുൻകൈ. സാധാരണ ജനസമൂഹത്തിന്റെ 60%, അതായത് രജിസ്ട്രാറുടെ കണക്ക് പ്രകാരം 3.41 കോടി വരുന്ന കേരളത്തിന്റെ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷനിൽ 3.8 കോടി അംഗങ്ങൾ സഹകരണ സംഘങ്ങൾക്കുണ്ട്. ഒരാളുടെ ഒരംഗത്വം മാത്രം എടുത്താൽ അത് 2.63 കോടിയാണ്. എന്ന് പറഞ്ഞാൽ പല സംഘങ്ങളിലെ അംഗങ്ങളുള്ളവരെ കൂട്ടിയെടുക്കുമ്പോഴാണ് ഈ രീതിയിൽ വിപുലമായ ഈ പ്രാദേശിക അടിത്തറയെ കുറിച്ച് നമുക്ക് ബോധ്യമാവുക. അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസ്, നീതി മെഡിക്കൽസ്, ടെക്സ്റ്റൈൽ ഷോപ്സ്, വളം വിതരണശാലകള്, കമ്മ്യൂണിറ്റി ഹാളുകള്, ക്ലിനിക്കൽ ലാബുകള്, ഹോം അപ്ലയൻസസിന്റെ ഷോപ്പുകള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ആംബുലൻസുകള്, തേയില തോട്ടങ്ങള്, റിസോർട്ടുകള്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ, അതിവിശാലമായ ഒരു പ്രവർത്തന മേഖല സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലുണ്ട്. ഈ സഹകരണ നിയമങ്ങളുടെ ഒരു ചരിത്രം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇതിനെ നമുക്ക് മനോഹരമായിട്ട് നാടിന്റെ ചരിത്രവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുക. 1912 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ മലബാർ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ 1932 മുതൽ റെഗുലേറ്റ് ചെയ്യപ്പെട്ടു. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951, 1969 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മുടെ ഇന്നത്തെ നിയമം. ഇതില് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ 3 റോയൽ സ്റ്റേറ്റ്സിനും, തിരുവിതാംകൂറിനും കൊച്ചിക്കും മലബാറിനും ഒരുപോലെ ശക്തമായ ഒരു സഹകരണ പാരമ്പര്യമുണ്ടായിരുന്നു. കൊച്ചിയുടെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ കേരളത്തിലെ 1ാം നമ്പർ സഹകരണ സംഘം എന്ന് പറയുന്ന ഇടവനക്കാട് സംഘത്തിന്റെ ഭാരവാഹിയായിരിക്കുകയും തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ ബോട്ടും ജങ്കാറും എല്ലാം കടന്ന് സൊസൈറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയും മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തത് കേരള സഹകരണ ചരിത്രത്തിലുണ്ട്. ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം അംഗമായിരുന്ന ക്ഷീര പരിപാലന സഹകരണ സംഘം സ്വന്തം നാട്ടിൽ നിന്ന് ഡിവിഡൻഡുമായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് എത്തി ഒപ്പ് രേഖപ്പെടുത്തി അംഗങ്ങൾക്കുള്ള ഡിവിഡൻഡ് നൽകുകയും അതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടുത്തെ മാധ്യമങ്ങളോട് സന്തോഷം പങ്കുവയ്ക്കുകയും തന്റെ സംഘം ലാഭത്തിൽ പോകുന്നതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തതും കേരളത്തിന്റെ സഹകരണ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയവർ, നമ്മുടെ പൊതു നിയമങ്ങൾ ഉണ്ടാക്കിയവർ തന്നെയാണെന്ന കൃത്യമായ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിലേക്ക് അഭ്യന്തനായ മിനിസ്റ്റർ, അതായത് സഹകരണ നിയമം 9 ആണ്ടിലെത്തിയപ്പോൾ രൂപീകരിച്ച ഒരു സമിതിയുടെ കൂടി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഏറെ ജനകീയമായ ഒരു സംവാദ പ്രക്രിയയിലൂടെ എനിക്ക് തോന്നുന്നു ഒരു നിയമത്തിന് വേണ്ടിയും ഇത്രയേറെ പേരെ സെലക്ട് കമ്മിറ്റി കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല.
ഇത്രയേറെ സഹകാരികളുടെ അഭിപ്രായം കേട്ട് ഈ മേഖലയിലുള്ളവരോട് സംവദിച്ച് പുതിയ സഹകരണ നിയമത്തിന്റെ ഭേദഗതി കഴിഞ്ഞ നിയമസഭ അത് ഐകകണ്ഠ്യേന പാസാക്കി ആ ഒരു വ്യത്യസ്തമായ വഴിയിലേക്ക് കൂടി നാം കടന്നിരിക്കുന്നു. ഒരുപാട് പുതിയ നിർവചനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. സോഷ്യൽ കോപ്പറേറ്റീവ്സിന്, യൂണിഫോം സോഫ്റ്റ്വെയറിന്, യൂത്ത് കോപ്പറേറ്റീവ്സിന്, ഈ രംഗത്ത് പുതിയ കാലഘട്ടത്തിൽ ആവശ്യമായി വരുന്ന മാറ്റങ്ങൾ. അതുപോലെ രജിസ്ട്രേഷൻ നടപടികൾ വളരെ ലളിതമാക്കി ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന് കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തി അംഗങ്ങൾക്ക് 3 ടേം എന്നുള്ളത് ഒരു ഭരണരംഗത്ത് ഒരു നയമാക്കി സഹകരണ സംരക്ഷണ നിധിയെ നിയമത്തിലൂടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. 40 വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു സംവരണം തന്നെ ഏർപ്പെടുത്തി യുവജനതയെ ഈ മേഖലയിലേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ കാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെ നിയമപരമായി അതിനെ സാങ്കത്യം കൊടുത്തു. അങ്ങനെ സഹകരണ നിയമം അതിൻ്റെ പുതിയ കാഴ്ചപ്പാടിൽ കേരള നിയമസഭയുടെ അംഗീകാരത്തോടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഈ മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ചേർത്ത് നിർത്തേണ്ടവരെയും സംരക്ഷിക്കുന്ന നമ്മുടെ പദ്ധതികളെ കുറിച്ച് കൂടി പറയാതെ ഇത് പൂർണ്ണമാകില്ല. റിസ്പോണ്ട് സ്കീമില്, അതായത് നമ്മളിൽ നിന്ന് കടമെടുക്കുന്ന സാധാരണക്കാർ മരണപ്പെട്ടു പോവുകയോ അവർക്ക് ഗുരുതര രോഗബാധ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഈ മഹോന്നതമായ പദ്ധതിയിലൂടെ 760 കോടി രൂപയാണ് കേരളത്തിൽ നമ്മൾ വിതരണം ചെയ്തത്. 1,200,000-ലേറെ പേര് അതിന്റെ ഗുണഭോക്താക്കളായി. മെമ്പർ റിലീഫ് ഫണ്ട്, മെമ്പേഴ്സിനുണ്ടാകുന്ന ദാരുണാവസ്ഥകളിൽ താങ്ങാകുന്ന പദ്ധതി. അവർക്ക് 83 കോടി രൂപ 23,000 പേർക്ക് ഈ പദ്ധതിയിലൂടെയും നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. വൺ ടൈം സെറ്റിൽമെന്റ് സ്കീംസിലൂടെ കാലാകാലങ്ങളിൽ ധാരാളം പേരെ കടക്കെണിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ഒരു ശ്രമവും നിരന്തരമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ സ്കീമിൽ 4.69 ലക്ഷം പേരാണ് ഈ പദ്ധതിയെ പ്രയോജനപ്പെടുത്തിയത്. ഇനി പുതിയ ചില ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് ഏറ്റവും പ്രധാനം യൂത്ത് കോപ്പറേറ്റീവ്സ് ആണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ പുതിയ തലമുറയെ കൂട്ടി നിർത്തിയിട്ട് സാങ്കേതിക മികവോടെ പുതിയ ദർശനങ്ങളോടെ അവർ നൽകുന്ന സംഭാവനകളെ കൂടി ഉൾപ്പെടുത്തി വേണം സഹകരണ മേഖല പുരോഗമിക്കാനെന്ന് തീർച്ചയായിട്ടും സംസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യുവ സംഘങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 45 സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 14 സംഘങ്ങൾ അവയിൽ SC/ST മേഖലയിലാണ്. കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു വലിയ മാറ്റമാണ് ഇതുണ്ടാക്കിയത്. അവരുടെ പ്രവർത്തന മേഖലകളും തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നവ സമൂഹത്തിന് അനുയോജ്യമായിട്ടുള്ളതാണ്. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതിനും സ്ത്രീ സഹകരണ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ധാരാളം നല്ല ശ്രമങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടേത്. നമുക്കറിയാം, 3 പേർക്ക് ഒരു സംഘത്തില് അവരുടെ പ്രാതിനിധ്യം സ്ഥിരമായിട്ട് നിയമപ്രകാരം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ 20,000 സംഘങ്ങൾ, 60,000 വനിതാ നേതാക്കൾ. കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം ഒരു ഇലക്ഷന് നിർത്താനാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിൽ നിർത്താനാണെങ്കിലും വനിതകളെ തേടി ചെല്ലുമ്പോൾ ആദ്യം എത്തുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളിലേക്കാകുന്നത് ഈ സാമൂഹ്യ രംഗത്തെ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി പോകുന്ന സഹകരണ മേഖലയുടെ കരുത്തിനെ കൂടി കണ്ടുകൊണ്ടാണ്. 1221 വനിതാ സഹകരണ സംഘങ്ങളുണ്ട്. വനിതാ ഫെഡ് ഉണ്ട്, വനിതാ ഫെഡ് ചെയർപേഴ്സൺ ഈ വേദിയിലുമുണ്ട്. SC/ST കോപ്പറേറ്റീവ്സിന് അപ്പെക്സ് സൊസൈറ്റി ഉണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ശ്രമങ്ങളെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കാൻ പുനർജനി എന്ന പദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. 14 യുവ സംഘങ്ങൾ രൂപപ്പെട്ടതും SC മേഖലയിലാണ്. ഇനി ഇതര സഹകരണ, അതായത് ഫങ്ഷണൽ രജിസ്ട്രാർമാരുടെ കീഴിൽ നമുക്ക് 447 ഹാൻഡ്ലൂം സംഘങ്ങൾ, 689 കയർ സംഘങ്ങൾ, ഖാദി മേഖലയിലെ 427 സംഘങ്ങൾ, മറ്റ് വ്യാവസായിക മേഖലയിൽ 1119 സംഘങ്ങൾ, ഡയറി മേഖലയിൽ 257 സംഘങ്ങൾ, ഫിഷറി സെക്ടറിൽ 392 സംഘങ്ങൾ, പാൽ സൊസൈറ്റികൾ 2516. ഇത്രയേറെ സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണ നിയമത്തിന്റെ കീഴിൽ ഇതര
ഫങ്ഷണൽ രജിസ്ട്രാർമാരുടെ കീഴിലും പോകുന്നുണ്ട്. ഇനി അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ രൂപീകരണമായിരുന്നു. കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ജില്ലാ ബാങ്കുകളെ കൂടി ഉൾക്കൊണ്ട് കേരള ബാങ്ക് എന്ന മഹത്തായ ഒരു സങ്കല്പത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ സാമ്പത്തിക സ്ഥാപനമായി ഉയർന്നു. ഏറ്റവും വലിയ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏഷ്യയിലെ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ബാങ്ക്. പ്രാഥമിക സംഘങ്ങളും അർബൻ ബാങ്കുകളും അംഗങ്ങളാണ്. അവരുടെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ആവിഷ്കരിക്കപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്തു. 7 റീജിയണൽ ഓഫീസുകളും 14 ക്രെഡിറ്റ് പ്രോസസ്സിംഗ് സെന്ററുകളും ഒരു കോർപ്പറേറ്റ് ബിസിനസ് ഓഫീസുമായിട്ട് ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന പോലെ തന്നെയുള്ള ഒരു ലോക്കൽ ഫ്ലേവർ നിലനിർത്തിക്കൊണ്ട് സഹകരണ മേഖലയിൽ നിൽക്കാനാണ് കേരള ബാങ്ക് ആഗ്രഹിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. NRI ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നതിനുള്ള അപേക്ഷകൾ റിസർവ് ബാങ്കിന്റെ പരിഗണനയിലാണ്. IT ഇന്റഗ്രേഷൻ, HR ഇന്റഗ്രേഷൻ, ശ്രമകരമായ 2 ദൗത്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പുതിയ പ്രോഡക്റ്റുകൾ, മൊബൈൽ ബാങ്കിങ് ആപ്പ്, റുപേ കാർഡ്, കൊമേഴ്സ്, PFMS, IMPS, UPI, RTGS, NEFT, ATM, മൈക്രോ ATM എല്ലാം ചെയ്യാനുള്ള ഒരു രംഗത്തേക്ക് അവര് സജ്ജരായി. പ്രാഥമിക സംഘങ്ങളുമായിട്ട് അവര് ഈ ഒരു IT ബന്ധവും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി സഹകരണ രംഗത്തെ ഈ മഹാസ്ഥാപനത്തിന്റെ ഒരു ഫിനാൻഷ്യൽസ് ആണ് അടുത്ത സ്ലൈഡിൽ. അതിൽ വിസ്തരിക്കുന്നില്ല. ബഹുമാന്യനായ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ്, കേരള ബാങ്കിന്റെ പ്രസിഡന്റ് വേദിയിലുണ്ട്. അദ്ദേഹം അത്തരം കാര്യങ്ങളിലേക്ക് പോകും. ഇനി സഹകരണ മേഖലയുടെ സാമൂഹ്യ ഇടപെടലുകളെ കുറിച്ചുകൂടി ചുരുക്കി പറയാം. റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്. കേരളം ഒരു വലിയ പ്രളയത്തിന്റെ മുന്നിൽ അന്തിച്ചു നിന്നപ്പോ ആദ്യഘട്ടത്തില് ഈ രംഗത്തേക്ക് സമൂഹത്തിലെ സഹായ വാഗ്ദാനങ്ങളുമായിട്ട് ആദ്യം എത്തിയ ഒരു മേഖല എന്ന് പറയുന്നത് സഹകരണ മേഖലയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2018 ഓഗസ്റ്റ് 15 പ്രളയം തുടങ്ങിയിട്ട് സെപ്റ്റംബർ 1 കെയർ ഹോം പദ്ധതി നിശാഗന്ധി ഓഡിറ്റോറിയത്തില് കൃത്യം 15 ദിവസത്തിനുള്ളിൽ പ്രളയജലം ഒഴുകിപ്പോകുന്നതിന് മുമ്പ് തന്നെ അഭ്യന്തനായ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2092 മനോഹര ഭവനങ്ങള് സഹകരണ മേഖല നിങ്ങൾ നാടിന് സംഭാവന ചെയ്തു. ഏറ്റവും മനോഹരമായ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഭൂരഹിത ഭവനരഹിതർക്ക് വേണ്ടി തൃശ്ശൂര് നൽകി. ഏറ്റവും നല്ല ഒരു സാമൂഹ്യ ബന്ധത്തോടുകൂടി നടന്ന ഒരു സാമൂഹ്യ പുനരുദ്ധാരണ പദ്ധതി അല്ലെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണം. കെയർ ലോൺ എന്ന് പറയുന്ന അതിൻ്റെ കെയർ ലോൺ എന്ന് പറയുന്ന രണ്ടാമത്തെ കോമ്പണന്റിലൂടെ നമ്മൾ തന്നെ മനസ്സിലാക്കണം, 713 കോടി രൂപയാണ് നമ്മൾ ബെനിഫിഷ്യറീസിന് നൽകിയത്. അത് സ്വയം സഹായ സംഘങ്ങളിലൂടെയായിരുന്നു. കെയർ ഗ്രേസ് പദ്ധതിയിലൂടെ ഈ പുനരധിവസിക്കപ്പെട്ടവരുടെ ഒരു സാമൂഹ്യമായ അവസ്ഥയെ ഉയർത്തുന്നതിന് മെഡിക്കൽ ചെക്കപ്പും സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനവും എല്ലാം നൽകിക്കൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ ഒരു വലിയ പ്രളയകാലത്ത് കേരളത്തോടൊപ്പം നിന്നു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഏറ്റവും നന്നായിട്ട് പിന്തുണച്ചുകൊണ്ട് പോകുന്ന ഒന്നാണ് കേരളം. ഏറ്റവും മനോഹരമായിട്ട് പണ്ട് മുതൽ തന്നെ റേഷൻ ഷോപ്പുകളും ഇതര സ്ഥാപനങ്ങളും നടത്തിയിരുന്നത് കൂടാതെ ഇന്നും സഹകരണ മേഖല നെല്ല് സംഭരണത്തിലും അതുപോലെയുള്ള മറ്റ് പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്നു. കൺസ്യൂമർ ഫെഡിന്റെ ഒരുപാട് വിപണികളിലൂടെ കേരളത്തിലെ ഏറ്റവും ശക്തവും സുസജ്ജീകൃതവുമായിരുന്ന ഇപ്പോ വളരെ വ്യാപകമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള സെയിൽ ഔട്ട്ലെറ്റുകൾ, അത് കൺസ്യൂമർ ഫെഡാണ് കേരളത്തിൽ തുടങ്ങിയത്. 172 ത്രിവേണി സ്റ്റോറുകളും മൊബൈൽ ത്രിവേണി സ്റ്റോറുകളുമുണ്ട്, നീതി സ്റ്റോറുകളുണ്ട്, റേഷൻ ഷോപ്പുകളുണ്ട്, സ്പെഷ്യൽ മാർക്കറ്റ്സ്. പ്രത്യേകമായിട്ട് എല്ലാ ഓണക്കാലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഉത്സവ കാലങ്ങളിലും വിപണി ഇടപെടൽ സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ ഒരു ജനപ്രിയ പ്രവർത്തനമാണ്. 3500ഓളം സഹകരണ ഓണ വിപണിയിലെ ഔട്ട്ലെറ്റുകളാണ് നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയത്. ഇനി സാംസ്കാരിക രംഗത്താണെങ്കിൽ നമുക്കറിയാം,
സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു മുന്നേറ്റമായിരുന്നു. എഴുത്തുകാരന് സ്വന്തമായ ഒരു ആത്മാഭിമാനം നേടിക്കൊടുത്ത പ്രസാധകരുടെ ആ കടുത്ത ആക്രമണങ്ങളിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കി അവരുടെ ധിഷണയ്ക്ക് ഒരു സ്വതന്ത്ര ചക്രവാളം നൽകിയ ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിച്ച സംഘടനയാണ്, പ്രസ്ഥാനമാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. 77 വർഷം എത്തുന്നു അത്. അതിന്റെ ഭാഗമായിട്ട് കൃതി ലിറ്റററി ഫെസ്റ്റിവൽസ് നടത്തുന്നുണ്ട് നമ്മൾ. അക്ഷരം മ്യൂസിയം ഭാഷയെ, സാഹിത്യത്തെ, കവിതയെ, വൈജ്ഞാനിക ലോകത്തെ, ഗദ്യ സാഹിത്യത്തെ, ഭാഷയുടെ വളർച്ചയെയും ചരിത്രത്തെയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏഷ്യയിലെ ആദ്യത്തെ ഭാഷാ കേന്ദ്രീകൃത മ്യൂസിയം കോട്ടയത്ത് തയ്യാറായി വരികയാണ്. ജനുവരിയിൽ ഒരുപക്ഷെ ഫസ്റ്റ് ഫേസ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. അതുപോലെ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ 100 കണക്കിനാണ് ലൈബ്രറികളും അതുപോലെയുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകളും സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളും നടത്തുന്നത്. കലാകാരന്മാർക്ക് നമ്മൾ ഈ ഒരു കോവിഡ് കാലത്ത് ഒരു പ്രത്യേക സഹകരണ സംഘം തന്നെ രൂപീകരിച്ചു. കോവിഡ് കാലം അതുപോലെ തന്നെ ഈ പ്രളയകാലം പോലെ ലോകത്തെ ഒരു ചെറിയ അണു വിചാരിച്ചപ്പോ നിയന്ത്രിച്ചു നിർത്തിയ ഒരു പ്രതിസന്ധി കാലം. ആ പ്രതിസന്ധി കാലത്ത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓരോ കുടുംബത്തിനും അടിയന്തരമായി 1 ലക്ഷം രൂപ വീതമുള്ള വായ്പാ പദ്ധതിയിലൂടെ 1494 കോടി രൂപ 1 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് നൽകി. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റില് കോവിഡ് മാന്ദ്യത്തെ മറികടക്കാൻ 3500 കോടി രൂപയുടെ ഒരു വലിയ സഹായം നൽകി. മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം പദ്ധതിയിൽ 788 കോടി നൽകി. കോപ്പറേറ്റീവ് സെക്ടർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതൊന്നുമല്ലാതെ 266 കോടി രൂപയും നൽകിയിട്ടുണ്ട്. വിദ്യാധരങ്ങണി പദ്ധതിയിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് 1 ലക്ഷത്തോളം കുട്ടികൾക്കാണ് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും നമ്മൾ നൽകിയത്. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ 1852 പുതിയ ഫാമുകൾ ഉണ്ടാക്കുന്നതിനും കൂടി നമ്മൾ തയ്യാറായി. കോപ്പ് മാർട്ടുകള്, ബ്ലഡ് അഫക്റ്റഡ് ഏരിയയിലെ സംഘങ്ങൾക്കുള്ള സഹായം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ട് കണ്ടെത്തുന്നതിനും വിതരണം ചെയ്യുന്നതിനും വളരെ ശക്തമായ ഒരു പിന്തുണ സഹകരണ മേഖല നൽകുന്നു. 34,000 കോടി രൂപ അങ്ങനെ സംഭരിക്കുകയും തിരികെ നമുക്ക് തന്നെ പലിശ സഹിതം ഗവൺമെന്റ് തന്ന് ഇതിൽ ഒരു പരസ്പര ബന്ധത്തിന്റെ ഒരു മുന്നേറ്റം നടക്കുകയും ചെയ്യുന്നുണ്ട്. KSRTC പെൻഷൻ നൽകുന്നതിലും നമ്മൾ വലിയൊരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ആശുപത്രി സംഘങ്ങൾ ബൃഹത്തായ ഒരു ശൃംഖല 199 കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് ആണ് കേരളത്തിലുള്ളത്. നഴ്സിംഗ് കോളേജുകളുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫ് സ്ഥാപനങ്ങളുണ്ട്, നീതി മെഡിക്കൽ സ്റ്റോറുകളുടെ വലിയ നിലയുണ്ട്. ULCSനെ കുറിച്ച് ഒരു ചെറിയ പരാമർശം നടത്താതിരിക്കുന്നത് ശരിയല്ല. സ്വാമി വാഗ്ഭടാനന്ദനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അങ്ങ് വടക്ക് രൂപപ്പെട്ട ഈ പ്രസ്ഥാനം 100 ആണ്ടിലേക്ക് എത്തുന്നു. ഏഷ്യയിലെ ആദ്യത്തെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. 13,000 പേർക്ക് തൊഴിൽ നൽകുന്നു. 35 ലക്ഷം മനുഷ്യ ദിനങ്ങള്, തൊഴിൽ ദിനങ്ങൾ നൽകി കഴിഞ്ഞു. 7,500 മേജർ പ്രോജക്റ്റുകൾ നൽകി. നമ്മള് ടിവിയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ ഓണേഴ്സ് പ്രൈഡ്, നെയ്ബേഴ്സ് എൻവി, ഒരുപാട് പേര് അവരെ അസൂയപ്പെടുന്നുമുണ്ട്. ULCS വളർച്ചയുടെ പാതയിലാണ്. 2021 കോപ്പറേറ്റീവ് മോണിറ്റർ റാങ്ക് ചെയ്തതനുസരിച്ച് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ടേൺ ഓവറുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ്. ഞങ്ങളുടെ പദ്ധതികളെ കുറിച്ച് പറയാനുള്ള സമയമില്ല. ഹരിതം സഹകരണം, സഹകരണ മേഖലയുടെ കാർഷിക മേഖലയിലെ ഇടപെടലുകൾ, മുറ്റത്തെ മുല്ല, സ്നേഹതീരം, കുടുംബത്തിനൊരു കരുതൽ ധനം, 3,452 കോടി രൂപയാണ് മുറ്റത്തെ മുല്ല പദ്ധതിയിലൂടെ കൊള്ളപ്പലിശക്കാരിൽ നിന്ന് സാധാരണ കുടുംബങ്ങളെ മോചിപ്പിക്കാനായി തുടങ്ങിയ ചെറു പദ്ധതിയിലൂടെ ഇപ്പൊ നൽകി കഴിഞ്ഞതെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു ചെറിയ കാര്യമല്ല. സ്നേഹതീരം, തീരദേശ മേഖലയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം, അങ്ങനെ കോപ്പറേറ്റീവ്സ് കേരളത്തില് നടത്തിയ ശ്രമങ്ങളെ വളരെ ഭംഗിയായിട്ട് ഷോക്കേസ് ചെയ്യാൻ എക്സ്പോ 2 എഡിഷൻ കഴിഞ്ഞു. സഹകരണ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നു.
കോപ്പ് മാർട്ടുകൾ ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരേ സമയം സമൂഹത്തിനോടൊപ്പം നിൽക്കുകയും സമൂഹത്തോടൊപ്പം വളരുകയും, അതാണ് കേരളത്തിലെ സഹകരണ മേഖല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തില്, ഭക്ഷ്യഭദ്രത ഉറപ്പാക്കുന്നതില്, ലിംഗനീതി ഉറപ്പാക്കുന്നതില് എവിടെയാണ് നമുക്ക് ഒരു ശരിയായ പങ്കാളിത്തം ഇല്ലാത്തത്? ഇനി എന്താണ് മുന്നോട്ട് തീർച്ചയായിട്ടും വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആഡിക്വറ്റ് ലെവൽ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇതിന്റെ സ്ട്രക്ചറിൽ വേണം. ഇതിന്റെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, എഫിഷ്യൻസി, ഇത് മൂന്നും ഉറപ്പാക്കപ്പെടണം. പൊതുപണം കൈകാര്യം ചെയ്യുന്നിടത്ത് നിയന്ത്രണ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും വേണം. നമ്മൾ ഡെമോക്രാറ്റിക് സെറ്റപ്പിനെ കുറിച്ച് പറയുകയും സഹകരണ ജനാധിപത്യത്തെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഈ രംഗത്തെ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്താനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. അതിനുള്ള റെഗുലേറ്ററി സംവിധാനങ്ങൾക്ക് അതിനുള്ള ശക്തി വേണം. Things fall apart, the center cannot hold, mere anarchy is loosed upon the world. സെക്കൻഡ് കമ്മിങ്ങിൽ എച്ച് പറയുന്നുണ്ട്, അനാർക്കി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സെന്റർ ഷുഡ് ഹാവ് ദ കറേജ് ഓഫ് കൺവിക്ഷൻ ആൻഡ് ദ പവേഴ്സ് ടു ഹോൾഡ് ഇറ്റ്. എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ സഹകരണ രജിസ്ട്രാർക്കും സംസ്ഥാന സർക്കാരിനും സഹകരണ വകുപ്പിനും കഴിയണം. ഓരോ സൊസൈറ്റിയെയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ബിസിനസ് മോഡലാക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? അതിനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. യുവജനങ്ങളെയും വനിതകളെയും മാർജിനലൈസ്ഡ് ആയിപ്പെടുന്ന സമൂഹത്തിലെ വിഭാഗങ്ങളെയും എത്രമാത്രം ഇനിയും നാം നമ്മോടൊപ്പം ചേർക്കേണ്ടതുണ്ട്. പ്രൈവറ്റ് സെക്ടറും കോർപ്പറേറ്റ്സും ഉയർത്തുന്ന പല വിധത്തിലുള്ള വെല്ലുവിളികളോട് നമുക്ക് ഇനിയും എത്രയേറെ നന്നായിട്ട് മത്സരിക്കേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മനോഹരമായൊരു പുസ്തകം പാക്സിൻ, അതിൽ ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് സ്വീഡൻ അദ്ദേഹത്തിന്റെ ഒരു വാചകം പുറം പേജിൽ എഴുതിയിട്ടുണ്ട്. ആർ വി എൻറ്ററിങ് എ വേൾഡ് ordered by a particular state's interest, design and ambition, and how will India's rise, responses and propositions affect this contested world order in the decades to come? വരുന്ന നൂറ്റാണ്ടുകളിൽ ഈ ലോക വ്യവഹാര രംഗത്ത് ഇന്ത്യയുടെ, കേരളത്തിന്റെ തനിമയും താല്പര്യങ്ങളും നിലനിർത്താൻ നാം ഇനി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് സ്വീഡൻ കാൾ ബിറ്റിന്റെ വാചകങ്ങളാണ്, ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളാണ്. എല്ലാം ഉറപ്പുവരുത്തുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും സാമ്പത്തിക ശക്തിയായി വളരുമ്പോഴും അടിത്തറയായി നിൽക്കേണ്ട ഒന്നുണ്ട്. സഹകരണ മേഖലയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലൂന്നിയ വളർച്ച. പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ളതാണെങ്കിലും അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാകവിജിയുടെ പ്രശസ്തമായ കവിത, സ്നേഹത്തിൻ സനാതന വിശ്വബാങ്ക് ഒന്നുണ്ടാക്കാൻ മോഹമാണ് എനിക്കേറെ വൈഷമ്യം എതിർത്താലും ഓഹരിയെടുത്തിടാമേവനും പരസ്പര ദ്രോഹവാസനയുമായി സംബന്ധമില്ലെന്നാകിൽ മണ്ണിനെ ജനതയെ പകർക്കും വലകളിൽ ഒന്നിനെ പോലും മാനിക്കാതെ ഈ ഉലകത്തെ ഏകരാഷ്ട്രമായി ഏക പൗരസംഘമായി വാർക്കാൻ പാകത്തിൽ ചരിത്രാന്തരീക്ഷത്തെ പാഴമാറ്റാൻ പ്രയത്നിപ്പോർക്കെല്ലാം ഈ ബാങ്കിൽ നിന്നും വാങ്ങാം. സ്വയമാത്മജാമ്യത്തിൻ ഓഹരിയുണ്ടെന്നാകിൽ സ്വന്തം ആത്മാവിൻ്റെ ആ ഒരു നീതിശാസ്ത്രമാണ് ഓഹരി. എല്ലാവർക്കും ഓഹരി എടുക്കാം. അതുകൊണ്ട് തന്നെ നിലനിൽക്കട്ടെ സഹകരണ പ്രസ്ഥാനങ്ങൾ. വിശ്വാസം അതാണല്ലോ എല്ലാം. നമ്മെ വിശ്വസിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം. Thank you so much, ma'am. Let's begin with the presentations for today. Shri K.V. Shaji is the chairman of National Bank for Agriculture and Rural Development. NABARD is a Government of India-owned apex bank which acts as a development bank, regulator of agriculture credit, and supervisor of rural financial institutions in the country. His area of expertise includes retail banking, SME banking, and corporate banking in rural, urban, and metro areas. Mr. Shaji has also handled banking coordination and policy matters for over 6 years as in charge of State-Level Bankers Committee, Kerala. He was instrumental in the merger of Syndicate Bank with Canara Bank. He also handled amalgamation of 2 regional rural banks to establish Kerala Grameen Bank. He is also chairman of the Governing Council of the Bankers Institute of Rural Development and a member of the board of directors of Deposit Insurance and Credit Guarantee Corporation. As an industry leader, he was also director of various organizations such as National Payments Corporation of India, Canara HSBC OBC Insurance Company Limited, and Canara Bank Securities Limited.
I would request our first speaker, Shri K.V. Shaji, to start his presentation. Over to you, sir. ഏവർക്കും എൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ സർ, കോർപ്പറേഷൻ സെക്രട്ടറി മിനി മാഡം, എൻ്റെ സഹ പാനലിസ്റ്റ്, ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ നാട് കേരളമാണെങ്കിലും എൻ്റെ കൃത്യനിർവഹണ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഞാൻ മലയാളത്തിൽ തന്നെ ശ്രമിക്കാം. ചില തെറ്റുകുറ്റങ്ങൾ വന്നോടാം. നിങ്ങൾ അത് ക്ഷമിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നബാർഡിനെ കുറിച്ച് പറഞ്ഞ നല്ല വാചകങ്ങൾക്ക് ഞാൻ ആദ്യമേ ബഹുമാനപ്പെട്ട മന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടെ കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ചിട്ട് ഒരു നല്ലൊരു പ്രസന്റേഷൻ സെക്രട്ടറി ഇവിടെ നടത്തി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്ന പല കാര്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ, നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു. അദ്ദേഹം ബംഗാളിനെ കുറിച്ചൊരു വാചകം പറഞ്ഞു. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലത്ത് ബംഗാൾ ഒരു ലിറ്ററേച്ചർ പരമായിട്ടും, അതായത് രാഷ്ട്രീയപരമായിട്ടും വളരെ മുന്നോട്ട് നിന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ബംഗാളിനെ കുറിച്ച് പറഞ്ഞത്, വാട്ട് ബംഗാൾ തിങ്സ് ടുഡേ, ഇന്ത്യ തിങ്സ് ടുമോറോ. എന്താണോ ബംഗാൾ ഇന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത്, ഇന്ത്യ നാളെ അത് ചെയ്യാൻ ഉദ്ദേശിക്കും. അതുപോലെ ഇന്നത്തെ ഈ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഈ കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വാട്ട് കേരള ഡസ് ടുഡേ, ഇന്ത്യ വിൽ തിങ്ക് ടുമോറോ എന്നതാണ്. കാരണം ഇത് പറയാൻ വേറൊരു കാരണമുണ്ട്, പക്ഷെ ഇതിനൊരു റൈഡേഴ്സ് കുറേ ഉണ്ട്. എന്നാലും ആവുമായിട്ട് ഞാനിത് പറയട്ടെ. കാരണം വളരെയധികം നമ്മുടെ പല ഏരിയാസ് ഓഫ് എക്കോണമിയിലും കോപ്പറേറ്റീവ് സെക്ടർ ഉണ്ട്. ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക് വളരെ ശക്തമാണ്. ബോത്ത് ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ബാങ്കും ലോങ് ടേം കോപ്പറേറ്റീവ് ബാങ്കും. ഈ രണ്ട് കോപ്പറേറ്റീവ് ബാങ്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ ബോത്ത് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇത് രണ്ടും വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർവൈസർ എന്ന നിലയിൽ, കോപ്പറേറ്റീവ് ബാങ്കിങ്ങിന്റെ സൂപ്പർവൈസറാണ് നബാർഡ്. ഒരു സൂപ്പർവൈസർ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കുറച്ച് വലിയ അത് പ്രത്യേകിച്ചും ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോഴത്തേക്കും ഗവേണൻസ് സ്ട്രക്ചറിൽ നമുക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. ആ കൺസേൺസ് കാലാകാലങ്ങളിൽ നമ്മൾ അതാത് ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയിക്കും. അവർ അതൊക്കെ ദൂരീകരിക്കാനുള്ള പല സ്റ്റെപ്സും എടുക്കുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ അതായത് ഇന്ത്യൻ ഗവൺമെന്റിൽ ഇപ്പോൾ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ്, അതായത് കോർപ്പറേഷൻ സ്റ്റേറ്റ് സബ്ജക്ട് ആണെങ്കിൽ കൂടി പ്രത്യേകിച്ച് ഒരു മിനിസ്ട്രി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ മിനിസ്ട്രിയുടെ പല ഡിസ്കഷൻസിലും ഭാഗമാകാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം കോപ്പറേറ്റീവ് സെക്ടറിന്റെ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നബാർഡ് പല പോളിസി മേക്കിംഗ് ബോഡീസിലും അംഗമാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ കോർപ്പറേഷൻ മിനിസ്റ്ററുമായിട്ട് വളരെയധികം ഡിസ്കഷൻസ് നടത്താനും ഈ പോളിസിയുടെ ഡിസ്കഷൻ നടത്താനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ ആദ്യം പറയട്ടെ. ഒന്ന്, ഇന്നത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയും കേരള കാഡർ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം പണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ MD കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കേരള കോപ്പറേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് വളരെ നല്ല വിചാരമുണ്ട്. ഞാനും കേരളത്തിൽ നിന്നായതുകൊണ്ട് എനിക്കും കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് കുറച്ചൊരു ഏകദേശ ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോളിസി ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും കേരള എക്സാമ്പിൾസ് അവിടെ കോട്ട് ചെയ്യപ്പെടാറുണ്ട്. പിന്നെ നബാർഡിനുള്ളിലും പലപ്പോഴും എക്സ്പോഷർ വിസിറ്റ്സ് നടത്തുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലുള്ള സഹകരണ സംഘങ്ങളുടെ ഒരു എക്സ്പോഷർ വിസിറ്റ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പല എക്സ്പോഷർ വിസിറ്റ്സ് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിലൂടെ തന്നെ നമുക്ക് കൺസേൺസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കൺസേൺസ് വളരെ ന്യായമായ കൺസേൺസ് ആണ്. ഇങ്ങനത്തെ ഈ ഒരു സ്കെയിലിൽ കോർപ്പറേഷൻ വികസിക്കുമ്പോൾ ആ കൺസേൺസ് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. ഇപ്പോൾ 2-3 നല്ല കാര്യങ്ങൾ, ഇപ്പോൾ കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒരു കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ ഇൻ പേപ്പർ ഇൻ സിസ്റ്റം ഇറ്റ് ഈസ് ദെയർ. പക്ഷേ അതിന്റെ എഫക്റ്റീവ്നെസ്സും അതിന്റെ ഗവേണൻസും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ബാങ്ക് കേരളത്തിലാവുമ്പോൾ പബ്ലിക് ട്രസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് ട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്.
ഡെപ്പോസിറ്റേഴ്സിന്റെ മണി അവരുടെ ട്രസ്റ്റ് കാരണം ആ ബാങ്ക് സ്ഥാപനത്തിൽ വരികയും ആ പണം ഉപയോഗിച്ച് നമ്മൾ ലോൺസ് കൊടുത്ത് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കി ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കുക. ഇതാണ് ഒരു ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതൊരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്. കേൾക്കുമ്പോൾ ഇതൊരു സിമ്പിളായിട്ട് തോന്നാമെങ്കിലും ഈ പബ്ലിക് മണി ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള കോംപ്ലക്സിറ്റീസ് വളരെ അധികമാണ്. അപ്പോൾ അതിന്റെ നുവാൻസസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ലോൺ കൊടുക്കുമ്പോഴും അത് തിരിച്ചു പിടിക്കുമ്പോഴുള്ളത്. ഇത് ചിലപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എപ്പോഴും ഒരു സമൂഹത്തിൽ മണി ലെൻഡിങ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം കുമിഞ്ഞു കൂടുന്നത് മണി ലെൻഡേഴ്സിനുമായിരിക്കും. കാരണം ഇതൊരു ഒരു പ്രത്യേക സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇതിൽ എങ്ങനെ നമുക്ക് ജനകീയമാക്കാൻ പറ്റും, അതാണ് നമ്മൾ ഈ കോപ്പറേറ്റീവ് സിസ്റ്റത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇപ്പൊ കോപ്പറേറ്റീവ് സ്ട്രക്ചർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ക്യാപിറ്റലിസം എന്നുള്ളത് വളരെ എന്താണ്, ക്യാപിറ്റൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു മൂലധനം വേണം. അതിൽ തന്നെ രണ്ടുണ്ട്. ഒന്ന് റിമോട്ട് ക്യാപിറ്റലിസം, പൈസ കൂടുതലുള്ള ആൾക്കാർ ഏതെങ്കിലും ലാഭമുള്ള വെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഡിവിഡൻഡ് അതിലെ ജീവനക്കാരോ അതിന്റെ സിസ്റ്റം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ലാഭം ജനറേറ്റ് ചെയ്യുകയും അതിന്റെ ഷെയർ ഡിവിഡൻഡ് ആയിട്ട് പോവുകയും ചെയ്യും. അതൊരു റിമോട്ട് ക്യാപിറ്റലിസം ആണ്. അവർ ഇതിന്റെ ആക്ടിവിറ്റീസിൽ വളരെ അധികം പങ്കെടുക്കുകയില്ല. പക്ഷെ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പേറ്റീവ് ക്യാപിറ്റലിസം ആണ്. കാരണം മൂലധന ദാതാക്കൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥയാണ് കോപ്പറേറ്റീവ്സ് എന്നുള്ളത്. അത് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ മറ്റ് നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസിൽ ഇത്തരം ഒരു വ്യവസ്ഥിതി വളരെ നല്ലതാണ്. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൽ ഏറ്റവും നല്ലൊരു മോഡലാണ് കോപ്പറേറ്റീവ് സിസ്റ്റം. കാരണം ഈ മൂലധന ദാതാക്കൾ തന്നെ അവർ ആ പ്രവൃത്തി ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ ലാഭത്തിൽ ഒരു പങ്ക് അവർ എത്രത്തോളം മൂലധനം കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഒരു പങ്ക് ഡിവിഡൻഡായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് കേരളത്തിലെ സഹകരണ മേഖല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ബാങ്ക് എന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റിന് അധിഷ്ഠിതമാണ്. ഒരു ബിസിനസ് നടത്തുമ്പോൾ ട്രസ്റ്റ് എന്നുള്ളത് വളരെയധികം ഇല്ല. കാരണം നമ്മൾ അതിന്റെ എഫിഷ്യൻസി അനുസരിച്ച് അത് മുന്നോട്ട് പോകുക, അതിൽ നിന്ന് ലാഭം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാങ്കിങ് എന്നുള്ളത് കുറച്ച് റെഗുലേഷന് സബ്ജക്റ്റ് ചെയ്യണം. കാരണം ഈ ആക്ട്സും റെഗുലേഷൻസും എന്നുള്ളത് പബ്ലിക് ഗുഡാണ്. അത് പെട്ടെന്ന് എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടണമെന്നില്ല. പക്ഷെ ഒരു ലോങ് ടേം ബേസിസിൽ ആക്ട്സ് ഏതൊക്കെ ആക്ട് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ റെഗുലേറ്ററി ആക്ടിവിറ്റീസ് ഉണ്ടോ ഇതെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് ഈ ബാങ്കിങ്ങിൽ ഈ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം ബാങ്കിങ് റെഗുലേഷൻ ലക്ഷ്യമാക്കുന്നത് ആ ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, പ്രത്യേകിച്ചും ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ്, അതാണ് ലക്ഷ്യമിടുന്നത്. ആ ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ് ബാങ്കിന്റെ ആക്ടിവിറ്റീസ് വഴി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോൺ കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് നോക്കേണ്ടി വരും. നിങ്ങളുടെ NPAs എങ്ങനെ റിക്കവർ ചെയ്യുന്നുണ്ടെന്ന് നോക്കി വരും. ആ റിക്കവറി റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയുണ്ട്, ലോൺ കൊടുക്കുന്നത് പോളിസീസ് പ്രകാരമാണോ അല്ലെങ്കിൽ ആവശ്യമില്ല അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് കൂടുതൽ ലോൺ കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ബാങ്കിങ് റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇപ്പോൾ കേരള ബാങ്ക് പോലത്തെ ഒരു വലിയ ബാങ്ക്, ഞാൻ മനസ്സിലാക്കുന്നത് 1.25 ലക്ഷം കോടിയിൽ കൂടുതലാണ് ബാലൻസ് ഷീറ്റ് സൈസ്. അത് ഇനിയും വളരണമെന്നുണ്ടെങ്കിൽ അതിന് റെഗുലേറ്ററി ആസ്പെക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വളരാനായിട്ട് ഉതകുന്ന ഒരു ഫെസിലിറ്റേറ്റിംഗ് സിസ്റ്റമാണ് റെഗുലേഷൻ എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ അതിനനുസരിച്ചുള്ള സിസ്റ്റംസ് പ്രൊസീജിയേഴ്സ് ഈ ബാങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരള ബാങ്ക് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ, ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്ക് എന്നാണ് പറയുന്നത്. പക്ഷേ അത് കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന രീതിയിൽ അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കേരള ബാങ്കിനെ കുറിച്ച് അതിന്റെ അമാൽഗമേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നബാർഡ് വളരെ അടുത്ത് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ ഒരു ഫെസിലിറ്റേറ്റിംഗ് ഓർഗനൈസേഷനിലായിട്ട് RBIയുമായിട്ട് മീഡിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ പ്രത്യേക സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കേരള ബാങ്ക് വന്നതിന് ശേഷം പ്രാഥമിക സംഘങ്ങളുമായിട്ടുള്ള ഒരു കണക്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കണക്ട് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ വന്നപ്പോൾ ആ ഒരു കണക്ട് മെയിൻറ്റെയിൻ ചെയ്യുകയോ അത് കൂടുതലാക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം, പോളിസി പ്രൊസീജിയേഴ്സ് കൊണ്ടുവരണം.
അതിന് ഇപ്പോൾ നേരത്തെ ജില്ലാ തലങ്ങളിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് റീജിയണൽ ഓഫീസസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ റീജിയണൽ ഓഫീസസ് പഴയ ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് എങ്ങനെ ഒരു പാക്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലോ അതിനെ കൂടുതൽ ഓഗ്മെന്റ് ചെയ്യുന്ന രീതിയിലോ ഉള്ള ഒരു പോളിസീസ് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആദ്യമേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ കൂടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ കേരള ബാങ്കിന്റെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇപ്പോൾ IT മെർജർ നടന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. HR ഇന്റഗ്രേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ IT ഇന്റഗ്രേഷൻ, HR ഇന്റഗ്രേഷൻ അത് പ്രൊസീജിയർ വൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പോളിസീസ് പ്രൊസീജിയേഴ്സും പുതിയ ഒരു ബാങ്കിന് ഉതകും വിധം മാറ്റിക്കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റാഷണലൈസ് ചെയ്യുക. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും നേടാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ കേരള ബാങ്കിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും അപ്പെക്സ് ബാങ്ക്. ഈ കേരള ബാങ്കിന്റെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും മറ്റ് സൊസൈറ്റികളുടെ പ്രവർത്തനം. കാരണം അവരെ നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് കേരള ബാങ്കിനെ തന്നെ രൂപീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കും അതായത് ഇവിടുത്തെ KCRDB എന്ന് പറയുന്ന ബാങ്ക്, ഈ ബാങ്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കർണാടകയിലെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ 1/3 സൈസേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും സൈഡ് ബൈ സൈഡ് നിൽക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ആണ് പോളിസി മാറ്റർ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനെയും രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പോളിസീസുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ ഒരു പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു രണ്ട് ഓർഗനൈസേഷൻ സൈഡ് ബൈ സൈഡ് പ്രത്യേകിച്ചും സെയിം സെക്ടറിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുമ്പോൾ അതിനേക്കാളും നല്ലത് അത് മെർജ് ചെയ്യുക എന്നുള്ളതായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് നബാർഡിന്റെ ഒപ്പീനിയനായിട്ട് എടുക്കേ വേണ്ട. കാരണം ഞാൻ എപ്പോഴും ഇപ്പോൾ കേരള ബാങ്ക് വളരെ ബുദ്ധിമുട്ടി നമ്മൾ മെർജ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് അങ്ങനെ സൈഡിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ബാക്ക് ഓഫീസിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം സെയിം നമ്മളിപ്പോൾ അഡ്രസ് ചെയ്യുന്നത് സെയിം കസ്റ്റമറാണ്. അപ്പോൾ അവരുടെ ലോങ് ടേം അഗ്രികൾച്ചർ നീഡിന് വേണ്ടിയിട്ട് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പോകേണ്ടി വരിക, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ടേം നീഡിലേക്ക് കേരള ബാങ്കിൽ വരേണ്ടി വരിക. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ നാഷണൽ ലെവലിൽ നമ്മൾ ആലോചിക്കുന്നത് വേറെവർ ഈ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു നാഷണൽ കോപ്പറേറ്റീവ് സ്റ്റാക്ക് കൊണ്ടുവരുന്നുണ്ട്, ഒരു ഡിജിറ്റൽ ബാക്ക് ബോൺ ഫോർ ഓൾ കോപ്പറേറ്റീവ്സ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ബാങ്ക് എന്ന രീതിയിൽ ഒരു കേരള ബാങ്കോ അല്ലെങ്കിൽ ഏത് സഹകരണ ബാങ്കോ അല്ലെങ്കിൽ ഈവൻ റീജിയണൽ റൂറൽ ബാങ്കോ ഇതെല്ലാം ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് ലാർജർ കമേഴ്സ്യൽ ബാങ്ക്സുമായിട്ടാണ് ചേർന്ന്. അവരെല്ലാം IT സിസ്റ്റത്തിൽ 1000-ഓ 2000-ഓ കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ ബാങ്കുകൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ കോപ്പറേറ്റീവ് ആ ഒരു പ്രിൻസിപ്പിൾ പാലിച്ചുകൊണ്ട് ഈ എല്ലാ കോപ്പറേറ്റീവ്സിന്റെ ഒരുമിച്ച് വന്ന് ഒരു നാഷണൽ കോപ്പറേറ്റീവ് സ്റ്റാക്ക്, IT സ്റ്റാക്ക്, അല്ലെങ്കിൽ ഒരു നാഷണൽ കോപ്പറേറ്റീവ് എൻറ്റിറ്റി ഇതിന്റെ ഒരു സപ്പോർട്ട് സർവീസിന് വേണ്ടിയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ആലോചനകൾ നമ്മൾ നടക്കുന്നുണ്ട്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പോളിസി അഡ്വക്കസിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈവൻ സെൻട്രൽ ഗവൺമെന്റ് ഏകദേശം അതിന് തയ്യാറാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു, കേരള ബാങ്ക് ആണെങ്കിൽ അവരുടെ സിസ്റ്റത്തിനും പ്രൊസീജിയറിനും അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ബാക്ക് എൻഡിൽ ലഭ്യമാക്കുക. അതും എല്ലാ കോപ്പറേറ്റീവ്സും ഒരുമിച്ച് വരുമ്പോൾ അതിന് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടാവും. അത് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇത് മാനേജ് ചെയ്യുന്നത് ഈ കോപ്പറേറ്റീവ്സിന്റെ തന്നെ ഒരു ബോഡി ആയിരിക്കും. അല്ലാതെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ബോഡിയോ അല്ലെങ്കിൽ നബാർഡോ മാത്രമല്ല. നബാർഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുമെങ്കിൽ, അല്ലെങ്കിൽ NCDC, നബാർഡ് ഇത്തരം സ്ഥാപനങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുമെങ്കിലും, പക്ഷേ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് എല്ലാം എടുക്കുന്നത് ഈ കോപ്പറേറ്റീവ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒത്തുചേർന്നാണ്. പക്ഷെ അതിന്റെ ഒരു ഗവേണൻസ് ആസ്പെക്ട്സ് നമ്മൾ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നബാർഡ് അതിന് ഒരു ഓവർസൈറ്റ് ഉണ്ടാവും. ഇത് ചെയ്യാൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ പേയ്മെന്റ് സർവീസസ്, ബാങ്ക് ആകുമ്പോഴത്തേക്കും പേയ്മെന്റ് സർവീസസ് വേണം, ഒരുപാട് ടെക്നോളജി റിലേറ്റഡ് പ്രോഡക്ട്സ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്, ഫ്രോഡ് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ വളരെ കോസ്റ്റ്ലിയാണ്. ഇത്തരം കൺസേൺസ് കാരണമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പല കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും
ലൈസൻസ് കൊടുക്കാൻ മടിക്കുന്നത്. ചില കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഗവർണൻസ് സ്ട്രക്ചർ നല്ലതല്ല, അല്ലെങ്കിൽ IT സ്ട്രക്ചർ നല്ലതല്ല. അതുകൊണ്ട് റിസർവ് ബാങ്ക് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ്, പേയ്മെന്റ് സർവീസസ് കൊടുക്കാനുള്ള ലൈസൻസിന് മടിക്കും. പക്ഷേ ഇത്തരം ഒരു ബാക്ക് ബോൺ ഉണ്ടെന്നില്ല, ഒരു ഗവർണൻസ് സ്ട്രക്ചർ കറക്റ്റ് ആക്കാമെങ്കിൽ, അതിന്റെ IT സ്ട്രക്ചർ കറക്റ്റ് ആക്കാമെങ്കിൽ റിസർവ് ബാങ്കിനും കൂടുതൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഈ എൻറ്റിറ്റിയെ റെഗുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈസൻസ് ചെയ്യുകയോ ചെയ്യുകയും ഈ എൻറ്റിറ്റി, അതായത് ഞാൻ ഈ പറയുന്ന കോമൺ ബാക്ക് ഓഫീസ് എന്നുള്ള എൻറ്റിറ്റി, അത് മറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് അതിന്റെ സേവനങ്ങൾ കൊടുക്കുക. ഈ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കേരള ബാങ്കിന്റെ ഒരു പ്രിൻസിപ്പിളും അത് തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻഡിവിജ്വലി നിൽക്കാതെ ഒരുമിച്ച് വന്ന് എല്ലാവരും ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിന്റെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു കോമൺ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കസ്റ്റമർ അവരുടെ ഏത് ആവശ്യത്തിനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുക. അത് ലോങ് ടേം ആവശ്യമാണെങ്കിൽ അത് റീഡയറക്ട് ചെയ്ത് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പോവുക. എന്നിട്ട് അവിടുത്തെ പ്രോഡക്ട്സ് ഈ കേരള ബാങ്ക് വഴി ലഭ്യമാക്കുക. അങ്ങനെ രീതിയിൽ വരുമ്പോൾ കസ്റ്റമേഴ്സിനും, അതായത് ഫാർമേഴ്സിനും വളരെ നല്ല രീതിയിൽ അവരുടെ ബാങ്കിങ് സർവീസസിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരള ബാങ്കിനെ ഇനിയും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ റെഗുലേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനും സൂപ്പർവൈസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നബാർഡ് സൂപ്പർവൈസ് ചെയ്യുമ്പോൾ, അതിന്റെ ഇൻസ്പെക്ഷൻസ് നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നവരുടെ ഗവർണൻസ് സ്ട്രക്ചർ എങ്ങനെയുണ്ട്, ആ ഗവർണൻസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അവരുടെ പോളിസീസ് പ്രൊസീജിയേഴ്സ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടി റിക്വസ്റ്റ് ചെയ്യുന്നത്, കേരള ബാങ്കിന്റെ ഗവർണൻസ് സ്ട്രക്ചർ കുറച്ച് കൂടി നന്നാക്കാനുണ്ട്. അവരുടെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുമായിട്ടുള്ള ഒരു ബന്ധം കുറച്ചുകൂടെ ഉറപ്പിക്കണം. ഓപ്പറേഷണൽ ഓട്ടോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലോൺ ആർക്ക് കൊടുക്കണമെന്നുള്ള ഡിസിഷൻ എടുക്കുക. ഇതൊക്കെ ഒരു പോളിസീസ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് ചെയ്യുക. അതിന് ഒരു ബാഹ്യമായ ഇടപെടലുകൾ നിർത്തലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെയധികം കാര്യങ്ങൾ ഒരു സൂപ്പർവൈസർ എന്ന രീതിയിൽ നമുക്കും കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാകും. ഇത്തരം കൂടുതൽ കാര്യങ്ങൾ ഈ ബാങ്കുകളിലൂടെ ലഭ്യമാക്കാനുള്ള ഒരു ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് സ്കീംസ്, ഏത് ഡിപ്പാർട്ട്മെന്റ് സ്കീംസ് ആയിരുന്നാലും അതിന് കോപ്പറേറ്റീവ്സിനെ ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുവരണം എന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു പോളിസി ഡിസിഷൻ. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, സാധാരണഗതിയിൽ ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് നടപ്പിലാക്കുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിന്റെ മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാവരും അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ കൺസ്യൂമറിനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സും ഡിഫറെന്റ് ഓർഗനൈസേഷൻസും ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനൊരു മറുപടി എന്നോണം ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ എന്ത് ഇന്റർവെൻഷൻസ് വന്നാലും അതിന് കോപ്പറേറ്റീവ്സിനെ മുൻനിർത്തിയുള്ള ഒരു പോളിസി മേക്കിംഗ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ജനൌഷധി കേന്ദ്രാസ്. അതെല്ലാം കോപ്പറേറ്റീവ്സ് വഴിയാണ് കൊണ്ടുവരേണ്ടത്. പുതിയ പെട്രോൾ ബങ്കുകൾ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻസ്, ചാർജിങ് സ്റ്റേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ ലൈസൻസ് വരാണെങ്കിൽ അത് കോപ്പറേറ്റീവ്സിനാണ് കൊടുക്കേണ്ടത്. കോപ്പറേറ്റീവ്സിന് അവിടെ ആ ഏരിയയിൽ കോപ്പറേറ്റീവ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ ഉണ്ടാവും. അപ്പോൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സ് വഴി കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്കെല്ലാം ഒരു സൈലോഡ് അപ്രോച്ച് ആയിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടേതായ സ്കീം അനുസരിച്ച് മുന്നോട്ട് പോവുകയും, ഇപ്പോൾ ഇവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അവരുടെ സ്കീം ഉണ്ടാവും, കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ സ്കീം ഉണ്ടാവും, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് വേറെ സ്കീം. പക്ഷെ ഇതെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ഒരേ ആൾക്കാരാണ്. ഒരേ ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അതിൽ നല്ലതായിട്ട് വരില്ല. ബോട്ടംസ് അപ്പ് അപ്രോച്ച് എന്ന രീതിയിലായിരിക്കണം അത് വരേണ്ടത്. ഇവിടെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കേരളത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെതായ ഒരു പോളിസി ചേഞ്ചസ് ഇവിടെ വരേണ്ടതുണ്ട്. ഇപ്പോഴും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കോപ്പറേറ്റീവ്സുമായിട്ടുള്ള ഒരു റിലേഷൻ എത്ര ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അത് കുറച്ചുകൂടി നന്നായിട്ട് ഊട്ടിയുറപ്പിക്കണം. ആക്ച്വലി ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ ഇപ്പോൾ ഒരു വാർഡ് ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ, അതൊരു കോപ്പറേറ്റീവ് ആണ് ശരിക്കും പറഞ്ഞാൽ, ആ ഫിലോസഫി നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അവരുടെ സ്കീംസ് കോപ്പറേറ്റീവ്സ് വഴി കൊണ്ടുവരിക എന്നുള്ള രീതിയിലായിരിക്കണം വരേണ്ടത്. ഇപ്പൊ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്കീംസ് കൃഷിഭവൻ വഴി പോവുകയാണെങ്കിലും അൾട്ടിമേറ്റ്ലി പോകേണ്ടത് കോപ്പറേറ്റീവ്സ് വഴി തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് കൃഷി ഡിപ്പാർട്ട്മെന്റുമായിട്ട്
വളരെ അകന്ന് നിൽക്കേണ്ട കാര്യമില്ല. ഇവരുടെ സ്റ്റേറ്റ് ലെവലിലെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെന്റും ചേർന്ന് തന്നെ പോളിസി ഫോർമുലേറ്റ് ചെയ്യണം. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് കൂടുതലായിട്ടും സഹകരണ മേഖലയിൽ തന്നെ വരണം. ഇപ്പോൾ നേരത്തെ റിസർവ് ബാങ്കിന്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു, സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. നിങ്ങൾക്കറിയാം, മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറി ഒരു ട്രാൻസ്ഫോം ചെയ്തിട്ട് വന്നതാണ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. അപ്പോൾ RBI ഇടയ്ക്ക് ഒരു തിങ്കിങ് കൊണ്ടുവന്നു, സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് യൂണിവേഴ്സൽ ബാങ്ക്സ് ആയിട്ട് വരണം. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് നിങ്ങൾക്കറിയാം റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്, സൂപ്പർവൈസ് ചെയ്യുന്നതും RBI ആണ്. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇനി വലുതാകണം എന്നുണ്ടെങ്കിൽ അവർ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നൊരു തിങ്കിങ് പോളിസി ലെവലിൽ വന്നു. പക്ഷേ അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് സെക്ടറിലാണ്, സ്മോൾ ഫൈനാൻസ് ബാങ്ക് കോർപ്പറേറ്റ്സ് ആണ്. അതൊരു ഷെയർ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് വരും, ഒരു കമ്പനി ആക്ടിൽ വരുന്നതാണ്. അങ്ങനെ വന്നപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടു. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ RBIയുടെ ഒരു തിങ്കിങ് പ്രോസസ്സിനെ കോപ്പറേറ്റീവ്സിനെ ഒരു ഷെയർ ഹോൾഡിംഗ് കമ്പനീസ് ആയിട്ട് മാറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ്, അതിനൊരു ഡയറക്ഷൻ വന്നു, തിങ്കിങ് വന്നു. അതിപ്പോൾ ഡിസ്കഷൻ സ്റ്റേജിലാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഇനിഷ്യലി നമ്മൾ കമ്പനീസ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ അതൊരു കമ്പനി ഒരു രീതിയിലാണ് വരുന്നത്. അത് മാറി കോപ്പറേറ്റീവ്സ്, ഫാർമർ പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ്സ് ആയിട്ട് വരിക. ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പാക്സ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ദ ഒറിജിനൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്. അത് നമ്മൾ ആ ഒരു വേർഡ് വന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ ഫാർമേഴ്സ് ഒരുമിച്ച് വന്നിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നു. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ FPOs, കൂടുതൽ FPOസും കോപ്പറേറ്റീവ് സെക്ടറിൽ കൊണ്ടുവരാൻ നോക്കുക. അത് പാക്സിന്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ പാക്സിൽ ഒരു 1000 പേരുണ്ടെങ്കിൽ അതിലൊരു 200 പേരോ 250 പേരോ ഒരുമിച്ച് ചേർന്ന് ഒരു ഫാർം പ്രൊഡ്യൂസർ ആക്ടിവിറ്റി ബേസ്ഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ തിങ്കിങ് അനുസരിച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പോളിസീസ് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായിട്ട് ഡിഫറൻസ് ഉണ്ടാകാം, പക്ഷേ ഇതേ ഡിഫറൻസ് ഉള്ള പല സംസ്ഥാനങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ തമിഴ്നാട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരുടെ പ്രോസസ്സസ് ഒക്കെ എല്ലാം സെൻട്രൽ ഗവൺമെന്റ് റിക്വയർമെന്റ്സ് അനുസരിച്ച് സ്യൂട്ട് ചെയ്യും. പക്ഷേ പോളിസി ലെവലിൽ അവരുടേതായ തിങ്കിങ് അനുസരിച്ച് മുന്നോട്ട് പോകും. പക്ഷേ പ്രൊസീജിയർ വരുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ അലൈൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ അലൈൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ സെൻട്രൽ ഫണ്ട്സ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഒരു സ്കീംസിനെ എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്ത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ കൂടുതൽ സെൻട്രൽ ഫണ്ട്സ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ അതിനൊരു ഉദാഹരണമാണ് പാക്സിന്റെ കമ്പ്യൂട്ടറൈസേഷൻ സ്കീം വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പാക്സ് നാഷണൽ ലെവലിൽ തന്നെ ഒരു യൂണിഫൈഡ് സോഫ്റ്റ്വെയർ വഴി കമ്പ്യൂട്ടറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിന് ഇപ്പോൾ ഇതിന്റെ പോളിസി മേക്കിംഗ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നബാർഡാണ്. അപ്പോൾ അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈവൻ മിനിസ്റ്റർ ലെവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഷുഡ് ബി ഡൺ ഇൻ എ പ്രൊഫഷണൽ മാനർ. ഇത് കാരണം ഓരോ സ്റ്റേറ്റിനും അതിന്റെ അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ അത് നശിക്കാൻ പാടില്ല. എത്രത്തോളം കസ്റ്റമൈസ് ചെയ്യാമോ അത്രത്തോളം കസ്റ്റമൈസ് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ ഈവൻ ദോ നാഷണൽ ലെവലിൽ ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ ആണെങ്കിലും ഒരു പാക്സിനോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനോ അത് അവരുടെ സോഫ്റ്റ്വെയർ ആയി തോന്നുന്ന രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡേറ്റയുടെ കാര്യത്തിൽ ഡേറ്റ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവൈലബിൾ ആക്കണം. അത് ലോക്കലൈസ്ഡ് ഡേറ്റാ സെന്റർ വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ആക്കാമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ റീജിയൻ വൈസ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ആ ഒരു തിങ്കിങ്ങിലാണ് ഇത് കൊണ്ടുവന്നത്. ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നബാർഡാണ്. അപ്പൊ നബാർഡ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രൊഫഷണലിസം കൂടെ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആസ് എ സൂപ്പർവൈസർ നമുക്ക് ഇതിന്റെ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻഡിപെൻഡൻസി ഇതെല്ലാം നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിലിപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, എല്ലാ സംസ്ഥാനങ്ങളും ആ സോഫ്റ്റ്വെയറിലേക്ക് വരാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. കേരളം മാത്രമാണ് ആ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടാവാം. കേരളത്തിലെ കോപ്പറേറ്റീവ്സ് വളരെ അഡ്വാൻസ്ഡ് ആണ്, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാനായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഡിഫൻസ് സൊസൈറ്റീസ് വളരെ കൂടുതലുണ്ട് കേരളത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് 25% സൊസൈറ്റീസ് ഡിഫൻറ്റ് ആണ്. പക്ഷേ ഇത് ഒരു സൊസൈറ്റീസ് എല്ലാം ബിസിനസ് എൻറ്റിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില ബിസിനസ് എൻറ്റിറ്റീസ് ഒക്കെ ഫെയിലിയർ ആകാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു എക്സിറ്റ് പ്ലാൻ കൊണ്ടാക്കിയിട്ട്, പക്ഷെ അതിന്റെ മെമ്പേഴ്സിന് ആ ഒരു സഫറിങ് അത് കുറയ്ക്കണം. ഒരു ഡിഫൻറ്റ് ആണെന്ന് വെച്ചിട്ട് ആ മെമ്പേഴ്സിന് കോപ്പറേറ്റീവ് സെക്ടറിന്റെ എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടോ അത് ലഭ്യമാവാതിരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകരുത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു എക്സിറ്റ് പ്ലാൻ കൊണ്ടുവരണം. അതുകൂടാതെ തന്നെ അവർക്ക് കൂടുതൽ സൊസൈറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റിയിലേക്ക് വരണമെങ്കിൽ അത് എൻകറേജ് ചെയ്യുന്ന രീതിയിലേക്ക്
ഒരു പോളിസി കൊണ്ടുവരണം. ഡിഫൻസ് സൊസൈറ്റീസിന് അവരുടെ മെമ്പേഴ്സിന്റെ വെൽഫെയർ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സസ്, ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഹ്യൂമൻ റിസോഴ്സസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നോളജിയോടൊപ്പം തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്. ഇവിടെ നമുക്ക് ഒരു കോപ്പറേറ്റീവ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് സിസ്റ്റംസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകണം. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഓഡിറ്റ് വളരെ അരിയേഴ്സിലുണ്ട്. നമ്മുടെ കൺസേൺ അതാണ്. കാരണം നമ്മളെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഓഡിറ്റ് വരുമ്പോൾ അത് തന്നെ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ടൈം ബൗണ്ടായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കോൺഫിഡൻസ്, റെഗുലേറ്ററിന് ഈ സിസ്റ്റത്തിലുള്ള കോൺഫിഡൻസും സൂപ്പർവൈസറിന് അതായത് നബാർഡിന് ഈ സിസ്റ്റത്തിലുള്ള കോൺഫിഡൻസും കൂടും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സപ്പോർട്ട് പ്രൊആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രിങ്ങിങ് ട്രാൻസ്പെറൻസി, അതാണ് ഒരു ഗ്രോയിങ് ബിഗറിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിലേക്കുള്ള ഒരു സ്റ്റെപ്സ് എടുക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു കാര്യം മാത്രം കൂടെ പറഞ്ഞിട്ട് നിർത്തുന്നു. കേരളത്തിലെ ഈ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ്സിനെ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, ഇത് സ്റ്റിൽ ഇറ്റ് ഹാസ് ടു ഗ്രോ ബിഗർ. For becoming bigger, more transparency, more governance, more resources in terms of human and technology should be there. And as a result, collective welfare of the group, അത് നമ്മുടെ കോപ്പറേറ്റീവ്സിലെ കൂടെ കൊണ്ടുവരാൻ പറ്റും. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഗ്രാസ് റൂട്ട് ലെവലിൽ എന്തെല്ലാം ഇന്റർവെൻഷൻസ് ചെയ്യുന്നുണ്ടോ അത് കോപ്പറേറ്റീവ്സിനെ മുൻനിർത്തി അവരുടെ പോളിസീസ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റീസ് കോപ്പറേറ്റീവ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ പറഞ്ഞു, പാക്സ് ബാങ്കിങ് മാത്രം നോക്കാതെ മറ്റ് ആക്ടിവിറ്റീസും, ഇപ്പം അവർക്ക് ഡയറി സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റോ പെട്രോൾ ബങ്കോ മറ്റ് പല ബിസിനസ് ആക്ടിവിറ്റീസിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. ഈ കോപ്പറേറ്റീവ്സിനെ സ്റ്റാർട്ടപ്സ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്സ് തന്നെയാണ്. കാരണം അവരൊരു ഐഡിയ കൊണ്ടുവന്നു, അവരൊരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ഗ്രൂപ്പ് വരുന്നു, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഒരു എൻറ്റിറ്റി സെറ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഈ കോപ്പറേറ്റീവ്സിനെ കൂടെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അത് ഒന്ന് ആലോചിക്കുക. പിന്നെ കേരളത്തിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചർ കോൺട്രിബ്യൂഷൻ ടു GDP സിംഗിൾ ഡിജിറ്റിലാണ്, 8%, 9% എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കുറവാണെങ്കിലും ഇവിടെ കൺസംഷൻ കൂടുതലാണ്. അപ്പോൾ അഗ്രോ പ്രോസസ്സിങ്ങിന് കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുതലുള്ള സെന്റേഴ്സിലേക്ക് നമ്മുടെ കോപ്പറേറ്റീവ്സിനെ എങ്ങനെ വ്യാപിപ്പിക്കാം, എന്നിട്ട് അത് അവിടത്തുള്ള പ്രൊഡ്യൂസ് ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇവിടുത്തെ, കാരണം നമുക്ക് സേഫ് ടു ഈറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഒരു സാമൂഹ്യ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ സേഫ് ടു ഈറ്റ് എന്നത് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് നമ്മൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ സെന്ററിൽ കറക്റ്റ് പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ആ പ്രൊഡ്യൂസേഴ്സ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ബെസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് കേരളത്തിലെ കൺസ്യൂമേഴ്സിന് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടാകും. പ്രൊഡക്ഷന്റെ കുറവ് നമുക്ക് കുറയ്ക്കാൻ, അതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ്സിന് എങ്ങനെ അത് സോഴ്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിൽ ആലോചിക്കാം. പിന്നെ നമ്മുടെ വിദേശങ്ങളിൽ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്, NRI മേഖലയിൽ എങ്ങനെ നമുക്ക് കൂടുതൽ കോപ്പറേറ്റീവ്സിനെ കൊണ്ടുവരാൻ പറ്റും, അതിനെക്കുറിച്ചും ആലോചിക്കണം നമ്മൾ. കാരണം നമുക്ക് ആവശ്യം, നമുക്കിപ്പോൾ കേരളത്തിനകത്ത് നിർത്തിയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ആവശ്യം ഒരു ഇന്റർനാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സെക്ടറിന് ആവശ്യം. ഈ കേരള ഡയസ്പോറ ഈസ് എക്സ്പാൻഡിങ് എവ്രിവെയർ. സോ ഇന്റർനാഷണലൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്, അതാണ് നമ്മുടെ ആവശ്യം. ഇതനുസരിച്ചുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഭാവി കേരള കോപ്പറേറ്റീവ് സെക്ടറിനും കേരള എക്കോണമിക്കും ഉണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് ഈ അവസരം തന്ന കേരളീയം സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you so much, sir. Next presentation is by Sri Ganesh Gopal. Sri Ganesh Gopal is the lead entrepreneurship development, International Cooperative Alliance, Asia and Pacific. He led the implementation of existing programs, activities, and undertaking new initiatives within entrepreneurship development, legal framework research, and associated policy-related interventions, cooperative interventions in the gig and platform economy, and cooperative entrepreneurship in emerging domains like healthcare, sustainability, etc. He also worked as part of the initial team setting up the NCFE as head policy initiatives and new ventures, Tinker Hub Foundation as fellow, Technology Innovation Program, and Kerala Startup Mission. Today, he is joining with us through online.
Thank you very much for the kind introductions. I'm very happy to be here today and join this august audience in this festival of celebrating Kerala. Ladies and gentlemen, I'm deeply honored to speak about a subject that beats at the very heart of Kerala's socio-economic fabric, our own cooperatives. Our beloved Minister, Secretary, NABARD Chairman have given a good overall view of the cooperative sector in Kerala and how it has influenced our lives, the development of the very state since the independence of our country. So without further ado, I'm just jumping into the presentation. The very cooperative movement is not merely a business model in the history of Kerala's development. It's a philosophy that has interwoven the presence of inequitable growth and community welfare. It's more of a story of empowerment that rather begins with the common man and weaves through the very core of Kerala's development narrative. Today, Kerala has around 14,000 cooperative societies with a membership exceeding nearly 10 million people. This isn't just a figure. It is a testament to how cooperatives have revolutionized the way we see business and community in our state. Our state has the highest cooperative density in the country, with a range that spans from agriculture to banking to IT, empowering women to even giving high-tech services. But the need for relatable examples always, remains in our state. There is a lot that we can emulate from examples across the world. Apart from empowering the common man, cooperatives in the state have also been addressing Kerala's developmental challenges and cooperative challenges. Of course, the beloved chairman, NABARD, had already raised some of the challenges that we face today within the state in the cooperative sector. The sector has been predominantly having a stronghold in credit cooperation. But I think it is time that we move beyond credit and the primary sector into what contributes maximum to the state's GDP, which is the services sector. And also, what are the unique sectors or domains where Kerala can, in fact, make a mark in the global economic scenario, whether it be food processing, whether it be export, whether it be design, whether it be human capital and intellectual capital. I think these are all domains where Kerala's cooperative sector can make a mark and can foray into in the coming days. PACS, the existing PACS network is very strong in Kerala, and this can be can be looked at. Recently there were discussions that we had with colleagues at the planning board, colleagues at the department, where PACS can be looked at as an alternate governance mechanism for real sector interventions ranging from agri-production to water, environment, and a multitude of issues that our society faces. And eventually, this can all address the Kerala development model and the problems associated with the Kerala development model. We often laud the education achievements that we have made in Kerala. At the same time, we have one of the highest educated unemployment rates in the country. We speak about advanced healthcare, but at the same time, we have India and Kerala both have one of the highest rates of out-of-pocket expenditure when it comes to healthcare. These are all areas where cooperatives can make a mark and cooperatives can evolve as more deeper and complex models. At the same time, very deeply rooted in the 7 principles of cooperation. Issues of limited land availability, lack of cheap labor, all of this can be addressed within the cooperative model itself. Therefore, it is essential that we harness the collective power of cooperatives. Cooperatives in Kerala itself have shown us so many successes in the past, and not merely successes. It has also showed that being resilient in the times of crisis and also acting as a rapid response force for crisis. This is, something that we've seen live and in front of us during COVID as well. Whether it be healthcare, whether it be education, the Vidya Tarangini scheme, whether it be medical support, the PDS system. Our beloved secretary has already given us the key figures that show how cooperation and the cooperative sector, the robust cooperative sector, has acted as a response force in times of crisis. But I would like to just stress on one single point, that when the Rochdale pioneers
in the 1800s set up the first cooperative, that was more of a defense mechanism for the industrial revolution that was happening back in the day. But today we view cooperatives not merely as a defender or a supporter of the marginalized, rather it is more of a response, or it is more of an independent business entity that we start to view cooperatives across the world as. This is something that Kerala needs to eventually emerge to or evolve to. No doubt, we are on that path. There are newer sectors and domains that the sector itself is foraying into. But I think there is a importance of relatable examples that we need to look very deeply into emulating models from across the world and the global south as well. Kerala is a state that is very conscious about environment. For creation of a climate resilient economy, Kerala has a roadmap for 2030 as well as 2050, attempting to achieve carbon neutrality in our state. There are innumerable modalities that might be coming into the foray to achieve this, and it is not an easy feat. This is where cooperation can come in, whether it be renewable energy, net metering, collectives in rural areas that use renewable energy in the form of cooperatives. These are all models that Kerala can look at. The NRECA, the National Rural Electrification Cooperation Association in the US, a member organization, a fellow member organization of the ICA, has been providing 63% of rural electrification in the US. So, I mean, the same entity has also been successful in providing internet services to the farthest reaches of the country. These are all similar models that the cooperative sector can look at and emulate. Apart from that, the climate resilient aspect, environmental cooperatives in Netherlands have been very successful. We are a state that has always believed in bottom-up movements, community movements, the people planning movement, and also right before pre-independence, the history of the cooperative movement is also deeply rooted in a collective force being the response and the voice of the community. So coming back to that, how do we look at cooperatives as entities, as business entities, not a defense mechanism, business entities that are going to address the second generational developmental challenges that our state faces. This is where I was mentioning the importance of relatable examples. Let's take a moment to look beyond our borders. Internationally, Kerala's cooperative model has been praised for its inclusive growth and sustainable development. Organizations like the International Cooperative Alliance have recognized our cooperation and our models for their robustness and integrity. The ULCCS, Ulangal Labor Cooperative Society, has been cited as a global example at the ILO and the exceptional governance and contribution that it has made to our local economy. The IITs, technical institutions of the world today, speak of ULCCS with the same veneration that they speak about the L&Ts of the world or the Bechtels of the world. Simply because of institutional quality, something that I would like to also, add a chip from the leaf that the NABARD chairman had mentioned earlier. Institutional quality and transparency plays a big role in this. How can we look at the next generation taking up the mantle for cooperation in Kerala? How can we include more youth? This all points back to whether they can still be relevant in the context of the second generational problems that we have. And secondly, transparency and accountability. Like Douglas North has expunged in his theories in institutional economics, in the global south, in development economics, we need to have a relook at how such entities and collectives can be transparent. I'm not just talking about tech enabling them or blockchain and so on, but even relooking the entire traditional brick and mortar cooperatives in terms of using technology to reach out to newer members, the younger generation, providing them with transparency, ease of access, ease of membership, and a lot more to be done in terms of our enabling environment. We have examples of the Emilian model. It's a diversified cluster model, which is characterized by a diverse entrepreneurial structure and systems that support cooperative relations among small firms. A cluster model is something that Kerala has explored in the past, and there is a lot of potential to explore it even further in the future. I mean, in the state of Kerala, we can also look at how Mondragon has evolved, how Bologna
where 1/3 of the economy is contributed by cooperatives. 2 out of 3 persons of the population are members of the cooperative in Bologna. Mondragon, again, I'm coming back. I'm not speaking much on Mondragon and ULCCS because both these models are deeply imbibed in our hearts as the best practices internationally. So the Mondragon, even though it's highly centralized, it has led to the development of the entire region. And the specific focus on skilling and R&D has made sure that they continue to stay in relevance despite the technological developments happening across the world in a non-cooperative sector or a capitalist setting. I already spoke about the climate resilience aspect. Now, looking at entrepreneurship, the change that we need, or the winds of change, are currently blowing, and with them they bring along a challenge to transform the cooperative sector in Kerala. As we progress into an era that is defined by innovation and change, our cooperatives must also adapt. We are looking at newer models that have been time-tested across the world. Models that focus on digital inclusivity, transparency, and global competitiveness. These models are not just theoretical concepts. They are realities that have shown resilience in the toughest of times. We aim to integrate such frameworks, customizing them into our Kerala context, and therefore preserving the essence of our community's values while scaling new heights of economic success, which is not merely growth, but development and inclusive growth. Climate change, my friends, as I said, is not merely an environmental issue, but a developmental one. Our state is one that is extremely conscious about the environment. So we need to strike a balance between both environment and development. Cooperatives in Kerala have played a pivotal role so far in building a climate resilient economy. Principle number 6, cooperation among cooperatives, is also something that can be further looked at in terms of climate resilience in the state. Lastly, turning our gaze towards entrepreneurship, our sector, the cooperative sector, has been instrumental in cultivating a breed of entrepreneurs who are not just business savvy, but also socially conscious. But as a colleague earlier mentioned, we cannot merely view them alone anymore as defenders of the marginalized, but also as independent business entities. Like how in the West, the cooperative model is viewed just like any other business entity. Cooperatives and mutuals have played a significant role in the proliferation of financial inclusion and literacy in all across Europe. And as we march ahead, we should remember that more than business entities, we need to look at newer domains and models. For instance, where is it relevant for Kerala to look at cooperation? Food processing is something that we are already having a stronghold in. Here, we can look at cottage industries, small scale production. I think the department already has the initiative, the COP mark. And I think the minister and the secretary already mentioned around 413 value-added products are already in the foray, and a few of them are being exported. This is a very welcome and positive sign where the state is playing a good role in integrating the value chain and also providing common facilities. I think hub and spoke models are a very good example that, or a very good model that Kerala can continue to try out in the case of smaller enterprises. Since we are a very small state and we are more of a consumer state than a producer state, even small scale production, if that can be aggregated, ensuring quality through a co-op mark or a common certification and such, that is something that Kerala can definitely look at. Other sunrise sectors, that can include the domains of technology, AI, electrical vehicle manufacturing, like I mentioned earlier, renewable energy, high value rubber products, and even maritime clusters. So these are a few domains I think the state as well as entrepreneurs in the state need to probably look at. There are newer domains of cooperation that we also need to look at the terms of the unique strengths that Kerala has, which is a very aware populace, an educated population, and a lot of youth who have an untapped potential. So here we can even look at the potential of skill collectives in terms of the gig and the knowledge economy.
There is an ambitious plan that the Kerala government had launched in the last government tenure called the Kerala Knowledge Economy Mission. This is something where cooperation and the idea of collectives can be imbibed further. Groups of people based on common skill sets or uncommon skill sets coming together and collaborating to look at bidding at projects within the gig economy is something that we definitely should promote in the coming days. Because Kerala, we face the brain drain, we face our talent going abroad. One is, how can we retain at least a good percentage of these smart people in our state so that they contribute back to the economy, rather than just continuing to be a remittance economy. And as we know, Arabization, Nitakat, and other things have been a challenge for us and the remittance economy and the state GDP and the consumerist form that we currently follow. Beyond that, I think collectivization of NRIs also in terms of skills is a potential area that Kerala can look at. Community data trust, decentralized autonomous organizations, these are all newer forms of collectivization that are being adopted across the world. Here in Kerala's context, we already have a 100% digital literate audience, or so to say, that has been the announcement in the recent times, where we have also achieved so much in terms of internet proliferation to the common man. So here we've already built that highway. What do we drive in this? How can this be an enabler or the engine of growth in our coming days? That is where cooperation comes in. That's where packs come in. That's where collectives come in. And I'm not merely speaking about the legal entity called cooperatives. It is more about the values of cooperation that need to be imbibed, not just in letter, but also in spirit, coming back to the point of transparency mentioned earlier. Worker cooperatives in terms of IT-enabled services are also a big domain that have potential, but the current environment, we need to see whether it's an enabling environment that is going to encourage young people, technical experts, freelancers to collectivize. So that is a thought that we would definitely want to discuss or understand how that can be made better. I think that's a common problem faced in many countries across the global south. And even in ICA legal framework analysis reports, this is a common issue. Both inclusion of youth as well as newer domains. Is the current law and the enabling enough for newer forms to take shape? Inclusion of women and youth, like I mentioned earlier, is something very important that we need to focus on. Viewing them as business entities and looking at cooperatives as cooperative startups, even a series of reimagining cooperatives as startups, as business entities, as hubs of innovation. This is something that I think Kerala has the potential to, being the most educated and connected state in the country. If not Kerala, then who else is going to try it? So just want to put forward that question as well. As I mentioned earlier, there's some statistics about the service sector which can show us the potential where so many of educated youth in the state can be collectivized. Today, we have to look at cooperatives emerging as a response to the fourth industrial revolution, rather than a defense mechanism as it was initially started in the 1800s. As a response to the fourth IR in an interconnected world, cooperatives are the answer. There is no doubt. I would like to summarize my speech today by saying, I'm also a person from Kerala. I hail from Kerala, and I feel very proud looking back at the achievements of the sector. But there is a long way that we will be able to go, and we should be. അതിനാല് സഹകരണത്തിലും സുസ്ഥിരതയിലും ഊന്നിയുള്ള ഒരു പുതു സാമൂഹിക വ്യവസ്ഥയാണ് കേരളത്തിന്റെ ഭാവി ഇനി നിർണ്ണയിക്കാൻ പോകുന്നത്. ഇതിൽ സഹകരണ സ്ഥാപനങ്ങൾ മാത്രമല്ല, സഹകരണത്തിന്റെ മൂല്യങ്ങളും ഉൾക്കൊണ്ട് സമൃദ്ധി കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you.
ശ്രീ ഗണേഷ് ഗോപാൽ, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സംസാരിച്ചതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാനിവിടെ പറയുന്നത്. അത് സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ആഗോള വ്യാപകമായിട്ട് വളരെയധികം ജനജീവിതങ്ങളെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടാവുന്നത്. സഹകരണ മേഖലയിലെയും അതുപോലെ തന്നെ വികസന മേഖലകളിലെയും വെല്ലുവിളികളെ നേരിടാൻ പറ്റിയ ഒരു സംവിധാനമായിട്ട് തന്നെയാണ് സഹകരണ മേഖലയെ നമ്മൾ ഏവരും കണ്ടിട്ടുള്ളത്. അതില് പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്, സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഭക്ഷ്യമേഖല, അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലിയൻസ്, എൻവിറോൺമെന്റ് എന്നീ മേഖലകളിലെല്ലാം അതിൻ്റെ വെല്ലുവിളികളും അതിൽ വന്നിട്ടുള്ള പ്രോബ്ലംസിനെയും അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പ്രസന്റർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഡെവലപ്മെന്റ് പാരഡോക്സിൽ വന്നിട്ടുള്ള പല പ്രശ്നങ്ങളെയും നേരിടാനായിട്ട് സഹകരണ മേഖലയ്ക്ക് സാധിക്കും. അതിലെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് സഹകരണ മേഖല കാണിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ്. അതിൽ നമ്മുടെ നേരത്തെയുള്ള പ്രസന്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഹെൽത്ത് സെക്ടർ, അതുപോലെ എഡ്യൂക്കേഷൻ, മെഡിക്കൽ, അതുപോലെ പ്രാഥമിക വിതരണ സംവിധാനം എന്നീ മേഖലകളിലെല്ലാം സഹകരണ മേഖലയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജനജീവിതത്തെ സഹായിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഉദാഹരണം കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതില് മുന്നോട്ട് പോകുമ്പോൾ സെന്റർ പറഞ്ഞിട്ടുള്ളത് സഹകരണ മേഖലയ്ക്ക് കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒരു ക്ലൈമറ്റ് റെസിലിയന്റ് എക്കണോമി, കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിലൂന്നി പ്രവർത്തിക്കാനായിട്ട് ഒരു സംസ്ഥാനമൊട്ടാകെ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹകരണ മേഖലയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറച്ച് അന്തർദേശീയ ഉദാഹരണങ്ങൾ കൂടെ സെന്റർ പറയുകയുണ്ടായി. US, നെതർലാൻഡ്സ് ബേസ് ആയിട്ട് നാഷണൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതേപോലുള്ള ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്കും ഇതുപോലുള്ള കോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ സഹകരണ മേഖലയ്ക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? സഹകരണത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 തത്വങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റും അതുപോലെ ഒരു സർവീസ് ഓറിയന്റേഷനും. ഈ സർവീസ് ഓറിയന്റേഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം എന്നുള്ളൊരു കോൺസെപ്റ്റ് പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. പക്ഷെ അതിന് ഉപോത്പകമായിട്ട് പല ഉദാഹരണങ്ങളും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ULCSCSന്റെയും അതുപോലെ ഇന്റർനാഷണൽ എക്സാമ്പിൾസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ്സിന്റെയും ആണ്. അപ്പൊ ഇതിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം സംഗതികൾ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ടെക്നോളജി, അതുപോലെ തന്നെ സുതാര്യത, അതുപോലെ തന്നെ ക്ലസ്റ്റർ മോഡൽ, ചെറിയ ബിസിനസ് സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ജനജീവിതങ്ങളുടെ ഒരു ലൈവ്ലിഹുഡ്സിന് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ സഹകരണ മേഖലയ്ക്ക് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ചർച്ച കൂടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രെസ് ചെയ്യാൻ പറ്റുന്നത് എന്റർപ്രണർഷിപ്പ്, സംരംഭകത്വം എന്നൊരു ആശയത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിൽ സഹകരണ മേഖലയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, അതിൽ നമ്മുടെ സഹകരണ തത്വങ്ങൾ പറയുന്ന സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള ഒരു ആശയത്തിൽ ഊന്നിയ ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭങ്ങൾ
തുടങ്ങാനായിട്ട് എന്തുകൊണ്ടും ആവശ്യമായ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പാണ് സഹകരണ സ്ഥാപനങ്ങൾ. ഇതിൽ ഏതെല്ലാം ഡൊമൈൻസിൽ സഹകരണ മേഖലയ്ക്ക് ഇടപെടാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷ്യ സംസ്കരണ മേഖല, അതിൽ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയുന്നു. അതുപോലെ തന്നെ ഗ്രാഫീന്റെ മേഖല, റബ്ബർ സംസ്കരണ മേഖല, മത്സ്യ സംസ്കരണ രംഗം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ സഹകരണ മേഖലയിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഇടപെടാവുന്നതാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ യൂത്ത് കോപ്പറേറ്റീവ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ പ്രാസംഗികൻ പറയുകയുണ്ട്. അതിൽ നമ്മളിപ്പോൾ നമുക്കൊരു ഹ്യൂമൻ ക്യാപിറ്റൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സ്കിൽഡ് യൂത്ത്, അതുപോലെ തന്നെ ലിറ്ററേറ്റ് യൂത്ത്, അതിലൊരു ഡിജിറ്റൽ ട്രാൻസ്പാരൻസി, ഇതെല്ലാം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു പാതയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ സംരംഭക ആവാസ വ്യവസ്ഥ സഹകരണ മേഖല തന്നെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഈ സ്കിൽസിനെ എല്ലാം യൂത്ത് എല്ലാം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ നമുക്ക് നമ്മുടെ നാടിനെ തന്നെ പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ ഇത് മാറ്റാൻ സാധിക്കും. അവസാനമായിട്ട് നമ്മളുടെ ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ആശയം എന്ന് പറയുന്നത് സഹകരണ മേഖല തന്നെയാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭകത്വം, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, അതിനുള്ള നിയമവ്യവസ്ഥിതി, സ്ത്രീ ശാക്തീകരണം എന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു ഭാവി തന്നെയാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി ട്രാൻസ്ലേഷൻ നടത്തിയത് ഡോക്ടർ സംഗീത പ്രഭാകർ, അസോസിയേറ്റ് പ്രൊഫസർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ്. താങ്ക് യു മാം. Let me now introduce Sri Michael Lazamis. Michael Lazamis is an inactive member of the Cooperative Mondragon and Cooperative Central Services of Mondragon Corporation and collaborates with it in the dissemination of the cooperative experience. He is an industrial sociologist from the University of Duesto and holds a master's degree in business administration from the Mondragon University. He also has a technical degree in industrial electronics from the same Polytechnical School of Mondragon. He first worked at the Fager Domestic Appliances Cooperative as director of personnel for 9 years and moved to the Liberal Kutsa of Mondragon Credit Cooperative for 2 years as head of the Sociologist Skill Cabinet for the Development of Cooperatives. Until his retirement, he worked in the central services of the Mondragon Cooperative Corporation as director of cooperative dissemination for more than 20 years. Lazamis is the author of several books and articles related to the cooperative world and its management and has held several social positions in the cooperatives. I would like to invite Mr. Michael Lazamis to start his presentation. Over to you, sir. Thank you. Morning. And first of all, I have to thanks to the government of Kerala and the others, but also I would like to thanks to ULCCA's, the President Remesa, and also my friend Kishore Kumar, that they are here. Okay, well, Mondragon, as you can see, we say Mondragon humanity at work. It does mean that all of us, most of us, we are members. We are the owners of the cooperative. As you can see, we are 86 cooperatives, most of them industrial cooperatives, one credit union, one consumer cooperative, one supermarket, 3 small agricultural cooperatives, 8 educational centers, and one of these is the Mondragon University,
14 research and development centers. And after that, cooperatives, services cooperatives like consulting cooperatives, engineering, food, catering, that's one. In Mondragon, we are 70,000 workers, 70,000 workers, and the total turnover is 11,000 million euros, more or less 900,000 million rupees. Okay, so 86 cooperatives, and we have subsidiaries and production plants all over the world. We have 2 in India, one of these in Pune, another one in Delhi, and they are producing car components for the automotive sector. Okay, in order to understand Mondragon, imagine that all these cooperatives are on the table, and with a very close intercooperation, interrelation, interlinked between them. We pass workers from one to the other cooperatives. Also, we pass managers. We pass cash between cooperatives. We pass also the knowledge and the know-how. We pass the best practice in each cooperatives. And also we buy together some products, for instance, the energy, raw materials, furniture, computers, insurance for all of them. And we are getting more or less between 10 and 15% of saving money because we are buying together instead of being each one. So each cooperative, it's an independent cooperative, but at the same time, we are working together and we are putting together and we are passing workers and managers between us. So it's an autonomous organization and it's a democratic organization, one person in one vote. And this table, on the table, I told you that on the table there are these cooperatives with a very strong interlink, but all these cooperatives are supported by 4 important legs, 4 pillars. The first and maybe the most important pillars is the educational pillar. In fact, we started in 1943 creating one school that today that school and another 7 are that cooperative is Mondragon University. And the education pillar was very important to create 13 years later. So in 1956, we set up the first industrial cooperatives. And after that, we create 3 cooperatives more. And between these 4 cooperatives, we say, okay, we have to create our own bank, our own financial support. So in 1959, we set up the financial support. The name is Laboral Kutxa. But it's interesting that this financial support is different from most of the cooperative credits all over the world. It's because in our bank, we set up with 3 divisions. The financial division, so the bank, the social division, the social welfare system that now it's a very important support for all the members. And the third one, the entrepreneurial division. The entrepreneurial division was very, very important to create new cooperatives and to help the cooperatives to create a new business or to manage much better or to do the strategy plan and something like this one. This entrepreneurial division was very, very important to create this new culture between cooperatives, passing workers, passing cash, passing knowledge, passing managers between cooperatives. And thanks to this entrepreneurial division of the bank, after that, we create more cooperatives. And after that, at the same time, we create this third pillar that is the social welfare pillar, the health pillar. We have the Spanish social security or the Spanish healthcare system, but we have as a complementary system
our own private social welfare system. We can choose the doctors, we can choose the hospital. We don't have any waiting list, because that is one of the biggest problems of the Spanish and Basque healthcare system. And thanks to this social welfare system, everybody is very happy, because we can choose doctors, hospital, and we have a very good healthcare system for members. And the third one, in order to be independent from Japanese technology, American technology, or Indian technology, we created our own research and development center. You can see that it's not going back, but okay. I told you before that we have 14 research and development centers. In this research and development center, we try to help the different sectors that we are working. For instance, for the automotive sector, we have 2 research centers. One of these is specialized in metal, iron and steel, and the other one is specialized in plastic, rubber, thermoplastic, like this one. And after, we have our research centers specialized in machine tools, or specialized in construction, or specialized in different components. So all these cooperatives, all these research centers are helping to our cooperatives in order to be much more innovative. So Mondragon, you can see that it's an integral ecosystem, that all the cooperatives are working together. The cooperatives are independent. They have their autonomy. Each one has their own general assembly. They choose in the general assembly the president and the governing council. After that, this president and the governing council member, 9, 12 people or 7, they choose the CEO, the general manager, and after that, the CEO has the managing director. Okay, each cooperative is an independent cooperative, but being part of Mondragon, they have to put money together in order to help all the cooperatives. So I told you that we have the financial bank, that is the second biggest in the north of Spain. So it's quite big in this bank. But at the same time, we have to put, all the cooperatives has to put the capital in order to invest in new projects, in new business, or to help to the cooperatives in big projects, big investments. And also they have to put money for education and research and development centers. But also they have to put in the fund of solidarity in order to help some cooperatives that has some losses or has some problems. We have also our own fund. So the financial fund is supported by the bank, but also the internal money that all the cooperatives put all together in Mondragon in the headquarters. Okay. But the mission of Mondragon is not to earn money. We are having profits. We are having a lot of profits. That's true. But all these profits is not to earn for each one. So we are the members, but the mission is to create wealth within society. That is our mission, is to transform the society. Not to get rich men each one. No, the rich men should be the community, not only the workers. And in this case, that is the mission, to create wealth within the society, trying to transform the society. And this mission is based on a commitment of solidarity, using democratic methods. It's one people, one member, one vote. And as you can see, we encourage and we participate in management of the cooperatives, in profits or losses, so in results, but also we are the owners of each cooperative. That is our mission and how we work.
Okay, as you know, all the cooperatives has the basic principles. All over the world, most of the cooperatives, they have 7 basic principles. In our case, we have 10. It's because we integrate also the 3rd, sovereignty of labor, and the 4th, instrumental and subordinate culture of capital. You can see here, in a non-cooperative organization, so we call anonymous capital societies, who has the power? The power has the capital. What is the labor? The labor is a factor of production. It's a tool. It's an instrument. It's only a resource. But in cooperatives, in worker-owner cooperatives, who has the power? Labor, people, workers has the power, and the capital is only a tool. You can have the first initial capital, or you are adding the capital every year, but you have only one vote because you are one. It's one person, one vote. So this is very important, and for that reason, we have this 3rd, sovereignty of labor, and the 4th, instrumental and subordinate nature of capital. The capital is only an instrument. It hasn't got the power. The 5th is a participatory management. And the 6th also, it's a new, because the way solidarity means that inside the group, the differences between the minimum salary and the maximum salary is only 1 to 6. 1 to 6 is the maximum salary. If you compare with our competitors, it can be 1 to 100, 1 to 400 also. And we are, our competitors are all over the world. We are selling our product, we are exporting our product 75% all over the world in more than 150 countries. Also, we are selling in India. 75% of production we export, and in this case, in all these countries, we have also this 1 to 6. 1 to 6 is the maximum. Our competitors 1 to 100 or 1 to 300. Okay, these are the biggest differences, because the other the 7 intercooperation means that we accept the relation, the interlink between all the cooperatives. The eighth maybe is the most important, social transformation. That is our aim, to transform the society for more just, equitable, and a fair community. 9 is universality, that we are open to develop all the social economy all over the world. And the last one, but also very important, the education. Education is very, very important for us. We started from one school, and we are now having putting a lot of money in order to invest in education and different things. Okay. What are the rules to be part of Mondragon? The rules for the cooperatives. The first rules is relocation among cooperatives. I told you before that we pass managers, we pass workers between cooperatives. And to tell you how is the real situation, this is not a theory, this is real. At this moment, we have more than 700 people relocated in different cooperatives, because some of the cooperatives are not going well. For instance, in the automotive sector, we are big producer for the automotive sector. Our clients are Mercedes, Audi, BMW, General Motors, all of them. And in this case, because now they are not investing a lot, we are having some problem in this sector. But we are passing people, instead of being at home, instead of being unemployed, they are working in another cooperatives. So this is a real intercooperation. And after that, what are the rules? They have to put, first of all, we have organized the cooperatives, these 86 cooperatives, in sectorial division. In each sector, for instance, in machine tool,
there are 8 cooperatives. In the automotive plastic components are 6. And in the construction, there are 5. So different cooperatives. And so they have to put, first of all, inside each sectorial division between 15 and 40%. That is the rule. But most of them, they have decided to put 20% of the gross profit they put in the sectorial division to help the cooperatives in the sectorial division, or to invest together, or to help us also the research and development center that is specialized in their own sector. And after that, they have to put in Mondragon Investment Fund 10%. This is to create new projects. This is to help the cooperatives to create new business, or to implement new more automatic system on that one. So this is to invest, but invest inside Mondragon cooperatives. And after that, they have to put in Mondragon education and research 2% of the gross profit, and they have to put another 2% in Mondragon Solidarity Fund. Just in case of losses of some the cooperatives, we help them to create new projects, or to create or training, or like this one. Okay, and after that, we have the net profits. How we share? How we distribute the net profits? By law, at least 10% should go to the Fund of Education and Social Projects. And we put 10%, like I said, the law. But after that, the law said that only 20% or more than 20% should go to the Fund of Reserve of the cooperatives to create new projects inside the cooperatives, or to invest inside the cooperatives. But being part of Mondragon, as you can see, that we are putting, the cooperatives are putting 60% of their net profits in the Fund of Reserve to invest and to ensure the future of these cooperatives. And after that, we have only 30, so 10 and 60 is 70, and we have only 30% that are returns to workers. But in this case, and this is another characteristic of Mondragon, we don't get this return in our pocket. No, we put in our own social account. We capitalize this money, and we are going to get this money when we retire, or when we leave from the company. But in the meantime, the cooperative is using all this money to invest and to assure the future. This is interesting, that we don't get in our pocket. We invest in our own social account, but it's inside the cooperatives. Okay, and after that, we share the interest of all this money that belong to each one, and we get the interest that should be less than 7.5%. Okay, in order to be a member of each cooperative, they have to put the initial capital. They have to contribute with the initial capital that this year is 17,000 euros. 17,000, well, you understand, 17,000 euros. This is to become a member. But of course, maybe you don't have this money when you become a member, but don't worry. You can put this money in 36 months, or in some cooperatives, you can put this money in 60 months. So in 3 years or in 5 years. And also, if you have any problem, you can go to our own bank and you get the loan without interest. And so everybody can put this initial capital. The concept of the initial capital is, so why is 17,000 and not only €1 or 100 euros? The concept is the initial capital should be the total amount of 1 year salary, the minimum salary in the cooperatives, that this year is 17,000 euros. 17,000 is the minimum salary when you enter, and in this case, that is the initial capital. And so next year will be 18,000 or 20,000
according of the economy. Okay, it's important to put this initial capital to feel that you are a member, you are the owner of the cooperatives, and you become a cooperativist. Solidarity compensation, I told you before that the differences between the minimum and the maximum is 6 times. Another rule is that they have to report data every month to the headquarters of Mondragon. And another thing is not internal competition between these 80 cooperatives. Okay. It's interesting also to say that in the bank, the workers are members also, not only the cooperatives, but also the workers are members. And after that, there are clients, but clients are individuals, and the cooperatives are members, but also the workers of the bank are members. It's interesting to find, to get the balance between the workers and in this case, between the cooperatives. And the same happened in the consumer cooperatives in Eroski. Eroski is the supermarket. Yeah? They are 30,000 workers. And in that case, the workers are members. And the consumer, like me, we are members also. And we try to find the balance, the equilibrium between the workers and consumer. And the same happened in the university. In the university, we are about teachers and staff are members, but also the students are members, and also the cooperatives are members. So we try to find the equilibrium, the balance between teachers or workers, students, and users, and also the cooperatives. It's interesting, this concept. Okay, looking at Kerala, I don't know too much about the Kerala. I only know the ULCCS construction cooperatives because they went to Mondragon to visit us in 2015, and they are thinking to go next year again. And but I know that in the Indian state, cooperatives and the social economy is very, very good, very well developed. In my opinion, Mondragon can bring the idea of real intercooperation to achieve great synergies and economic of scale. You could listen that we transfer workers between cooperatives, we transfer managers, we transfer cash, we transfer knowledge, the know-how, best practice, and also we buy together the energy, insurance, furniture, computers, raw material in order to get more synergies and economic of scale. And thanks to intercooperation in Mondragon, we could create together at the university, we could create the bank, we could create the social provision and health system, and also we could create the research and development center. This is maybe the most important feature or characteristic of Mondragon, the real interconnection, interlink between cooperatives. And I think that here, EU practices the real intercooperation between the social and business partners of the social economy and cooperatives, and also with the government of Kerala and India. I'm sure that your possibilities will be much better than being alone. Okay, that's my opinion, but I don't know anything about our cooperatives, and I will be open to listen and to give my opinion, but also I'm sure that you are able to create your own project. I'm happy here, I'm happy because I can see that there are a lot of young people and a lot of women, or maybe more women than men. And young people, women, most of them. In our cooperatives, 51% we are men, but 49% are women. So more or less 50-50. And young people means future, means tomorrow. Also us, the old people, yes. But I think that I can see that here, the future, you can achieve the future, better future, because a lot of young people are here. Can you remember that
in the Americas, the last president said, yes, we can. Yes, can you remember Obama? Mr. Obama said sometimes, yes, we can. I think that we can compete. We can, for instance, one of the competition that we have here is how to, how to compete in the future. What are our challenges? Our challenges are commitment and cooperative identity. Is how to maintain the values, the cooperative values, solidarity, democracy, transparency between cooperatives and between young people. And so this is very important challenge. Sustainability, somebody told us also. Business with a future, yeah, and flexibility and adaptability. Digital transformation, yeah, now we are investing a lot in digital transformation, and most of the cooperatives are connected with this concept. And intercooperation. So always is not enough. Is not enough with the current intercooperation. We can compete much better, and we are now doing a lot of new projects, European projects, big projects, working together. And in order to see the real challenge that we have in different sectors, you can see that now we are implementing and creating and investing a lot of in new sectors, new energies, health and food, biotechnology and biomedicine, new information and communication technologies, the third age, so elderly people sector, and new materials for the new electric car, for the aeronautic, for the railways. In 3 minutes, can I put on video what we are doing, the different products that we are doing? Can you put the video? Only 3 minutes, and I'm going to finish with this one. Now we listen. Yeah. We've always been doers. It's in our genes. It's in our nature. At Mondragon, people come first. So, we protect you. We look after you and your family. And we save lives. We're with you every day. We heat your home. We cook for you. We give you special treats and new experiences. We love you. We've known you for a long time. We've learned together. And we've helped you design your future. And if you need us because you want to upgrade your knowledge, here we are, close to you. And that's not all. Millions of people do their weekly shopping at our establishments. And millions have trusted their finance management to us. At Mondragon, technology is our biggest ally. We innovate to advance. We make our machines smart. We give your car a face. We transform industry. We break barriers. We make unique items, works of art. And we didn't invent the wheel, but we make wheels. At Mondragon, we're down to earth. And we care for the earth. We care for your environment. We help you recycle. We connect you to the new mobility. We also generate green energy. We're still here doing things.
And we know we don't talk much about what we do. For example, you might not know that 1 out of every 10 cars in the world has our components in it. Our parts are in millions of household appliances in homes all over the world. Some of our companies are world leaders in their sector. We make the biggest things and the smallest. 90% of the world's aircraft fly with our technology solutions. 60% of the world's trains run with parts made by our machines. 1 of every 4 innovation patents in the Basque Country has our hallmark. Over 1/3 of Europe's solar panels are made using our technology. Wind farms all over the world are made by our machines. Our bikes are world champions. And we've even reached Mars. And it won't be long before we're on the moon. Yes, on the moon. At Mondragon, we're a cooperative. We make the decisions at our work centers here, very close to home. Our decisions are in line with our principles. Yes, the decision-making centers are here. And that helps us connect with our region and our people. We care for the planet and the people who live on it, and we aim to leave a better legacy to the new generations. We work towards that goal by generating competitive, sustainable projects, and we've become a global benchmark for cooperation work. We're ordinary people doing extraordinary things together. Humanity at work. We are what we do. We are Mondragon. Thank you. Nani, you say Nani, isn't it? Nani, thank you very much. മോൺട്രഗോൺ കോപ്പറേറ്റീവ്സ് എന്ന വിശ്വവിഖ്യാതമായ ഒരു സക്സസ് സ്റ്റോറിനെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന്റെ ഒരു രത്ന ചുരുക്കം ഇവിടെ പറയുകയാണ്. ബാസ്ക് എന്നുള്ള കൺട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ആണ്. നമുക്കറിയാവുന്നതുപോലെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സക്സസ് മോഡലാണ് മോൺട്രഗോൺ കോപ്പറേറ്റീവ്സ്. അതില് നമ്മുടെ ICAയുടെ 7 പ്രിൻസിപ്പിളിനപ്പുറം അവര് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് പറയുന്നത് ഇന്റർ കോർപ്പറേഷൻ. ഇതിലെ പ്രസന്റേഷന്റെ പ്രസക്തമായ ഭാഗങ്ങളെല്ലാം തന്നെ ഇന്റർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രിൻസിപ്പിളിനെ അധിഷ്ഠിതമായിട്ടായിരുന്നു പ്രസന്റ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ അധിഷ്ഠിതമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു തത്വം കൂടി ഉണ്ട്. അത് കൂടാതെ 7 പ്രിൻസിപ്പിളിനപ്പുറം നമുക്ക് ഗ്രാസ് റൂട്ട്സ് മാനേജ്മെന്റ്, കോർപ്പറേറ്റ് വാല്യൂസ്, ഇന്നോവേഷൻ, പുതുമ അല്ലെങ്കിൽ മാറ്റം എന്നുള്ള ചില തത്വങ്ങൾ കൂടെ അഡോപ്റ്റ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ഒരു ശൃംഖല, സഹകരണ ശൃംഖല എന്ന് പറയുന്നത് 86 സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വർക്കേഴ്സ് കോപ്പറേറ്റീവ് ആണ്. അതിൽ 70,000 വർക്കേഴ്സ് പ്രവർത്തിക്കുന്നു. ഫിനാൻസ്, ഇൻഡസ്ട്രി, റീറ്റെയിൽ, നോളജ്, R&D എന്നുള്ള തത്വങ്ങളിൽ കൂടെയാണ്, എന്നുള്ള ഏരിയയിലാണ് ഈ കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്. ഈ കോപ്പറേറ്റീവ്സ് ഫസ്റ്റ് പ്ലേസ് ഇൻ ദ ബാസ്ക് ബിസിനസ് റാങ്കിങ്സ്, അതുപോലെ സ്പെയിനിലെ 10ാമത് വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ ബാസ്ക് കോപ്പറേറ്റീവ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ 150ഓളം രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രവർത്തന ശൃംഖല വ്യാപിപ്പിച്ചിട്ടുണ്ട്. 86 സഹകരണ സ്ഥാപനങ്ങളാണ് ഈ ഒരു അംബ്രല ഓർഗനൈസേഷനിൽ വരുന്നത്. 138 സബ്സിഡിയറീസ് പ്രവർത്തിക്കുന്നുണ്ട്. 23 ഹെഡ്ജിങ് എൻറ്റിറ്റീസ് ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇന്റർ കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തന ആ ശൈലിയിൽ വരുന്ന ഒരു പില്ലേഴ്സ് വളരെയധികം നമുക്ക് ഉപോത്പലകമായിട്ട് വരുന്ന പില്ലേഴ്സ് ആണ്. അത് എഡ്യൂക്കേഷണൽ, വെൽഫെയർ, ഹെൽത്ത് ആൻഡ് മ്യൂച്വൽ,
അതുപോലെ തന്നെ ഫിനാൻഷ്യൽ R&D സെന്റർ. ഇങ്ങനെ 4 പില്ലേഴ്സിന്റെ പുറത്താണ് ഈ സഹകരണ ശൃംഖല പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ്സ്, അതിന്റെ ഓണർഷിപ്പ് എന്നീ 3 തത്വങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തന ശൃംഖല മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് എംഫസൈസ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു നോൺ കോപ്പറേറ്റീവ്, അതിന്റെ പവർ ക്യാപിറ്റൽ ആണ്. പക്ഷെ ഒരു കോപ്പറേറ്റീവിന്റെ പവർ ലേബർ ആണ്. ഈ പവറിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് വളരാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ബാസ്ക് കോപ്പറേറ്റീവ്, മോണ്ടഗോൺ കോപ്പറേറ്റീവ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിൽ മെമ്പർഷിപ്പിന്റെ കേസാണ് ഇവിടെ പ്രസന്റ് ചെയ്തത് കൂടുതലായിട്ടും. അതിൽ റീലൊക്കേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ്, ഈ 70,000 വർക്കേഴ്സ് ഈ സഹകരണ ശൃംഖലയിൽ മുഴുവനായിട്ടും ഉണ്ടെങ്കിലും ഈ 70,000 വർക്കേഴ്സ് ഒരു കോപ്പറേറ്റീവിലേക്ക് മാത്രമല്ല, അവരെ പല പല കോപ്പറേറ്റീവ്സ് അവരുടെ സ്കിൽ അനുസരിച്ചും പ്രോഫിറ്റ് ഓറിയന്റേഷൻ ഓരോ കോപ്പറേറ്റീവ്സിലും മാറുന്നത് അനുസരിച്ചും അവരെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് വരുന്നതിനനുസരിച്ച് ഒരു റീസ്ട്രക്ചറിങ് ആ ഒരു മേഖലയിൽ പോസിബിൾ ആണ് എന്നുള്ളതും ഇവിടെ വളരെ ശ്ലാഘനീയമാണ്. അതായത് ഗ്രോസ് പ്രോഫിറ്റ്സിലെ ഒരു സെക്ടറൽ കോൺട്രിബ്യൂഷൻ 15% മുതൽ 40% വരെ പൂൾ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ അവരുടെ ഗ്രോസ് പ്രോഫിറ്റ്സിലെ ഒരു പൂളിംഗ്, ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന, അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് പൂളിംഗ് നടത്തുന്നത് 10%, 86 കോപ്പറേറ്റീവ്സിൽ നിന്നും 10% നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്കും അതുപോലെ തന്നെ 2% എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും അലൊക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ലോസസിലേക്ക് വേണ്ടിയിട്ട് ഒരു കോമ്പൻസേഷൻ ഫണ്ട് എന്നുള്ള രീതിയിൽ 2% കൂടി ഇടുന്നുണ്ട്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ് പ്രോഫിറ്റ്സിൽ നിന്നും 10% എഡ്യൂക്കേഷണൽ ഫണ്ടിലേക്കും 60% റിസർവ് ഫണ്ടിലേക്കും ബാക്കി 30% റിട്ടേൺസ് ടു വർക്കേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇവരെ അലൊക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിനും ഒരു നല്ല എംഫസിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 50% ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാം തന്നെ സ്ത്രീകളാണ്. ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സുസ്ഥിരത, അതുപോലെ സഹകരണ ഐഡന്റിറ്റി, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ ഇന്നോവേഷൻ എന്നുള്ള ആസ്പെക്ട്സിൽ ഊന്നിയിട്ടാണ് ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ അവർ ചിന്തിച്ചിരിക്കുന്നത്. അതുപോലെ പുതിയ സെക്ടേഴ്സ്, വെല്ലുവിളികളുള്ള പുതിയ സെക്ടേഴ്സിലും കൂടെ അവർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹെൽത്ത്, അതുപോലെ ഭക്ഷ്യ സംസ്കരണ മേഖല, ടെക്നോളജി സെക്ടർ, എൽഡർലി പീപ്പിൾ സെക്ടർ, പ്രായാധിക്യമുള്ള ആൾക്കാരെ നോക്കുന്ന ഒരു സെഗ്മെന്റ്, അതുപോലെ ന്യൂ മെറ്റീരിയൽസ്, ഇലക്ട്രിക് കാർ, എയറോനോട്ടിക്കൽസ്, റെയിൽവേ തുടങ്ങിയ എല്ലാ സെഗ്മെന്റിലേക്കും മുന്നോട്ട് പോയി അവരുടെ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. Thank you. Next speaker is Professor Shambhu Prasad. Professor C. Shambhu Prasad is a professor under Strategic Management and Social Sciences at the Institute of Rural Management, Anand. Dr. Shambhu Prasad's expertise and research straddles several interdisciplinary fields such as managing producer collectives, social entrepreneurship, rural livelihoods, innovation management, science and technology studies, and sustainable agriculture. He has published extensively and edited a 2-volume series titled Farming Futures, featuring 15 case studies on farmer-producer organizations in the year 2023 and social enterprises in the year 2019. He currently chairs the Expert Committee on Department of Science and Technology's program on Science and Society and serves on the board of a few non-profit organizations, including the National Innovation Foundation and ARCHIP. He is a recipient of the Wilgross CSIE IITM Award in 2013 for academic contribution to social entrepreneurship and been a Fulbright Senior Research Fellow at Cornell University. He founded IRMA's Incubator for Social Enterprises and Entrepreneurships for Development as a unique incubator focused exclusively on rural, social, and collective enterprises, and is an advisor and mentor to several social enterprises. Let me now invite Professor Shambhu Prasad for his presentation. Over to you, sir.
Thanks a lot to the government of Kerala for this opportunity to share one's work in a seminar that's of great relevance. As was mentioned by Mr. Shaji, I think Kerala can lead the way for cooperatives in the rest of the country as well. I'd like to start off by sharing something that happened a few days back. I had asked my students about name 2 cooperatives from your state. And while we have a large number of people from Kerala, very few of them could mention the Uralungal cooperative and many of the other initiatives that are happening here. So I'd like to suggest that it is this younger generation that needs to know all these stories of cooperatives, and many of these, exciting things happening here should reach out much farther. And what is the potential of cooperatives as well? Even as we need to explore, how can we form newer cooperatives? How can we make them viable? I think some of the earlier speakers mentioned that. What should be the role of the state? And how, within those 7 principles, should we not focus more on the 4th principle of autonomy and independence? I come from the state of Gujarat. Most respected Malayali in Gujarat is Dr. Varghese Kurian, who helped form the cooperative movement in the dairy sector. I think if we go back a little to look at what's happened post-pandemic, there's some very good examples of how to deal with the pandemic. But a significant part of what should happen post-pandemic is something we need to explore. It is during the pandemic that the contribution of the cooperatives came out very strongly. If you look at the banks in Germany, the cooperative banks lent $30 billion as opposed to the mainstream bank, including Deutsche Bank, which did only about $8 billion. So this, in a bad year, the cooperatives do much better to their members, and that's when these institutions start getting noticed. But I think one of the things that we need to look at beyond the pandemic is the nature of institutions that we have to build. And I think there is now increasing evidence that after the pandemic, inequality between countries and inequality within countries is increasing at a rapid rate. And I believe cooperatives have an important role to play in this. So a key thing is, how do we build these kinds of institutions? And I'd like to quote Dr. Kurian. This is a speech he gave 24 years back. And he says, let's discover the truth that the unlettered villager is often the wisest of teachers, and that without our guidance and direction, the villager survives and even thrives in conditions we could not face. Why then should we not place our faith in him and let him be responsible for his own destiny? It is our reflection of our lack of faith in our farmers' ability to manage their own affairs that the bureaucracy has so deeply penetrated and controlled people's organizations. In my opinion, to continue to justify and perpetuate the hegemony of an insensitive bureaucracy, arguing that people cannot organize and manage their own affairs and that they will not employ professionals, is not only naive, but reflects self-serving hypocrisy of the worst kind. I think within this code is this prescient nature that the cooperatives are an independent entity beyond the market and the state. Both have an important role to play. The cooperatives have to work along with them. I'd like to move to an area that I've been working and a few of us have been working, which is on farmer producer organizations. And I'll speak a little bit about a study that we've done on farmer producer organizations. In the last 2 decades, official figures indicate that there were 30,000 farmer producer companies that were set up under various schemes and so on. In the same 20 years, if you look at the number of agricultural cooperatives that have been set, it would probably be less than about 2,000 or 3,000. Our study was to look at it through this book. It's called Farming Futures, Reimagining Producer Organizations in India.
And we were trying to understand how have they been faring. How easy is it for them to do the business? So I'd like to make a few, broad kind of directions from there. So one part of it is that the earlier cooperative movement has had a certain kind of exclusion, perhaps not so much in the state of Kerala, but in other kinds of places. Small and marginal farmers have been not being members of the board of most of the primary agriculture credit societies. The same applies to women and tribals as well. In states like Madhya Pradesh and Odisha, their percentage is about 10 to 25%, whereas their overall population is 70 to 80% of the farming community. Most cooperatives have formed around sectoral support. To take the case of the dairy industry, institutions were built like Amul and the National Dairy Development Board, which is a single institution that looked after multiple requirements of dairy farmers, capacity building, training, working out the business plans, erecting things, etc. Today, we are not in a situation for farmer producer organizations where there is one single institution that exists in the non-dairy sector. So how do you create cooperatives where knowledge is distributed is a huge case. These institutions have had huge amount of expectations. So if you look at the 14-volume Doubling Farm Income report, there are about 280 references to FPOs. And, they are seen as the key institutions to try and bring about this change. But if you look at the investments made in supporting and training members, I think it's nowhere close to being commensurate. We looked at 15 cases of FPOs, not any from Kerala. This is across the country. And I'd like just to share a few broad insights that we are getting from these 15 enterprises. So the first thing, and I think some of the earlier speakers also mentioned about it, is that in a post-liberalized world, with India becoming increasingly globalized, the nature of these institutions are going to be very different. So the first thing we realized is, can we reimagine FPOs and cooperatives broadly as beyond being, meant only for social welfare of the members, but also as social enterprises? So there is a lot of talk internationally about the social solidarity economy. So how do you frame cooperatives to become more different? How can they become more viable and purposeful? And some of it without the kind of support that perhaps the state has been providing for them in the past. And this state support has been declining significantly over a period of time. The second critical question that we looked at is, how do you engender FPOs? Agriculture is seen as the domain of men. And if you look at agriculture today, there's a huge amount of feminization, and not recognizing women as farmers is an important element. And at the same time, you realize that some of the most robust institutions at a sub-village level have been the rapid growth of the self-help group movements. They have such a huge social capital, and if they've been able to run these institutions, how can these institutions form the basis or the foundation for the collective enterprises of the future? So we looked at 6 out of the 12 FPOs. There were 3 federations. And we found that there were 3 women CEOs also running these enterprises. So the thing about engendering FPOs is not about just tokenism, have a certain amount of reservation, and the institutional mechanism is the same. But it requires a serious kind of gender analysis of how things are happening. An example is the Krishidan FPO, which works across 7 districts. Midway, they did a gender analysis, and they found that they had only 16% membership of women. And after the gender analysis, they worked towards increasing the membership, and today it stands at 27%. So as we look at the future of institutions today, I think the role of women cannot be underemphasized. Women are likely to take up issues of sustainability of agriculture much more than men. And we saw this in the case of the Ram Rahim Producer Company, a fully women-led FPO of tribal women. They were trading with soybean in the commodity exchange market.
But after a while, they said, why can't we try and move towards sustainable agriculture? And they moved towards non-pesticide management of their dal and other things. And they've linked with the social enterprise, and they're doing pretty well, even as their neighbors are facing challenges with the decline in the soybean market. Women also look at enterprises very differently. So we've noticed that women favor stability of the organization than rapid kind of growth. So the broad point is that while we want enterprises to be successful, the metrics that we use for measuring these enterprises is very different. Today, while there are so many cooperative banks, the lending of cooperative banks to these FPOs have been minimal, if not none in most of the states. So the cooperative banks should look at all these agricultural cooperative institutions, including the ones in Kerala, to start lending with them, lending to them. We have had the SHG bank linkage. FPO bank linkage is still at a very nascent and incipient state. Most banks don't lend to farmer producer organizations. So how can cooperative banks rethink about these institutions that are coming outside their fold? They follow the same kind of principles of cooperatives. In some cases, they are even more inclusive than the existing institutions. And it's important for these cooperative banks to also look at some of these institutions. They're not big. Some of them are small. They have 300 members, 500 members, 600 members, etc. The third part is to have a greater focus on the entrepreneurial side of the business. We've looked at the business model, and we do realize that they face the same kinds of challenges as a startup. It takes 3 to 4 years for them to become profitable. It takes 2 to 3 years for them to search for the right kind of business model. There are significant fluctuations that you see in their business model. And you find this, that we have to train people to understand this, the cycles of business. How do you develop the business acumen of these enterprises? And I think in this, training and capacity development plays a very important role. But the key is to try and do this very differently than using the conventional methods of training. We've had some experience with other enterprises on using participatory methods where, members who are board of directors are empowered at the end of it to take decisions on their own. We've also recorded the CEOs of FPOs making their own pitch to a district collector on how does it mean to try and speak about their vision of their organization. So in terms of governance, and I'll spend a little bit of time on that we need to have newer models. These are much smaller institutions, not like the cooperatives, which have much larger kinds of space. How do you get professionals on board? The farmer producer companies has this position for expert directors. So some of the people from IRMA who are seniors have said they've set up an institution called Seniors in Seva. They said, we are willing to be expert directors in any of these places. So it will be useful for many of these institutions to take their services. It is also important to look at non-members differently. They can contribute to the institutions as well. So just to conclude, what does this mean for the future of cooperatives? So the first is that there's a lot of potential that is unrealized, and it is important for us to rethink this potential of these cooperatives. So cooperatives in the future are not going to be so much on size, but they need to be seen as incubators of many social startups or rural entrepreneurs. Not all the activities need to be done by the cooperatives. That probably was an own model, even with Amul. End-to-end integration of the value chain is something that is very difficult for a new cooperative to do today, but they can try and be an important cog or an important element in which these institutions are reworked. So they have to be smart and be effective as well. It's important to break these silos between PACs and FPCs. And how can they be effective in the state? Huge amount of investment in capacity building. And I think an important part that's missing in the cooperative sector is the absence of serious research on how these institutions are working. And I think there is a role for institutions like IRMA and many academic institutions. Many of these academic institutions are not engaged
with the cooperatives. The book that we have done is based on people who are academics and development practitioners across the country working together to make this difference. And I think we need to build a solid research inputs on the stories of Uralungal, many other kinds of cooperatives, and therefore this engagement. And finally, I think the relationship with the state, even as there are lots of schemes coming up, etc., it's important for us to look at how is it that these institutions maintain their autonomy and they are not only state driven. Thank you very much. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിൽ പ്രൊഫസറായിട്ടുള്ള ശംഭു പ്രസാദ് സാറ് പറഞ്ഞിട്ടുള്ള ഒരു സംക്ഷിപ്ത രൂപമാണ്. അദ്ദേഹം ചില പോയിന്റ്സ് സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പറയുന്നു. സ്വയംഭരണം, സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഊന്നിക്കൊണ്ടായിരിക്കണം സഹകരണ മേഖല മുന്നോട്ട് പോവേണ്ടത്. അതുപോലെ തന്നെ കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് സഹകരണ മേഖലയുടെ സഹകരണ മേഖല കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് സഹകരണ മേഖലയിലെ പ്രൊഫഷണലിസം എന്ന ഒരു കാര്യത്തിനാണ്. കാരണം നമ്മളൊരു മാർക്കറ്റ് എക്കണോമിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രൊഫഷണലിസത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഉദ്ധരിച്ചത് ഒരു സ്റ്റഡിയുടെ ബേസിസിലാണ്. ഇർമ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ബേസിസിൽ FPOസിനെ സംബന്ധിച്ച്, ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിൽ. കാരണം സഹകരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞാൽ അഗ്രികൾച്ചർ കാർഷിക മേഖലയിലേക്കും അനുബന്ധ സെക്ടറിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് FPOs. പക്ഷെ FPOസിന്റെ കേസിൽ ഒരുപാട് പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ FPOസിനെയും അതുപോലെ തന്നെ സഹകരണ മേഖലയും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ടോ എന്നുള്ളതാണ് ആ ഒരു പഠനത്തിന്റെ ഒരു ജിസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സഹകരണ FPOസിന്റെ കേസിൽ നമ്മൾ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, വുമൺ, അതുപോലെ തന്നെ ട്രൈബൽ, ഇവരുടെ ഒരു പ്രാതിനിധ്യം വളരെയധികം കുറവാണ്. കേരളത്തിലെ കേസല്ല, ഇത് ഓൾ ഇന്ത്യ തലത്തിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റഡി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീക്കർ സെക്ഷൻസിന്റെ ഒരു റെപ്രസെന്റേഷൻ വളരെ കുറവാണ് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ FPOസിന്റെ പെർഫോമൻസ് വളരെയധികം താഴെയാണ് കിടക്കുന്നത്. അതിന്റെ പല കാരണങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അതിലൊരു ഇക്കോസിസ്റ്റം സപ്പോർട്ട് ഇല്ലായ്മ, അതുപോലെ തന്നെ പ്രൊഫഷണലിസം ഇല്ലായ്മ, അതുപോലെ അതില് വുമണിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ കുറവ്. ഈ 3 കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളെയും മുൻനിർത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ, അത് പരിഹരിക്കാനായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ FPOs ഒരു നല്ല ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ വരും എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അതിലേക്ക് സഹകരണ മേഖലയുടെ ഒരു ഇന്റഗ്രേഷൻ ഏത് രീതിയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഫണ്ടിങ് തന്നെയാണ്. എന്റർപ്രൈസസ്, റൂറൽ എന്റർപ്രൈസസ്, ഗ്രാമീണ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സഹകരണ മേഖലയ്ക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ആ കോൺട്രിബ്യൂഷൻ ഈ FPOസിനെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും, സഹകരണ മേഖലയ്ക്ക് സാധിക്കും. ഫണ്ടിങ് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഗ്രാമീണ സംരംഭങ്ങളുടെ ഫണ്ടിങ്. അത് FPOസിന്റെ ഫണ്ടിങ് കൂടെ സഹകരണ മേഖല ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ഫ്യൂച്ചറാണ് കാണുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു സംക്ഷിപ്ത രൂപം. ഫർദറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 3 കാര്യങ്ങളാണ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാറ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് യൂത്ത് കോപ്പറേറ്റീവ്സിന്റെ, അതുപോലെ തന്നെ FPOസിന്റെ ഒരു ഫണ്ടിങ് എന്നുള്ളത്, റൂറൽ കോപ്പറേറ്റീവ്സിന്റെ ഫണ്ടിങ് എന്നുള്ളത് സഹകരണ മേഖല ഏറ്റെടുക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു റിസർച്ചിന്റെ അഭാവം, സ്റ്റഡീസിന്റെ അഭാവം സഹകരണ മേഖലയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ള ഒരു ഫണ്ടിങ് സഹകരണ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഗവൺമെന്റും മുൻനിർത്തി ഈ മേഖലകളിലെ റിസർച്ചിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നുള്ള കാര്യത്തിന് പ്രാമുഖ്യം നടത്തിക്കൊണ്ട് സഹകരണ മേഖല മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു സംക്ഷിപ്ത രൂപം. താങ്ക് യു. പാനൽ പ്രസന്റേഷന് ശേഷം ഒരു ചോദ്യോത്തര വേളയുണ്ട്.
ഇവിടെ അവതരിപ്പിച്ച വിവിധ വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എഴുതി വോളണ്ടിയർമാരെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. We move on to the next presentation. Dr. Simon Lazim, a Turkish-American economist, has led the ILO's portfolio on cooperatives and the wider social and solidarity economy since 2012, when she became the first woman to be appointed as the head of the ILO's cooperatives unit. In 2022, she was served as a lead technical expert for the ILO's office report on decent work and the SSC. Previously, Simon led ILO Regional Office for Arab States portfolio on gender equality and women workers' rights. Prior to joining the ILO in 2004, Dr. Azim worked for the World Bank Development Alternatives Incorporated and the International Center for Research on Women. She has been a member of Women in Informal Employment, Globalizing and Organizing since its founding in 1997 and currently serves on its board. She holds a PhD in economics from the American University in Washington, D.C., and MA in International Economics and Middle East Studies from the Johns Hopkins University, School for Advanced International Studies in Bologna, and a BA in Political Science from the Boğaziçi University in Istanbul. Greetings from the International Labour Organization and its cooperatives unit in Geneva. Thank you so much for this invitation to the ILO at your illustrious event. As you may know, the International Labour Organization is the specialized agency of the United Nations system that is responsible for decent work and social justice. It has recognized, in fact, the value of cooperatives in advancing its mandate since it was established in 1919, more than a century ago. It has had a cooperatives unit since 1920, and cooperatives are mentioned in the ILO Constitution. The International Cooperative Movement, through the International Cooperative Alliance, also has a consultative status with the ILO. In the cooperatives unit of the ILO, we have been working with governments, employers and workers' organizations, and the cooperative movement in advancing decent work in and through cooperatives for the past 103 years around the world, including in South Asia in general and India in particular. I'm sorry that I could not join you in person in beautiful Kerala at this event, but I'm happy to be able to at least connect with you through this video message. I had in fact had the opportunity to visit Kerala twice, and in both instances, its rich history of cooperatives has impressed me to no end. So allow me to acknowledge the government and the people of Kerala for the value they put on cooperative engagement, whether this is through the principles and values of democratic and participatory governance, autonomy, independence, mutualism, and solidarity. You have indeed recognized the potential of cooperation and mutualism to address economic inequality, promote social justice, and empower marginalized communities. I have a few observations I would like to share with you from my readings, engagements on cooperatives in Kerala, and from also the study that you have shared for this event. My first observation is around the diversity of cooperatives in Kerala, spanning various sectors, including agriculture, dairy, fisheries, handlooms and textiles, housing, consumer goods, and finance. And across the world, in fact, we see cooperatives operating across sectors. ILO's recommendation 193 on the promotion of cooperatives also is very much acknowledging the fact that cooperatives work
across sectors for and through different types of communities and membership groups. As a second observation, I would note that in finance, the role agricultural credit societies, PACs play in providing financial services, inputs, marketing support to producers. In fact, historically, of course, we know around the world, cooperatives have played a critical role in agriculture, including through agricultural credit. For instance, in the 19th century, in Germany and France, smallholder farmers faced difficulties in obtaining loans from traditional banks due to their limited collateral and high-risk profiles, and agricultural credit cooperatives emerged as a solution by pooling resources from members and providing them with loans tailored to their needs. A third related observation, also in finance, is around cooperative banks, and Kerala has a well-developed cooperative banking sector with also, district cooperative banks, APEC Bank, Kerala State Cooperative Bank, serving financial needs, and they can provide affordable credit, savings, and other financial services, not only to micro, small, medium enterprises, agricultural producers, small scale entrepreneurs, self-employed, but also for other cooperatives and other solidarity-based organizations. So this is very much aligned with the Cooperative Principle 6 on cooperation among cooperatives, cooperative financial institutions, providing support for cooperative enterprises in other sectors. Of course, it's important to note in India, in Kerala, the success of dairy cooperatives also very much supported and through the local government systems, where hundreds of thousands of dairy farmers can collectively market milk, ensuring fair returns and stable incomes. And in fact, we see a lot of also women in dairy cooperatives, and women-specific cooperatives are not only in the dairy sector, but also in organic farming, handlooms, weaving, fisheries. These cooperatives are important to provide economic opportunities, skill development, and this collective decision-making platforms of economic democracy and participation for low-income women and disadvantaged and marginalized communities. There are also many women collectives, self-help groups in Kerala that may not be registered as cooperatives, but abide by many of those values and principles. I have personally followed with Sewa Kerala their efforts to improve livelihoods for women, domestic workers, reed workers, fish workers, agricultural workers, food workers, and home-based workers, street vendors, tailors, and the like across the last few decades. And of course, the Kerala government has had an important role in supporting not only primary cooperatives, but also their unions, federations, confederations at the policy level, program level, financial, technical support, but even more importantly is public procurement of goods and services from and through cooperatives. Well, of course, there is great progress in Kerala around cooperatives. There are, of course, challenges like anywhere else, whether these are internal or external to them. For instance, they may be struggling with governance, management, and marketing constraints. So it's important in those cases to inject them with that kind of orientation, especially the new members and managers of the cooperatives. In addition, autonomy and independence of cooperatives may be challenged when there is undue influence and in some cases possible interference
This may come from different sources. It could be public institutions or political parties, and these do have these can have a negative effect on government's management and financial operations of cooperatives. Therefore, I would say strengthening the governance and democratic processes in cooperatives would be an important priority. Of course, regular elections, member participation, decision-making, strong internal control mechanisms to enhance accountability and improve performance. It's also important to take in the steps and put in the measures for autonomy and independence from what may constitute external control. It is exciting times in the world of work, and there are many innovations emerging: social, environmental, technological. We see cooperatives now active in the platform economy, the green and care economies. And I know that Kerala is very much in the cutting edge of such innovations and will continue to be so. I wish you success in your continued deliberations. Congratulations again, and thank you. കേരളത്തിന്റെ ഭാഗമായി ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സൈമൽ അസീം. ILOയുടെ സഹകരണത്തെ സംബന്ധിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എക്സ്പേർട്ടാണ്. കേരളീയം പരിപാടിയുടെ ഭാഗമായി സഹകരണ വകുപ്പിന്റെ ഭാവി എന്ന സെമിനാറിന് വേണ്ടിയിട്ട് സൈമൽ അസീം നൽകിയ സന്ദേശത്തിന്റെ ചുരുക്കരൂപമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ സഹകരണ മേഖല നടത്തിയ പ്രവർത്തനങ്ങളെ അത്യന്തം ശ്ലാഘനീയമായ ഒന്നാണ് എന്നാണ് സൈമൽ അസീം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയാവുന്ന ഉദാത്തമായ ഏതാനും ഉദാഹരണങ്ങളാണ് പ്രതിപാദിച്ചിരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിള് പ്രാഥമിക സഹകരണ സംഘങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതിൽ ഫിനാൻസ് കൊടുക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഒരു ഇൻപുട്ട് സപ്ലൈസും മാർക്കറ്റിങ്ങും എൻഷുർ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം വളരെയധികം ജനജീവിതത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ക്ഷീര സഹകരണ സംഘങ്ങൾ സഹകരണ മേഖലയിലേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ വളരെയധികം ശ്ലാഘനീയമാണ്. ഒരുപാട് ജനജീവിതങ്ങൾക്ക് ജീവനോപാധി നൽകാനായിട്ട് സഹായിക്കുന്ന മേഖലയാണ് ക്ഷീര സഹകരണ മേഖല. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം കൈവരിച്ച ഒരു വിജയം വളരെയധികം എടുത്തു പറയേണ്ടതാണ്. താഴേക്കിടയിലുള്ള സ്ത്രീകൾക്ക് ജീവനോപാധികൾ നൽകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കേരളത്തിന് സഹകരണ മേഖലയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും കൊടുക്കാൻ സാധിക്കാറുണ്ട്. അതിലൊരു സഹകരണ മേഖലയിലെ പുറത്തു നിന്നും പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് അടക്കം അദ്ദേഹം കോട്ട് ചെയ്യുകയുണ്ടായി. സേവയുടെ എക്സാമ്പിളും കൂടെ പറഞ്ഞിരിക്കുന്നു. നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും മുന്നോട്ടുള്ള പാതയിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിലൊരു മാർക്കറ്റ് എക്കണോമിയിൽ മത്സരാധിഷ്ഠിത മേഖലകളിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഫിനാൻസ് രംഗത്തും ഒത്തിരി വെല്ലുവിളികളാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ സഹകരണ മേഖല ഏതെല്ലാം രീതിയിൽ ഇടപെടണം, എന്തിലെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന് തരാനുള്ളത്. ജനാധിപത്യ തത്വങ്ങളിൽ ഊന്നിയ ഒരു ഭരണ സംവിധാനം അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ കൃത്യമായ ഇടവേളകളിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായ ഇടവേളകളിൽ വരുന്ന തിരഞ്ഞെടുപ്പ് എല്ലാം നടത്താനായിട്ട് സഹകരണ മേഖലയിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഊന്നൽ കൊടുക്കേണ്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് സ്വയം ഭരണാധികാരവും സ്വതന്ത്രമായ ഒരു പ്രവർത്തനവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയായിരിക്കണം എപ്പോഴും ഉണ്ടാകേണ്ടത്. അതുപോലെ സഹകരണ മേഖലയുടെ പ്രകടനം, പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സമയാസമയങ്ങളിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ട് അതിലേക്കുള്ള ഇൻപുട്സ് കൊടുക്കേണ്ടതാണ്. കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് സഹകരണ മേഖലയ്ക്ക് ഇനിയും സംഭാവന ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നോവേഷൻ അതുപോലെ തന്നെ ഗ്രീൻ എക്കണോമി എന്നുള്ള മേഖലകളിലും കൂടെ സഹകരണ മേഖലയ്ക്ക് കാര്യമായി സംഭാവന ചെയ്യാനായിട്ട് കഴിയും എന്നും പറഞ്ഞുകൊണ്ടാണ് സൈമൽ അസീം നിൽക്കുന്നത്. താങ്ക് യു. താങ്ക് യു.
അടുത്തതായിട്ട് വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ ഗോപി കോട്ടമുറിക്കലാണ്. ജില്ലാ സഹകരണ ബാങ്കുകളുടെ കേരള സ്റ്റേറ്റ് സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചതിനു ശേഷം കേരള ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റാണ് ശ്രീ ഗോപി കോട്ടമുറിക്കൽ. ഗ്രാമീണ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലേക്ക് ബാങ്കിംഗ് സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ കേരള ബാങ്ക് ഇപ്പോൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. 8ാം കേരള നിയമസഭയിൽ പിറവൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിരുന്നു അദ്ദേഹം. സെറിഫെഡിന്റെ ചെയർമാനായും കേരള സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന വ്യവസായ ബോർഡ് അംഗം എന്നീ സ്ഥാനങ്ങളും സ്റ്റേറ്റ് ട്രഷറർ, കർഷക സംഘം, കിസാൻ സഭയുടെ അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗം എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിക്കുന്നു. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മിനിസ്റ്റർ, സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി ശ്രീ VN വാസവൻ, അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ സഹകാരി സുഹൃത്തുക്കളെ, പ്രിയമുള്ളവർ, എൻ്റെ വളരെ ചെറിയ 2 കാര്യങ്ങളെ പരാമർശിക്കാൻ വേണ്ടിയാണ് ഞാൻ തയ്യാറായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ബഹുമാന്യായ നബാർഡിന്റെ ചെയർമാൻ കേരളത്തിലൊരു പൊതുപരിപാടിക്ക് അദ്ദേഹം ആദ്യമായിട്ട് എത്തിയതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കേരള ബാങ്കിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്, ഈ 2 ടയർ സംവിധാനം വന്നതോടുകൂടി പ്രൈമറി സഹകരണ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിലെ പരോക്ഷമായ ഒരു ഭാഗം എനിക്ക് തോന്നിയത്, പ്രൈമറി സംഘങ്ങൾക്കൊരു വിഷമത, പഴയതുപോലുള്ള അവരുടെ ആവലാതി ആവശ്യതയൊക്കെ എപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാലും അപ്പോൾ ഇടപെടാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു ചെറിയ അഭാവം ഈ പുതിയ സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ നിലയ്ക്കൊരു സൂചന അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്നിട്ടുണ്ട്. ഉറപ്പായും വളരെ വേഗത്തിൽ അത് പരിഹരിക്കാൻ കഴിയും എന്നാണ് ആത്മാർത്ഥമായി എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. മറ്റ് 4 കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. ഇപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ വിഷയത്തിൽ ഞാൻ ഇതിൽ അവതരിപ്പിക്കേണ്ട കുറെ സ്ഥിതിവിവര കണക്കുകളുണ്ടായി. അത് ബഹുമാനപ്പെട്ട നമ്മുടെ മാഡം ഗവൺമെന്റ് സെക്രട്ടറി വളരെ വിസ്തൃതമായ ഈ സഹകരണ മേഖലയുടെ കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ, ആത്മാർത്ഥമായി പറഞ്ഞാൽ ഞാനിതിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ വന്നു. അതുപോലെ ബഹുമാനായ മന്ത്രിയുടെ സംസാരത്തിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, സഹകരണ നമ്മുടെ RCSന്റെ നിയന്ത്രണത്തിൽ 16,255 സംഘങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 11 അപെക്സ് സംഘങ്ങൾ, 11 ഫെഡറൽ സംഘങ്ങൾ, 4,141 വായ്പാ സംഘങ്ങൾ, 78 പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്ക്, 395 പ്രാഥമിക ഹൗസിംഗ് സംഘങ്ങളും 6,833 പലവക സംഘങ്ങളും ഉൾപ്പെടും. അതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചുള്ള പരാമർശനമാണ്. ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയം പര്യാപ്ത സ്ഥാപനങ്ങളാണ് നമ്മുടെ സർവീസ് സെക്ടർ. ഈ സഹകരണ മേഖല നോക്കിക്കഴിഞ്ഞാൽ സ്വയം പര്യാപ്ത സ്ഥാപനങ്ങളാണ്. സർവീസ് സഹകരണ ബാങ്കുകളും ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കുകളും റൂറൽ ബാങ്കുകളും ഉൾപ്പെടെ 1,675 പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് 3,779 ശാഖകളും 287.63 ലക്ഷം അംഗങ്ങളും 20,675 ജീവനക്കാരുമാണ് 31/3/2022 ഉള്ളത്.
അവയുടെ നിക്ഷേപ തുക 1,42,320 കോടി രൂപയുടെ 74.17% വരുന്ന 1,05,560 കോടി രൂപ നിൽപ്പ് വായ്പകളായിട്ടുണ്ടായിരുന്നു. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ എണ്ണം നോക്കിയാൽ 967. അവയുടെ ആകെ ലാഭം 371 കോടി രൂപയാണ്. കേരളത്തിൽ ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിന് ശരാശരി 85 കോടി രൂപ നിക്ഷേപം ഉള്ളപ്പോൾ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ ശരാശരി നിക്ഷേപം കേവലം 55 ലക്ഷം രൂപ മാത്രമാണെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1976 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെയും 2012 മുതൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡിന്റെ പരിരക്ഷയിലൂടെയും സഹകരണ കാർഷിക വായ്പാ സംഘങ്ങളിലെ നിക്ഷേപത്തിന്റെ അംഗങ്ങൾക്കുള്ള സുരക്ഷിത ബോധത്തിന്റെ നിലവാരം ബോധ്യപ്പെടുന്നത്. 31/3/2023 ഉണ്ടായിരുന്ന കേരള ബാങ്കിന്റെ നിക്ഷേപ തുക 74,152 കോടി രൂപയുടെ 70.4% പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ നിന്നും അർബൻ സഹകരണ ബാങ്കുകളിൽ നിന്നും മറ്റ് പ്രാഥമിക വായ്പാ സംഘങ്ങൾ, മിസ്ലേനിയസ് സംഘങ്ങൾ എന്നിവയിൽ നിന്നുള്ള നിക്ഷേപമായിരുന്നു. കേരള ബാങ്കിന്റെ നിൽപ്പ് വായ്പയിൽ നബാർഡിൽ നിന്നുള്ള കടങ്ങൾ ഉപയോഗിച്ചുള്ള വായ്പകൾ ഒഴിവാക്കി നിക്ഷേപത്തിൽ നിന്നുള്ള വായ്പകൾ മാത്രം പരിഗണിക്കുമ്പോൾ അത് 49.04% മാത്രമായിരുന്നു. നിക്ഷേപത്തിന്റെ 22.5% കരുതൽ ധന അനുപാതമായും SLR ആയും ബാങ്ക് സൂക്ഷിക്കുവാൻ നിർബന്ധിതമായിരിക്കെ നിക്ഷേപത്തിന്റെ 77.5% വായ്പ മേഖലയിൽ ഉപയോഗിക്കാമായിരുന്നു. മിച്ച നിക്ഷേപത്തിന്റെ 27%-ഓളം റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിൽ ഉയർന്ന വരുമാന സാധ്യതയുള്ള മേഖലകളിൽ വിനിയോഗിച്ചിട്ടുകൂടി 2022-23 ബാങ്കിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ശരാശരി വരുമാനം 7.02 ആയിരുന്നു. നിക്ഷേപത്തിന്റെ ശരാശരി പലിശ ചെലവ് 7.26%. ഉണ്ടായിരുന്ന ബാങ്കിന് ഇൻവെസ്റ്റ്മെന്റിലൂടെ 0.24% നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ 300ഓളം പ്രാഥമിക സഹകരണ സംഘങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും വിൽപ്പന നടത്തുന്നുണ്ട്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും കാർഷിക വിപണന സഹകരണ സംഘങ്ങളും സംസ്കരണ സംഘങ്ങളും ഈ പ്രക്രിയയിൽ വ്യാപൃതരാണ്. വാരപ്പട്ടി സർവീസ് സഹകരണ ബാങ്ക്, അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സഹകരണ ബാങ്ക്, തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയ ഒരു 30ഓളം പ്രൈമറി സഹകരണ ബാങ്കുകൾ ഈ കേവലം നിക്ഷേപം സ്വീകരിക്കുക, അതിന് കൃത്യമായി പലിശ കൊടുക്കുക, നിക്ഷേപം തിരിച്ചു വരുമ്പോൾ ഏത് സമയത്താണോ പണം തിരികെ വേണ്ടത് അങ്ങനെ ഒരു കൃത്യത പാലിക്കുന്ന സംവിധാനത്തിന് പുറമെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ബൈ പ്രോഡക്ട്സ് അനേക കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന 30ഓളം സംഘങ്ങളുടെ വിപുലമായൊരു വർക്ക്ഷോപ്പ് നബാർഡിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ കഴിഞ്ഞ മാസം കുമരകത്ത് വെച്ച് സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ എൻ്റെ ഈ പ്രബന്ധത്തിലെ ഒരു പോയിന്റ് ഞാൻ ദീർഘമായി സൂചിപ്പിച്ചു പോകുന്നില്ല. ഇത്തരത്തിൽ ഇങ്ങനെ വരുന്ന നിക്ഷേപത്തിന്റെ ഒരു ഭാഗം കൊണ്ട് കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങളുടെ നിരവധി ഉൽപ്പന്നങ്ങളും അത് വിദേശ നാടുകളിലേക്ക് എത്തിപ്പെടാനുള്ള യോഗ്യത നേടിയ ക്വാളിറ്റി, ഇതെല്ലാം അർഹത നേടിയ 30ഓളം സംഘങ്ങളുടെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചതുപോലെ കേരളത്തിൽ ആകെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനേക പ്രൈമറി സംഘങ്ങൾ ഈ നിക്ഷേപ സ്വീകരണവും പലിശ ഉൾപ്പെടെ കൊടുക്കൽ അതിനുപരിയായി ബാഹ്യമായ വിപുലമായൊരു പ്രവർത്തന പ്രപഞ്ചം അവരെ സംബന്ധിച്ചുണ്ട്. അപ്പൊ അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം സംഘങ്ങളുടെ ഏകീകൃതമായ ഒരു സംവിധാനം, അതിൻ്റെ ഫലമായി ഈ കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കാൻ
പ്രൈമറി സഹകരണ സംഘങ്ങളുടെ സഹായം നമുക്ക് തേടാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഒട്ടനേക തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ഈ മേഖല വിപുലപ്പെടുത്താനുള്ള ശക്തമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് വളരെ ചുരുക്കത്തിൽ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത്. രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ച ഈ കേരള ബാങ്കിന്റെ ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ കിട്ടാവുന്ന പലിശ നിരക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഫലത്തിൽ ആ ഒരു സർവീസിന്റെ ഭാഗമായി നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പൊ കേരള സർക്കാരിന്റെ മുൻകൈയോടുകൂടി റിസർവ് ബാങ്കിന്റെ പെർമിഷനോട് കൂടി അങ്ങനെ വരുന്ന ഫണ്ടിന്റെ ഉപയോഗം കേരളത്തിലെ സാർവത്രികമായ വികസന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു പുതിയ നടപടി കൂടി ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ ചുരുക്കത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. നമ്മൾ ഇതിന്റെ അവസാനത്തെ ഡിസ്കഷനിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി തരണം. കാരണം ഇത്രയും വലിയൊരു ക്രൗഡ് ആയതുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ എഴുതി തരണം എന്നുള്ളതാണ്. വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you. Sri Rameshan Paleri is the chairman of Asia's largest labor contract cooperative society, Uralungal Labor Contract Cooperative Society Limited. He who holds many positions at national and state levels, such as member of the National Advisory Council on Labor Cooperatives chaired by the Union Agriculture Minister, director of the National Labor Contract Cooperatives Federation, member of the committee appointed by the Government of Kerala to study labor societies. He is a true philanthropist and a great cooperative activist. The drive, imagination, and hard work of its 10th president lead the Uralungal Labor Contract Cooperative Society Limited to become the world's second highest turnover cooperative in the industrial and consumer services sector on the threshold of its centenary. Let me now invite our next speaker, Sri Rameshan Paleri, sir. Over to you, sir. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, മറ്റ് സഹോദരി സഹോദരന്മാർ, ലോകമാകെ ശക്തിപ്പെട്ടു വരുന്ന ഒന്നാണ് സഹകരണ മേഖല. സ്പെയിനിലെ മറ്റുമുള്ള മികച്ച സഹകരണ സംഘങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആ സാധ്യത നോക്കുമ്പോൾ കേരളം ഈ രംഗത്ത് ഒട്ടേറെ മുന്നേറി പോകാൻ നമുക്ക് അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒട്ടേറെ വെല്ലുവിളികളും ഈ രംഗം നേരിടുന്നുണ്ട്. കേരള സമ്പദ്ഘടനയുടെ ജനജീവിതത്തിന്റെയും നെട്ടല്ലാണ് സഹകരണ മേഖല. വായ്പാ സംഘങ്ങൾ ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ. ഉൽപാദനം, സേവനം തുടങ്ങിയ മേഖലകളിലും സഹകരണ മേഖലയിലുള്ള പ്രവർത്തനം മാറണം. ലോകമെങ്ങുമുള്ള വിജയിച്ച മാതൃകകൾ അങ്ങനെയുള്ളവയാണ്. ഈ രംഗത്തുള്ള ഒരു സംഘമാണ് എന്നതാണ് ഞങ്ങളെയും ആ നിലയിലേക്ക് വളർത്തിയത്. നിർമ്മാണ മേഖലയിൽ തുടങ്ങി മറ്റ് വിവിധ മേഖലയിലേക്ക് വ്യാപിച്ച് പ്രാഥമിക സഹകരണ സംഘമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. കേരളത്തിലെ സാഹചര്യത്തിൽ ഇത്തരം ഒരു മാറ്റം എങ്ങനെ സാധ്യമാക്കാം എന്നതിന് ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ലഘു അവതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഊരാളുങ്കൽ എന്ന പ്രദേശത്ത് നിലനിന്നിരുന്ന ജമ്മിത്വവും അന്ധവിശ്വാസവും അനാചാരവും സാമൂഹിക ജീവിതത്തെ ദുസ്സഹമാക്കിയിരുന്നു. അതിനെ എതിർത്തവർ ബാബുരാനന്ദ ഗുരുദേവന്റെ ദാർശനിക പിന്തുണയോടെ ആത്മവിദ്യാസംഘം രൂപീകരിച്ചു. ഉണരുവിൻ അഖിലേശിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നാണ് പ്രാർത്ഥനയായി അദ്ദേഹം അവരെ പഠിപ്പിച്ചത്. അങ്ങനെ അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ ഉണർന്നെഴുന്നേറ്റ മുന്നേറ്റത്തിന്റെ സൃഷ്ടിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. സാമൂഹ്യ നീതിയിലും സമത്വത്തിലും ഊന്നിയ സാമൂഹിക ക്രമം സൃഷ്ടിക്കാനും നിലനിൽക്കുന്ന അനാചാരത്തിനെതിരെ പൊരുതാനുമുള്ള കരുത്ത് ഊരാളുങ്കൽ പ്രദേശത്തെ യുവാക്കൾക്ക് നൽകിയത് ഗുരുദേവന്റെ ദർശനങ്ങളാണ്. അദ്ദേഹത്തെ തത്വചിന്തയിൽ വേരൂന്നിയ വാഗ്ദാനന്ദ ഗുരുദേവന്റെ ആത്മവിദ്യ ഓരോ മനുഷ്യരിലുമുള്ള ദൈവിക സത്ത സമാനമാണെന്ന് സമർത്ഥിച്ചു. ഈ ആശയം സമത്വം കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ വിത്തുപാകി. സാമൂഹിക അസമത്വങ്ങളെ എതിർത്തവർക്ക് നേരിടേണ്ടി വന്നത് തൊഴിലും വരുമാനവും പഠനവും വിവാഹവും എന്തിനു മുടിവെട്ടും തുണിയലക്ക് വരെ തടഞ്ഞ ഊരുവിലക്കാണ്. അതിനെയെല്ലാം ഈ പ്രവർത്തകർ അതിജീവിച്ച് സ്വന്തം സ്കൂളും
ഐക്യനാണയ സംഘവും കൂലിവേലക്കാരുടെ ഈ പരസ്പര സഹായം രൂപീകരിച്ചാണ് നവോത്ഥാന പ്രവർത്തനങ്ങളുടെ അടിത്തറയായ അവ. അതിൽ മൂന്നാമത്തതാണ് തൊഴിൽ നിഷേധിക്കപ്പെട്ടവർക്ക് തൊഴിൽ നൽകാൻ ഊരാളുങ്കൽ പ്രദേശത്തെ ഉൽപ്രതിഷ്ണുക്കളായ 14 യുവാക്കൾ ചേർന്ന് കാരക്കാട് എന്ന പ്രദേശത്ത് 1925 ഫെബ്രുവരി 13 സ്ഥാപിച്ച ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. ഈ യുവാക്കളുടെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും നിർമ്മാണ മേഖലയിലെ പ്രാഥമിക സഹകരണ സംഘം എന്ന ആശയത്തിലേക്ക് വികസിക്കുകയായിരുന്നു. വാഗ്ബിടാനന്ദ ദർശനങ്ങളുടെ പ്രായോഗിക രൂപമായി ഊരാളുങ്കൽ സൊസൈറ്റിയെ മാറ്റാൻ കാരക്കാട്ടെ യുവാക്കൾക്ക് സാധിച്ചു. കൊടിയ സഹനങ്ങളും ത്യാഗങ്ങളും സഹിച്ച് പട്ടിണി കിടന്ന കഠിനാധ്വാനം ചെയ്തും ഒക്കെയാണ് അവർ അതിനെ വളർത്തിയത്. ഗുരുദേവന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജോലി നിഷേധിച്ചവർക്ക് തൊഴിൽ നൽകിയും പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകിയും സംഘം വളർന്നു. ഇന്ന് അഴിമതിക്കെതിരെ ഗുണമേന്മയുള്ള നർമ്മദിയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ വിട്ടുവീഴ്ചയില്ലാത്ത നാമമായി ഊരാളുങ്കൽ സൊസൈറ്റി കേരളീയ സമൂഹത്തിൽ വളർന്നു. ഇന്ന് ഊരാളുങ്കൽ സൊസൈറ്റി ലോകത്തിലെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA അംഗത്വമുള്ള ഏക പ്രാഥമിക സംഘമാണ്. ഊരാളുങ്കൽ സൊസൈറ്റി അവരുടെ റാങ്കിങ്ങിൽ യൂട്ടിലിറ്റി ആൻഡ് സർവീസ് മേഖലയിൽ ലോകത്തിലെ 2ാമത്തെ സഹകരണ സംഘമാണ് ULC സൊസൈറ്റിക്ക് ഇന്ന് ഗുണമേന്മയുടെ ISO 19,000, 40,000 അതുപോലെ 45,000 സർട്ടിഫിക്കേഷൻ ഉണ്ട്. നിർമ്മാണ മേഖലയിലും വൈവിധ്യവൽക്കരിക്കപ്പെട്ട മറ്റു മേഖലകൾക്കുമായി 18,000 മുകളിൽ പേർക്ക് തൊഴിൽ നൽകി കേരളത്തിലെ ഒരു പ്രധാന തൊഴിൽദാതാവായി മാറി. 8,500 പ്രവൃത്തികൾ ഇതിനകം പൂർത്തീകരിച്ചു. 4,700 കോടി രൂപയുടെ പ്രവൃത്തികൾ നിലവിൽ നടത്തിവരുന്നു. 2030 നേടാനായി ഐക്യരാഷ്ട്ര പ്രഖ്യാപിച്ചിട്ടുള്ള 17 ലക്ഷ്യങ്ങളിൽ 13 സൊസൈറ്റി നേടി. നമ്മുടെ രാജ്യം എത്ര നേടി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ മുന്നേറ്റത്തിന്റെ മഹത്വം ബോധ്യമാകുക. മികച്ച വേതനാനുകളുടെയും തൊഴിലാളി ക്ഷേമത്തിന്റെയും നൈപുണ്യ മികവിന്റെയും ചൂഷണ രാഹിത്യത്തിന്റെയും ബദൽ തൊഴിൽ സംസ്കാരം ഊരാളുങ്കൽ സൊസൈറ്റി പടുത്തുയർത്തിയിരിക്കുന്നു. മികച്ച സേവനത്തിന് പുറമെ വർഷത്തിൽ 2 തവണ ബോണസ്, PF ആനുകൂല്യങ്ങൾ, മെഡിക്കൽ ഇൻഷുറൻസ്, തൊഴിലാളികളുടെ മക്കൾക്കും പഠനത്തിനുമുള്ള സ്കോളർഷിപ്പുകൾ, തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതികൾ തുടങ്ങിയവയെല്ലാം സൊസൈറ്റിയിൽ ഉണ്ട്. വിദഗ്ധ തൊഴിലാളികൾ, അത്യാധുനിക യന്ത്രോപകരണങ്ങൾ, നൂതന സാങ്കേതിക വിദ്യകൾ, നിർമ്മാണ സാമഗ്രികളുടെ ഉൽപാദന യൂണിറ്റുകൾ, അസംസ്കൃത വസ്തുക്കളുടെ സ്വയം പര്യാപ്തി എന്നിവ സൊസൈറ്റിയിലെ ചില സവിശേഷതകളാണ്. ഇതൊക്കെ കൊണ്ടാണ് വേഗത്തിലും ചെലവ് കുറച്ചും ഗുണമേന്മയുള്ള പ്രവൃത്തികൾ നടത്താൻ സൊസൈറ്റിക്ക് കഴിയുന്നത്. ഉപകരാറില്ലാതെ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുകയാണ് ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്തത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ അവലംബിക്കുമ്പോഴും തൊഴിൽ നഷ്ടമല്ല, 10 മടങ്ങ് തൊഴിലവസരമാണ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത്. സ്വകാര്യ മേഖലയുമായുള്ള ഒരു പ്രധാന വ്യത്യാസം ഇതാണ്. കോർപ്പറേറ്റ് വികസനത്തിന് ഉള്ള ജനപക്ഷ ബദൽ സമൂഹത്തിന്റെ മാറ്റങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് തൊഴിൽ നൽകിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി വൈവിധ്യവൽക്കരണത്തിലേക്ക് കടന്നത്. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമായി ഉന്നത വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. ബ്ലൂ കോളർ ജോലികളിൽ നിന്ന് വൈറ്റ് കോളർ ജോലിയിലേക്ക് മാറാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ ചുവടുവെപ്പാണ് കോഴിക്കോട് സ്ഥാപിച്ച ഊരാളുങ്കൽ സൈബർ പാർക്ക്. മലബാറിനെ IT ഡെസ്റ്റിനേഷൻ ആക്കി വളർത്തുന്നതിൽ UL സൈബർ പാർക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്നു. ആധുനിക വൽക്കരണത്തിന്റെ വിവര സാങ്കേതിക വിദ്യക്കുള്ള സവിശേഷ പ്രാധാന്യം കണക്കിലെടുത്തും അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനും UL ടെക്നോളജി സൊല്യൂഷൻസ് എന്ന IT സ്ഥാപനത്തിനും ഊരാളുങ്കൽ സൊസൈറ്റി രൂപം നൽകി. നിർമ്മാണ രംഗത്ത് സ്കില്ലിങ്ങിന്റെ ആവശ്യം മനസ്സിലാക്കി കേരള സർക്കാരിന് വേണ്ടി IIIC ഏറ്റെടുത്ത് നടത്താൻ ഊരാളുങ്കൽ സൊസൈറ്റി തയ്യാറായത്. ഗുണമേന്മയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രതിബദ്ധതയാണ് സൊസൈറ്റി സ്ഥാപിച്ച മാറ്റർ ലാബ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെറ്റീരിയൽ ടെസ്റ്റിംഗ് കേന്ദ്രമായി അത് വളർന്നു വരുന്നു. പരമ്പരാഗതമായ കലാകരകൗശല മേഖലയിലും ചൂഷണം ഒരു പരിധിവരെ അവസാനിപ്പിക്കുക എന്ന വലിയ പ്രവർത്തനത്തിന് 2 ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജുകളുടെ തുടക്കം കുറിച്ചു. കൺസൾട്ടേഷൻ, പാർപ്പിടം, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും ULCസിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു വരുന്നു. കൂടാതെ ULCs ഫൗണ്ടേഷന് കീഴിൽ ഊരാളുങ്കലിന് കോഴിക്കോട്ടും പ്രവർത്തിക്കുന്ന മടിത്തട്ട് വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ, VR നായനാർ ബാലികാ സദനത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന UL കെയർ വൊക്കേഷണൽ ട്രെയിനിങ്സ് ആൻഡ് പ്ലേസ്മെന്റ് സെന്റർ ഫോർ അഡൾട്ട് വിത്ത് ഇന്റലക്ച്വൽ ചാലഞ്ചസ്, അതുപോലെ ഓട്ടിസം ബാധിച്ചവർക്കായി നഗരത്തിൽ തുറന്ന സർഗശേഷി ഷോറൂം, ഇങ്ങനെ നിരവധി
ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പാർപ്പിട രംഗത്ത് വിജയകരമായ തുടക്കം കുറിച്ച സൊസൈറ്റി കാർഷിക മേഖലയിലേക്കും ആണ് ഇനി വൈവിധ്യവൽക്കരിക്കാൻ ഒരുങ്ങുന്നത്. ആ രംഗത്ത് ഞങ്ങൾ ആലോചിക്കുന്നു. കാര്യങ്ങൾ ഇതിന്റെ അവസാന ഭാഗത്ത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അഴിമതിയും കാലതാമസവും ഇല്ലാത്ത ഉയർന്ന ഗുണമേന്മയുള്ള സുതാര്യവും ജനാധിപത്യപൂർണവുമായ പുതിയൊരു നിർമ്മാണ സംസ്കാരം കേരളത്തിന് സംഭാവന ചെയ്യാൻ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിർമ്മാണങ്ങൾ കേവലം കരാർ പ്രവൃത്തികളല്ല, രാഷ്ട്ര നിർമ്മാണമാണെന്നും ഉറച്ച ബോധ്യം സൊസൈറ്റിയിലെ തൊഴിലാളികൾക്കുണ്ട്. അതുകൊണ്ടാണ് ചെലവ് ചുരുക്കിയും മിച്ചം വന്നാൽ തിരികെ നൽകിയും സാമൂഹിക ഉത്തരവാദിത്തം ഒരാൾക്ക് സൊസൈറ്റി എന്നും പുലർത്തുന്നത്. കൂടാതെ നിർമ്മാണ മേഖലയിലെ മെച്ചപ്പെട്ട തൊഴിൽ മേഖലയ്ക്കായി വളർത്തുവാനും സൊസൈറ്റിക്ക് കഴിഞ്ഞു. കൂടുതൽ പേർക്ക് തൊഴിൽ നൽകിയതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം സൊസൈറ്റിക്ക് ചെലുത്തുന്നു. ശതാബ്ദി ആഘോഷത്തിലേക്കാണ് കടക്കുകയാണ് ഒരാളുടെ സൊസൈറ്റി. കേരളത്തിന്റെ സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ പുനർചിന്തനം നടത്തുവാനുള്ള അവസരമായാണ് ഈ വേളയെ ഞങ്ങൾ കാണുന്നത്. ലോകത്തിലെ മികച്ച സഹകരണ സംഘങ്ങളുടെ മാതൃകകൾ പഠിക്കാനും പ്രായോഗികമാക്കാനുള്ള അവസരമായി ശതാബ്ദി ആഘോഷം വരേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ഗവേഷണ പഠനങ്ങളാണ് ശതാബ്ദി ആഘോഷം ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, പുതിയ നിർമ്മാണ സാമഗ്രികളും വിദ്യകളും യന്ത്രങ്ങളും നൈപുണ്യങ്ങളും ഒക്കെ ആവശ്യമാണ്. പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാനം, ജനങ്ങളുടെ മാറുന്ന ആവശ്യങ്ങൾ തുടങ്ങിയവയൊക്കെ പരിഗണിച്ച് അവയ്ക്കിണങ്ങുന്ന നിർമ്മാണ രീതികളും വസ്തുക്കളും സാങ്കേതികങ്ങളും വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. കൂടാതെ അടുത്ത 25 കൊല്ലം സൊസൈറ്റി എങ്ങനെ മാറണം, എന്തെല്ലാം നേടണം എന്ന ഭാവി പരിപ്രേക്ഷ്യവും തയ്യാറാക്കുന്നുണ്ട്. പ്രൊഫഷണലിസത്തിന്റെ അഭാവം, സാമ്പത്തിക സ്രോതസ്സുകളിലേക്കുള്ള പരിമിതമായ പ്രവേശനം, പരിശീലനത്തിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വെല്ലുവിളികൾ, ഗവേഷണത്തിലും വികസനത്തിലും പര്യാപ്തമായ നിക്ഷേപം, ഭരണപരിഷ്കാരത്തിന്റെ അനിവാര്യത, തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിലെ പോരായ്മകൾ എന്നിങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇന്ന് സഹകരണ മേഖലയിലുണ്ട്. ഇവ ഫലപ്രദമായി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വേറെയും പല വെല്ലുവിളികളെയും സഹകരണ മേഖലയെ ഇന്ന് നേരിടുന്നു. മാറ്റത്തിന്റെ വിമുഖത കൊണ്ട് ചില സഹകരണ സ്ഥാപനങ്ങൾ വൈദ്യുവൽക്കരണത്തെ പ്രതിരോധിച്ചേക്കാം. ഇതിന് കാരണമുണ്ട്. അവരുടെ നിലവിലുള്ള ഉൽപ്പന്നങ്ങളിലോ സേവനങ്ങളിലോ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നാം. പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകളെ ഭയപ്പെട്ടേക്കാം. സമഗ്രമായ മാർക്കറ്റ് ഗവേഷണം അപകട സാധ്യതയും വിലയിരുത്തി ഇത്തരം വൈവിധ്യവൽക്കരണത്തിന് ആവശ്യമായത് ഏറ്റെടുക്കാനുള്ള വൈവിധ്യങ്ങളോ വിഭവങ്ങളോ പല സഹകരണ സമരങ്ങൾക്കും ഉണ്ടായിരിക്കില്ല. സഹകരണ സമരങ്ങൾക്ക് ഉള്ളിലെ തീരുമാനമെടുക്കാൻ പ്രക്രിയകൾ മന്ദഗതിയിലും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. മാറുന്ന വിപണി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വിജയകരമായ വൈദ്യുവൽക്കരണത്തിനും പല സംഘങ്ങളും വെല്ലുവിളി നിറഞ്ഞതാകുന്നു. ഈ സാഹചര്യത്തിൽ ഒരാളുടെ സൊസൈറ്റി മുന്നോട്ട് വെക്കുന്ന മാതൃക പ്രസക്തമാണ്. സൊസൈറ്റിയിലെ തൊഴിലാളികൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും അവർ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. താഴേക്കടയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനും ഗ്രാമീണ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അത്ഭുതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നതിന്റെ വിജയകരമായ ഉദാഹരണമാണ് USS. സഹകരണ മേഖല നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് സാങ്കേതിക വിദ്യയിലേക്കുള്ള പരിമിതമായ പ്രവേശനം. പല സഹകരണ സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ച് സഹകരണ പ്രദേശങ്ങളിലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ലഭ്യതക്കുറവുണ്ട്. ഇത് അവയുടെ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും തടസ്സപ്പെടുത്തുന്നു. ഇതിനാവശ്യമായ ഉയർന്ന പ്രാരംഭ ചെലവുകൾ പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നു. സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കുന്നതും ചെലവേറിയതായിരിക്കും. നവീകരണത്തിന് ആവശ്യമായ ഫണ്ടുകൾ കണ്ടെത്താൻ സഹകരണ സ്ഥാപനങ്ങൾ പലപ്പോഴും പാടുപെടുന്നു. സഹകരണ സംഘങ്ങളുടെ അംഗങ്ങൾക്കും ജീവനക്കാർക്കും വിപുലമായ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും ആവശ്യമായ വൈദഗ്ധ്യവും അറിവും ഇല്ലാതായിരിക്കാം എന്നതായിരിക്കും ഈ മാറ്റങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. എന്നാൽ ഞാൻ മുമ്പ് പരാമർശിച്ച ഇത്തരം മാറ്റങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയാണ് ഒരാൾ സൊസൈറ്റി സാങ്കേതിക വിദ്യയിലേക്ക് മാറ്റവും വൈവിധ്യവൽക്കരണവും നടപ്പിലാക്കിയത്. അടുത്ത പ്രശ്നം കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ പ്രൊഫഷണൽ മാനേജ്മെന്റ് വൈദഗ്ധ്യമില്ലാത്തതാണ്. ഇവയില്ലാത്ത സന്നദ്ധ പ്രവർത്തകരോ പാർട്ട് ടൈം പ്രവർത്തന നേതാക്കളോ ആണ് പല സഹകരണ സംഘങ്ങളെയും നയിക്കുന്നത്. പരിശീലനത്തിനും വികസനത്തിനുമുള്ള വിഭവങ്ങളും പരിമിതി കാരണം സഹകരണ സ്ഥാപനങ്ങളെ പ്രൊഫഷണൽ തൊഴിൽ ശക്തി വികസിപ്പിക്കുന്നതിന് മിക്കപ്പോഴും വെല്ലുവിളികളാണ്. കൂടാതെ പ്രൊഫഷണലൈസേഷനും പലപ്പോഴും കൂടുതൽ സുതാര്യമായ ഭരണഘടനകളും ഉത്തരവാദിത്വവും ആവശ്യമാണ്. പരമ്പരാഗത രീതിയിലുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയകൾ ഉപയോഗിക്കുന്നത് ദീർഘകാല അംഗങ്ങളിൽ നിന്ന് ഇതിനെതിരെ പ്രതിരോധമുയർന്നേക്കാം. ഇത്തരത്തിലുള്ള സാഹചര്യമെല്ലാം നിലനിൽക്കെ ആണ് ഒരാൾക്ക് സൊസൈറ്റി ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നത്. ബോർഡ് ഡയറക്ടർമാർ, സൈറ്റ് ലീഡർമാർ, സബ് ലീഡർമാർ, തൊഴിലാളികൾ എന്ന ശൃംഖലയാണ് എല്ലാം നിർവഹിക്കുന്നത്. ഓരോ സൈറ്റിലും പ്രതിദിന യോഗം ചേർന്ന് പ്രവർത്തനം വിലയിരുത്തും, പ്ലാനിങ് നടത്തും, കണക്ക് തിട്ടപ്പെടുത്തും. ഓരോ സൈറ്റിനും ഓരോ ഡയറക്ടറും മേൽനോട്ടവും ഉണ്ടാവും.
അവർ പങ്കെടുത്ത് ആഴ്ചതോറും യോഗം ചേരും. അടുത്ത ഘട്ടം പ്രവർത്തനം അതിനു വേണ്ട യന്ത്രങ്ങൾ, മനുഷ്യവിഭവം എല്ലാം അതിലൂടെ ക്രമീകരിക്കും. കൂടാതെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഞങ്ങൾ ചേർന്ന് ഓരോ പ്രോജക്റ്റും വിലയിരുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം നടത്തും, കണക്കുകൾ പരിശോധിക്കും. പ്രസ്ഥാനം വളരുകയും കാലം മാറുകയും ചെയ്തപ്പോൾ ഓഫീസ് പ്രവർത്തനങ്ങളും പ്രോജക്റ്റും അവലോകനം കണക്കുകളും എല്ലാം സോഫ്റ്റ്വെയർ അധിഷ്ഠിതമാക്കി. പുതിയ തലമുറക്ക് അഭിമാനം തോന്നുന്ന തരം സമ്പ്രദായങ്ങൾ, പ്രൊഫഷണലിസം, ടീം വർക്ക്, അർപ്പണബോധം, അച്ചടക്കം എന്നിവയാണ് അതിനാധാരം. ഈ വെല്ലുവിളികളെല്ലാം അതിജീവിക്കാനും അന്തർദേശീയ പ്രശസ്തി നേടാനും ബൃഹത്തും വൈവിധ്യമാർന്നതുമായ സ്ഥാപനമായി വളരുവാനും സഹായിച്ചു എന്നതിന് നല്ല ഉദാഹരണമാണ്. അവതരണത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഗവൺമെന്റ് മുൻകൈയിൽ സഹകാരികളുടെ കൂട്ടായ്മ ഏറ്റെടുക്കേണ്ട 3 പ്രവർത്തന രീതികൾ മുന്നോട്ട് വെക്കുന്നു. ഒന്നാമതായി ആധുനികരണത്തിന്, വൈവിധ്യവൽക്കരണത്തിനും സൺറൈസ് ടെക്നോളജികൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണ സ്ഥാപനങ്ങൾ ആരംഭിക്കണം. അതിന് സഹകാരികളുടെയും ഈ മേഖലയിലുള്ളവരുടെയും സഹായിക്കുന്ന അന്തർദേശീയ നിലവാരമുള്ള ഒരു ട്രെയിനിങ് അക്കാദമി ആരംഭിക്കണം. അവിടെ പരിശീലനത്തിന് വേണ്ട വിഷയങ്ങൾ നിർദ്ദേശിക്കാം. IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ സാങ്കേതിക പരിശീലനം ഇവിടെ നൽകണം. പ്രോജക്ട് പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, മാർക്കറ്റിംഗ് എന്നിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുവാനും വിജയിപ്പിക്കാനും ആവശ്യമായ സമഗ്ര മേഖലകളിലും ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പരിശീലനം നൽകാൻ കഴിയണം. ആഗോള സഹകരണ മേഖലയിലും ICA ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും വിദേശത്തുള്ള മികച്ച സഹകരണ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും പേരുകേട്ട സഹകരണ സ്ഥാപനങ്ങൾ, ഗവൺമെന്റുകൾ എന്നിങ്ങനെ ബഹുതല പിന്തുണയോടെ ആയിരിക്കണം ഈ അക്കാദമി പ്രവർത്തിക്കേണ്ടത്. രണ്ടാമത്തതായി വേണ്ടത് ഓരോ സഹകരണ സംഘവും പ്രവർത്തിക്കുന്ന മേഖലയിലെ പുതിയ അറിവുകൾ സംയോജിതമായി ലഭ്യമാക്കുന്നതിനും ഒരു ഗവേഷണ ചട്ടക്കൂട് രൂപീകരിക്കുകയാണ്. സംഘങ്ങൾ സ്വന്തമായി ഗവേഷണം നടത്തുന്നതിന് പുറമെയാണിത്. ഉദാഹരണത്തിന് കാർഷിക മേഖല എടുക്കാം. ക്ഷമത, മൂല്യവർദ്ധന, വിഷരഹിത ഭക്ഷണം, സ്വയം പര്യാപ്തത ഒക്കെ ലക്ഷ്യമാണ്. അതിന് ഇന്നത്തെ രീതികൾ പോരാ. പാടത്തിറങ്ങാതെ കൃഷിപ്പണികൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയണം. ജലസേനം, കീടനിയന്ത്രണം, വളപ്രയോഗം എല്ലാം യന്ത്രവൽക്കൃതമാകണം. ലോകത്ത് ഇതൊക്കെ വന്നു കഴിഞ്ഞു. ഇവിടെയും ഈ മാറ്റം വന്നാലേ യുവാക്കൾ ആകർഷിക്കപ്പെടും. ഇത്തരം ലക്ഷ്യങ്ങളോടെ ഞങ്ങളുടെ സൊസൈറ്റി UL അഗ്രികൾച്ചർ എന്ന സബ്സിഡറി യൂണിറ്റ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. ഈ മാറ്റം സംസ്ഥാനത്തൊക്കാകെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളെ സഹായിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ പലതുമുണ്ട്. യൂണിവേഴ്സിറ്റികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, NGOകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കമ്പനികൾ, പ്രഗത്ഭരായ വ്യക്തികൾ എന്നിങ്ങനെ പലതും ഇങ്ങനെ വിവിധ തലത്തിൽ ലഭ്യമാക്കുന്ന അറിവുകൾ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ വേണം ഇത് വിഭാവനം ചെയ്യാൻ. നിലവിൽ ലഭ്യമായ അറിവുകൾ ഏകോപിച്ച് ഉപയോഗിക്കാൻ പ്രാപ്തമായ രീതിയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമായി എന്നതായിരിക്കണം ഇതിന്റെ പ്രാഥമിക ചുമതല. കൃഷി പോലെ തന്നെ ആവശ്യമായ മറ്റു രംഗങ്ങളിലും ഈ സംവിധാനം ഉണ്ടാകണം. മൂന്നാമതായി വേണ്ടത് ആഗോളതലത്തിൽ സഹകരണ മേഖലയ്ക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളിലും മികച്ച സഹകരണ പ്രസ്ഥാനങ്ങളുമാകെ ഉള്ള നിരന്തരം ആശയവിനിമയമാണ്. പല രാജ്യങ്ങളും വൻ വിജയം കൈവരിച്ച സഹകരണ മേഖലയുടെ മാതൃക കേരളീയ സഹകരണങ്ങളും പറിച്ചു നട്ട് പുതിയ സഹകരണം സൃഷ്ടിക്കുവാനും സംഘങ്ങളെ ശക്തിപ്പെടുത്തുവാനും സാധിക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സ്ഥിരം സംവിധാനം ആവശ്യമുണ്ട്. അപ്പം ഇവിടെ മോൺട്രഗോളിനുള്ള ഒരു സൊസൈറ്റിനെ പറ്റി ഇവിടുന്ന് കൃത്യമായിട്ടുള്ള പ്രസന്റേഷൻ കഴിഞ്ഞു. ഞങ്ങൾ അത് സന്ദർശിച്ചിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ലേബർ അക്കൗണ്ട് സൊസൈറ്റിയാണ്. സന്ദർശിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന പുതിയ തലമുറക്ക് ഏറ്റവും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റിയാണ് മോൺട്രഗോൺ. റിസഷൻ കാലത്ത് പോലും മറ്റു രാജ്യങ്ങളിലൊക്കെ മൈനസ് ഗ്രോത്ത് ഉണ്ടായപ്പോൾ 6.5 ഗ്രോത്തിലേക്ക് എത്തി. ഈ സൊസൈറ്റി ഉള്ളത് കൊണ്ട് മാത്രം ആ രാജ്യത്ത് 6.5 ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു സംഘമാണ് മോൺട്രഗോൺ സൊസൈറ്റി. അപ്പം അതുപോലെ മാതൃകയാക്കി നമുക്കും ഒരാളുടെ പോലത്തുള്ള മറ്റ് സൊസൈറ്റികൾ ഉണ്ടാക്കി ഇവിടെ മാതൃകയാക്കിയിട്ട് നമുക്ക് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് ശ്രീമതി KR വിജയയാണ്. പ്രാഥമിക വനിതാ സഹകരണ സംഘങ്ങളുടെ ഒരു അപെക്സ് ഫെഡറേഷനാണ് വനിതാ ഫെഡ്. കേരള വനിതാ സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിന്റെ പ്രസിഡന്റാണ് അഡ്വക്കേറ്റ് KR വിജയ. തൊഴിൽപരമായി അഭിഭാഷകയായ അഡ്വക്കേറ്റ് KR വിജയ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവും കൂടിയാണ്.
ഫെഡറേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സമൂഹത്തിലെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി ഗുണഭോക്താക്കൾക്ക് അതിന്റെ അംഗസംഘങ്ങൾ വഴി കാര്യക്ഷമവും ഏകോപിതവുമായ രീതിയിൽ സംയോജിത വായ്പയും സേവനങ്ങളും നൽകുക എന്നതാണ്. അതനുസരിച്ച് ഫെഡറേഷൻ വായ്പാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അംഗസംഘങ്ങൾക്ക് തുടക്കം മുതൽ പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള പിന്തുണ നൽകുകയും ചെയ്യുന്നു. നിലവിൽ 945 പ്രാഥമിക വനിതാ സഹകരണ സംഘങ്ങൾ വനിതാ ഫെഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാമിനെ ഈ വേദിയിലേക്ക് വിഷയം അവതരിപ്പിക്കുന്നതിന് സാദരം ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി, സഹകരണ സെക്രട്ടറി, വേദിയിലിരിക്കുന്ന മറ്റു ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന മുൻ സഹകരണ വകുപ്പ് മന്ത്രി അടക്കമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹകാരികളെ, നവോത്ഥാനവും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഇഴചേർന്ന് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിനോടൊപ്പം രൂപം കൊണ്ട സഹകരണ മേഖല ഇന്ന് കേരളത്തിൽ സർവതല സ്പർശിയായി മുന്നോട്ട് പോവുകയാണ്. സഹകരണം എന്ന മഹത്തായ ആശയം ലോകത്ത് രൂപം കൊണ്ട സന്ദർഭം, അതിൻ്റെ ചരിത്രവും മുൻപ് സംസാരിച്ച ബഹുമാന്യരായവർ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ പ്രസ്ഥാനവും പ്രാദേശിക ഗവൺമെന്റുകളും ആണ് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനാവശ്യമായ പ്രധാന ഘടകങ്ങളെന്ന് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ വേളയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേമരാഷ്ട്ര സങ്കല്പവും സഹകരണ പ്രസ്ഥാനവും പ്രാദേശിക ഗവൺമെന്റും ഒക്കെ പ്രധാനപ്പെട്ട നിർദ്ദേശകങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവം ഭരണഘടനയിൽ വിവരിക്കുമ്പോൾ സഹകരണം എന്നത് സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഉപയോഗിക്കുന്ന മഹത്തായ പ്രസ്ഥാനം, മഹത്തായ ആശയം ആയാണ് വിഭാവനം ചെയ്തത്. ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ വിശേഷിപ്പിക്കുന്ന, ലോകത്തോട് ഇന്ത്യ എന്താണെന്ന് പ്രഖ്യാപിക്കുന്ന മൂല്യവത്തായ ആശയങ്ങൾ നേരിടുന്ന ഇന്നത്തെ വെല്ലുവിളികൾ ഇന്ന് സമൂർത്തമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന സഹകരണ പ്രസ്ഥാനത്തിനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്നിഗ്ധ ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ മഹത്തായ ആശയത്തിൻ്റെ, ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ സംവിധാനത്തിൻ്റെ ശ്ലാഘനീയമായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും വനിതാ മേഖലയും എന്നുള്ളതാണ് അതിൽ ഊന്നി പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ മോഡൽ ചർച്ച ചെയ്യുമ്പോൾ അതിൽ സുപ്രധാനം കേരളത്തിലെ സ്ത്രീ മുന്നേറ്റം തന്നെയാണ്. കേരളത്തിലുണ്ടായ സ്ത്രീ മുന്നേറ്റം സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ സംരംഭകത്വത്തിലേക്കും വഴിമാറുന്ന ഈ ഘട്ടത്തിൽ സഹകരണ മേഖലയ്ക്ക് അതിൽ നിർണായകമായ പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന് കരുതുകയാണ്. വനിതാ സഹകരണ സംഘങ്ങൾ കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ കൂട്ടായ്മയിൽ ഒന്നായി നാം കാണുന്നുണ്ട്. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് സഹകരണ മേഖലയിൽ രൂപം കൊടുത്ത സ്ത്രീ കൂട്ടായ്മകളാണ് നമ്മുടെ വനിതാ സഹകരണ സംഘങ്ങൾ. നിലവിൽ 1300ഓളം വനിതാ സഹകരണ സംഘങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട്. സുസ്ഥിര വികസനത്തിന് സഹകരണ സംഘങ്ങൾ എന്ന ആശയമാണ് 2023 അന്തർദേശീയ സഹകരണ സഖ്യവും ഐക്യരാഷ്ട്രസഭയും ലക്ഷ്യമിടുന്നത്. എത്രയോ മുൻപ് തന്നെ കേരളം ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഹകരണ പ്രസ്ഥാനം സർവതല സ്പർശിയാണ്. ഒപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതവും ജനാധിപത്യപരവുമാണ്. നാടിൻ്റെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സഹകരണ പ്രസ്ഥാനം നൽകിയ സംഭാവന ശ്ലാഘനീയമാണ്. സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങൾ ലിംഗസമത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനനുസൃതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. വായ്പാ മേഖലയിലും വായ്പേതര മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘങ്ങൾ സമ്പാദ്യവും ഒപ്പം വനിതകൾക്ക് തൊഴിൽ കണ്ടെത്താനും അതുവഴി അവരുടെ സാമൂഹിക നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. 2023 സംരംഭക വർഷമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്
പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി വനിതാ സംഘങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അവയെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ആധുനികവൽക്കരണത്തിന് ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. കേരളത്തിന്റെ സഹകരണ നിയമം സമഗ്രമാണ്. എങ്കിലും ജെൻഡർ ഇക്വാളിറ്റി എന്നതിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്താൻ നമുക്കേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രാദേശിക സർക്കാരുകളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ നാടാണ് കേരളം. എന്തുകൊണ്ട് സഹകരണ മേഖലയിലെ ഭരണനിർവഹണ വേദികളിൽ നമുക്കതായിക്കൂടാ? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിലടക്കം സ്ത്രീ സംവരണം ഉണ്ടാകുന്ന രീതിയിലേക്ക് നിയമ ഭേദഗതികൾ നമ്മൾ ആലോചിക്കണം. ഇവിടെ ഇതിനു മുമ്പ് അവതരിപ്പിച്ച പ്രസന്റേഷനുകളിൽ ലോകത്തെ പല രാജ്യങ്ങളിലും അത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ സംവരണങ്ങളിലെത്തി ഒക്കെ തന്നെ സ്ത്രീകളുടെ മുന്നേറ്റത്തിലേക്ക് ഒക്കെ തന്നെ മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനായി സഹകരണ മേഖലയിൽ നൂതനങ്ങളായ പദ്ധതികൾ സ്ത്രീകൾക്കായി ആവിഷ്കരിക്കേണ്ടതുണ്ട്. വനിതാ സംഘങ്ങളിലൂടെ മാത്രമല്ല അത് നിർവഹിക്കപ്പെടേണ്ടത്. സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ നടപ്പിലാക്കിയ മുറ്റത്തെ മുല്ല പോലെയുള്ള പ്രോജക്റ്റുകൾ, അത്തരത്തിലുള്ള പ്രത്യേക വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. അത് മോണിറ്റർ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ സഹായിക്കുന്നതിനും താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാകണം. നിലവിലുള്ള സംവിധാനങ്ങൾ അറിയാതെയല്ല ഞാനിവിടെ ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് കുറച്ചുകൂടി ഫ്ലെക്സിബിളായി ലഘൂകരിച്ചുകൊണ്ട് സ്ത്രീ മേഖലയിൽ, വനിതാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇതിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഉൽപാദന, സംഭരണ, വിതരണ മേഖലയിലെ സാധ്യതകളെ ഉപയോഗിക്കുവാൻ വനിതാ സംഘങ്ങളെ പ്രാപ്തമാക്കണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും കയറ്റുമതിയും നടത്തുന്ന വനിതാ സംഘങ്ങൾ കേരളത്തിലും ഉണ്ടാകണം. അതിനായി ഫണ്ട് താഴേക്ക് കൊടുക്കുമ്പോൾ ഇപ്പോഴുള്ള സങ്കീർണതകൾ ലഘൂകരിക്കുവാൻ തയ്യാറാകണം. നമുക്കറിയാം, ജെൻഡർ ബഡ്ജറ്റ് എന്ന ആശയം സമ്പൂർണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാനത്തിനാകണം. ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ട്, ഏറ്റവും അടുത്ത റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സമൂർത്തമായിട്ടുള്ള ആശയം, ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്ന സമൂർത്തമായിട്ടുള്ള ആശയം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് സമ്പൂർണതയിലേക്ക് എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് സമ്പൂർണതയിലൂടെ എത്തിയാൽ മാത്രമേ അത് അതിൻ്റെ എല്ലാ മേഖലകളിലും, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അതിൻ്റെ അനുരണനം പ്രതിഫലിക്കൂ. വനിതകളെ സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും ഈ മേഖലയിൽ വനിതകളെ മികച്ച സഹകാരികളാക്കി നിലനിർത്തുന്നതിനും അവർക്ക് താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ കൂടുതൽ അംഗീകാരങ്ങൾ, കൂടുതൽ ആദരവുകൾ ഏർപ്പെടുത്തുവാൻ കഴിയേണ്ടതുണ്ട്. ഏറ്റവും നല്ല പ്രസിഡന്റിന് അവാർഡ് കൊടുക്കുക, ഏറ്റവും നല്ല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അവാർഡ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ആദരവുകൾ താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ നമ്മൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അംഗീകാരങ്ങൾ മനുഷ്യ മനസ്സിന് കൊടുക്കുന്ന പ്രോത്സാഹനം ഒന്ന് വേറെ തന്നെയാണല്ലോ. കേരളത്തിൽ ഏറ്റവും ഉന്നതമായി പ്രവർത്തിക്കുന്ന നിരവധി വനിതാ സംഘങ്ങളുണ്ട്. നിരവധി വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ച സംഘങ്ങളുണ്ട്. കൂടുതലായി ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ വനിതാ സംഘങ്ങളുടെ നിർദ്ദേശം എന്ന് പറയുന്നത്, കേരളത്തിലെ വനിതാ സംഘങ്ങളുടെ സ്ഥിതിവിവര കണക്ക്, സ്റ്റാറ്റസ് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഒരു സമിതിയെ നിയോഗിക്കണമെന്നാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അതേറെ സഹായകരമാണ് നമ്മുടെ മുന്നോട്ട് പോക്കിന്. വനിതാ സംഘങ്ങൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ആ വനിതാ സംഘങ്ങൾക്ക് സ്വന്തമായി ആസ്ഥാനം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നന്നായി പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ചുകൊണ്ട് സ്വന്തമായിട്ടുള്ള ആസ്ഥാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിക്ക് രൂപം കൊടുക്കേണ്ടതുണ്ട്. വനിതാ ഫെഡ് ഒഴികെയുള്ള മറ്റു സഹകരണ പ്രസ്ഥാനങ്ങൾ, ആ ഫെഡറേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി ഉണ്ടാകണം. മുന്നോട്ട് എന്നുള്ള രീതിയിൽ വനിതാ സംഘങ്ങളിലൂടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് രൂപം കൊടുക്കുവാൻ നമുക്കാകണം. അതിനുള്ള ഫണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സങ്കീർണതകളില്ലാതെ കൊടുക്കുവാനും സാധിക്കണം. സംരംഭക വർഷമാണ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്, മാലിന്യ മുക്ത കേരളമാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ വയോജനങ്ങൾ കേരളത്തിലെ ജനസംഖ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള എണ്ണമായി വർദ്ധിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളായി നമ്മൾ മാറ്റണം. സംരംഭക വർഷം 2023 എന്ന് പറയുമ്പോൾ വനിതാ സംഘങ്ങളെ ആ രീതിയിലേക്ക് പ്രാപ്തമാക്കാനുള്ള
പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വനിതാ സംഘങ്ങളിലൂടെ എന്നുള്ള ആ രീതിയിലുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വനിതാ സംഘങ്ങളെ പ്രാപ്തമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാലിന്യമുക്തമായിട്ടുള്ള കേരളമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുകൂടി വനിതാ സംഘങ്ങളെ ഉപയോഗിക്കാൻ നമുക്കാകണം. കാർഷിക മേഖലയിൽ നമുക്ക് ഇടപെടുന്നതിന് വേണ്ടി നിലവിൽ SHGകളുണ്ട്. പക്ഷേ അത് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധമാക്കിക്കൊണ്ട് SHGകൾ രൂപീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ഇടപെടുന്നതിനുള്ള സാധ്യത നമ്മൾ ആരായണം. കേരളത്തിന്റെ രുചിക്കൂട്ട് നാടിനെ പരിചയപ്പെടുത്തുവാൻ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. വനിതാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ ഇറക്കുന്നതിന് സഹായിക്കണം. നേരത്തെ സൂചിപ്പിച്ച വയോജനങ്ങളുടെ എണ്ണം കേരളത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം, അവരുടെ പരിചരണം വനിതാ സംഘങ്ങൾക്ക് നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ, സ്ത്രീകളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവസാനമായി എത്തുന്നത്. പുതിയ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിന് വനിതാ സംഘങ്ങളിലെ ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾക്ക് കൃത്യമായും നിർബന്ധമായും പരിശീലനവും നൽകുന്നതിനുള്ള സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ വനിതാ സംഘങ്ങൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ വനിതാ ഫെഡ് വഴി വിതരണം ചെയ്ത് വനിതാ ഫെഡിനെ ശക്തമാക്കേണ്ടതുണ്ട്. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന സഹകരണ മേഖല ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ വനിതാ സംഘങ്ങളെ കൂടി ശക്തിപ്പെടുത്താനും തദ്വാര നമ്മുടെ വനിതാ ഫെഡിന്റെ വനിതാ ഫെഡിനെ വലിയ നേട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ഇടപെടലുകൾ സഹകരണ വകുപ്പിൽ നിന്നും ഉണ്ടാകണം. ആ രീതിയിലേക്ക് സ്ത്രീ ശാക്തീകരണം, കേരളത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ കൂട്ടായ്മയായ വനിതാ സംഘങ്ങളുടെ അവയെ ഏറ്റവും നല്ല ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തന പദ്ധതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂട്ടായി ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ഈ പേപ്പർ പ്രസന്റ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഒരു പ്രത്യേക അറിയിപ്പ്. സെമിനാറിന് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും സഹകാരികളും ഹാളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ചോദ്യോത്തര വേളയിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവിടെ പറയുന്നതാണ്. Q&A സെഷനിലേക്ക് പാനലിസ്റ്റുകളെ ക്ഷണിക്കുന്നു. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി കിട്ടിയിട്ടുണ്ട്. അത് മിനിസ്റ്റർക്കും സെക്രട്ടറി മാഡത്തിനും ശംഭുപ്രസാദ് സാറിനും ഉള്ളതാണ്. അത് ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിയിരിക്കുന്ന അനുസരിച്ച് അതിന്റെ ഉത്തരങ്ങൾ നൽകി. മാഡം. മൂന്ന് ചോദ്യങ്ങളാണ് കിട്ടിയത്. അതിൽ ആദ്യത്തേത് ഡോക്ടർ ജോസഫ് MK അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. ആ ചോദ്യം ഇതാണ്: ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ബീങ് ഇംപ്ലിമെന്റഡ് ഇൻ കേരള from 2024-25 academic year onwards, whether Cooperative Department of Government of Kerala can give an advisory to Higher Education Council to introduce courses in cooperatives, FPO as selective courses for degree students in the colleges, universities in Kerala. നല്ല ഒരു ചോദ്യമാണ്. കാരണം പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങൾ മുഖ്യധാര വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് കൂടി പഠിക്കാൻ അവസരങ്ങൾ ഒരുക്കുന്നതിന് ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് ഒരു ശുപാർശ സമർപ്പിക്കാമോ എന്നുള്ള ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. അതിന് തീർച്ചയായും ചെയ്യാവുന്നതാണ്. അതേസമയം 3 തലത്തിൽ ഇപ്പോൾ നടക്കുന്ന സഹകരണ വിദ്യാഭ്യാസം, ഒന്ന് സ്റ്റേറ്റ്
ക്ഷമിക്കണം, ഇടയ്ക്കുണ്ടായ ഒരു തടസ്സം. പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഇപ്പോഴത്തെ സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ഒന്ന് HDC JDC കോഴ്സുകൾ സ്റ്റേറ്റ് കോർപ്പറേറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്ന സഹകരണ പരിശീലന കേന്ദ്രങ്ങൾ വഴി നടക്കുന്നു. കാർഷിക സർവകലാശാലയിലും മറ്റും കോർപ്പറേഷൻ ഒരു സബ്ജക്റ്റായിട്ട് പല BCom കോഴ്സുകൾക്കൊക്കെ ഒരു സബ്സിഡിയറി സബ്ജക്റ്റ് ആയിട്ടുണ്ട്. 3 സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിശീലനത്തിലൂടെ ജോലി തേടിയെത്തിയവർക്ക് ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്, അത് ACSTI വഴി സഹകരണ പരിശീലനം നടത്തും. അപ്പൊ സംസ്ഥാനത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ രംഗത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കുറെ കൂടി വ്യവസ്ഥാപിതമായിട്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു എംപ്ലോയറാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിഞ്ഞാൽ സഹകരണ മേഖല. അതിനവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കോഴ്സുകളും തുടക്കങ്ങളും വേണം. ഒരു സഹകരണ സർവകലാശാല എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഒരു നയപരിപാടി എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കാനായിട്ട് വകുപ്പ് ആഗ്രഹിക്കുന്നത്. അഭിനന്ദനായ മിനിസ്റ്റർ അതിനുള്ള നിർദ്ദേശം നൽകുകയും അതിനുള്ള സാധ്യതകൾ പരിശോധിച്ച് പഠിച്ച് സമർപ്പിക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അക്കാഡമിക് കൗൺസിലിന് ഈ കാര്യത്തിൽ ഒരു ശുപാർശ നൽകുന്നത് പരിഗണനാർഹമായ ഒരു കാര്യമാണ്, ചെയ്യുമെന്ന് അറിയിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഒരു ശ്രീഹരി വി, ഇടുക്കി ജില്ലയിൽ നിന്നാണ് അദ്ദേഹം ചോദിച്ചത്. ബഹുമാനപ്പെട്ട നബാർഡ് ചെയർമാൻ ശ്രീ KV ഷാജി സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കുകളെ കേരള ബാങ്കുമായി ലയിപ്പിക്കുന്ന തീരുമാനമുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇതിന്റെ ലയന സാധ്യതയെ പറ്റി എനിക്ക് തോന്നുന്നൊരു ചെറിയ കൺഫ്യൂഷൻ ആ ചോദ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ കാര്യമാണ് നബാർഡ് ചെയർമാൻ സൂചിപ്പിച്ചത്. നേരത്തെ ഈ നബാർഡ് ആ കാര്യം ഒരു സജഷനായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രാഥമിക ബാങ്കുകളുടെ കാര്യമല്ല, മറിച്ച് സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ കാര്യമാണ്. അതൊരു പോളിസി ഡിസിഷൻ വേണ്ട കാര്യമാണ്. ഒരു പഠനം അതിൽ വേണം. അതിനുശേഷം അത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ബഹുമാന്യനായ മിനിസ്റ്ററുടെ ആ ഒരു കൺക്ലൂഡിങ് റിമാർക്സിൽ അത്തരം കാര്യങ്ങളിൽ ഒരു സൂചന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മൂന്നാമത്തേത് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രോജക്റ്റുകൾ സമർപ്പിക്കുന്ന ബാങ്കുകളുടെ പ്രോജക്റ്റ് അംഗീകാരത്തിന് കാലതാമസം നേരിടുന്നത് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് ഈ അഭിപ്രായം പറഞ്ഞത്. കേരള ബാങ്കിൽ ഇക്കാര്യത്തിൽ അപേക്ഷകളുടെ പരിശോധനയ്ക്കും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നബാർഡ് നൽകിയിട്ടിരിക്കുന്ന സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടൊരു പ്രത്യേക സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. അവർ ജില്ലകൾ തോറും പോയി ഈ പ്രോജക്റ്റുകൾ സമർപ്പിച്ച സ്ഥാപനങ്ങളെ അതിൻ്റെ കൺസൾട്ടൻസിനെ ഉൾപ്പെടെ കേട്ട് ഈ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരള ബാങ്കിലും അതിൻ്റെ മോണിറ്ററിംഗ് സംവിധാനം സിഇഒയുടെ EDയുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ട്. അതുകൂടാതെ സംസ്ഥാന സർക്കാരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം സാർ തന്നെയാണ് അത് റിവ്യൂ ചെയ്യുന്നത്. എങ്കിൽ പോലും ഇതിലെ ചെറിയ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടെന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കും, കൂടുതൽ ശ്രദ്ധ പുലർത്തും. ഇതാണ് ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് പറയാനുള്ളത്. നന്ദി. Dr. Shambhu Prasad. The question was, how do you improve research on cooperatives? How is it important in the present context of increasing importance of third sector in providing support to the marginalized section of the community, and also invigorating youth to participate in cooperative movement so that we can reverse the brain drain happening from India? So I think my simple suggestion is that first thing is much of the work happening by the cooperatives is not documented sufficiently. So you can have, in the next 1 year, before the next event in November, if we are able to document some things and bring that out as a document in the subsequent year, and many youngsters supported by their faculty in various colleges, you can even have a competition
that will attract youth, let youth go and visit these cooperatives. And I think it's also important because the cooperatives themselves come from a different kind of background and history. The cooperatives should also have a program for engaging youth, so that even it might just be a simple exposure visits for them. There's a lot that can happen. During the Korean centenary celebration, one of the things that Amul did was there was an Amar Chitra Katha book on Dr. Kurian. They had distributed it extensively across schools, colleges, translated in different languages and so on. So I'm saying the same thing about the Uralungal cooperative. 2 years back, we visited the Kolyakod cooperative, not too far from here. We don't have very good work being done. We don't have enough documentation on this. So we have to try and get into the process of doing some simple research where local colleges, sometimes we will be happy to support any such initiative, and then try and see so that this voice reaches out to larger numbers of people outside. We need more articles. We need to get academic institutions to get much more engaged in the cooperative movement. I think that's not been happening, not just in Kerala, but in many other places also for the last 10, 20 years. I think that start should happen. And the key thing is, again, getting youth involved in this, maybe have some competitions, etc. Let the cooperatives take some initiative. They don't have to do everything, but celebrate the work of local youth doing something interesting. So can they become the incubators of rural entrepreneurs in that area and celebrate? Because if they are the incubators, they will put the cooperative values, even if the enterprise is not necessarily a cooperative enterprise, but let's say a social enterprise, so that the members benefit, the local economy benefits a lot. I think that element, what is the contribution of cooperatives to the local economy? These things haven't been measured enough. So sometimes the metrics of working on research also needs to be worked out. A lot of work is possible, and youngsters do have an important role to play in it. Thank you, sir. I would now request Sri V. N. Vasavan, Honorable Minister for Cooperation and Registration, for the concluding remarks. ആദ്യമായി ഇവിടെ വന്ന 3-4 ചോദ്യങ്ങൾ. ഒന്ന്, ത്രിതല പഞ്ചായത്തുകളുടെ വികസന ഫണ്ടും സഹകരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടും കൂട്ടായി വിനിയോഗിച്ച് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കൂട്ടായ പദ്ധതിക്ക് രൂപം നൽകാമോ? ഇക്കാര്യത്തെ സംബന്ധിച്ച് ആമുഖത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടു. ഇതിനോടകം തന്നെ സഹകരണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും തമ്മിൽ പ്രാഥമികമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെ പദ്ധതിക്ക് രൂപം നൽകും എന്നാണ് അതിനെക്കുറിച്ച് മറുപടി പറയാം. 2, സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ കൈയടക്കാൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പരിശ്രമിക്കുന്ന ഘട്ടത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നിക്ഷേപം പൂർണ്ണമായി സഹകരണ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ? ഇക്കാര്യത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് 10 ലക്ഷം രൂപ വെച്ച് മുമ്പ് മുറ്റത്തെ മുല്ല വായ്പാ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി കുടുംബശ്രീ ആയിട്ടുള്ള നല്ല ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹകരണ മേഖല മുൻകൈ എടുത്തിരുന്നു. എന്നാൽ ചില പ്രദേശങ്ങളിൽ, ചില പഞ്ചായത്തുകളിൽ മറ്റ് ചില സ്വകാര്യ ബാങ്കുകളും ചില ഷെഡ്യൂൾ ബാങ്കുകളും മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിലേക്കും പോകുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് യഥാർത്ഥത്തിൽ അതാത് മേഖലകളിലെ പ്രാഥമിക സംഘങ്ങൾ ആ പ്രദേശങ്ങളിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഈ മുറ്റത്തെ മുല്ല വായ്പാ പദ്ധതി കൃത്യമായി നടപ്പിലാക്കിയാൽ അത് മുഴുവൻ ഈ മേഖലയ്ക്ക് തന്നെ വരും. ആ ശ്രമം തുടരണം എന്നതാണ് അതിന് പറയാനുള്ളത്. മറ്റൊന്ന്, പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായി നിലകൊള്ളുന്ന സംസ്ഥാന സഹകരണ യൂണിയന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിക്ഷേപങ്ങൾ പൂർണ്ണമായും സഹകരണ മേഖലയിൽ നടത്തുമെന്ന് ഉറപ്പുതരാൻ സർക്കാർ ഇടപെടുമോ? അത് നല്ല നിർദ്ദേശമാണ്. അങ്ങനെ തന്നെ വേണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഇടപെടും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, കേരളത്തിൽ ഇതിനോടകം
ഏതാണ്ട് 27ഓളം യുവജന സഹകരണ സംഘം രൂപീകരണം, 27 ഇപ്പം നമ്മൾ 31 രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ നിയമവ്യവസ്ഥിതി, തുടർന്ന് ഉണ്ടാകുന്ന പോരായ്മകൾ, അതോടൊപ്പം തന്നെ ഭാവിയെ മുന്നിൽ കണ്ട് മുൻനിർത്തിയുള്ള വലിയ പ്രോജക്റ്റുകൾക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള പണം എത്തിക്കാനുള്ള കാര്യങ്ങൾ പരിശോധിക്കുമോ, അതിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു, അത് പരിഹരിക്കണം. യുവാക്കളെയും വനിതകളെയും സഹകരണ മേഖലയിൽ എത്തിക്കുന്നതിന് ഉതകുന്ന ദൈനംദിന ഇടപെടലുകളും പോരായ്മകളും പരിഹരിക്കണം. ഇക്കാര്യത്തിൽ ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ മുന്നോട്ട് വെച്ച ആശയമാണ് യൗവനങ്ങളുടെ സഹകരണ സംഘം രൂപീകരിക്കുക എന്നുള്ളത്. ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ തന്നെ 30 സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു. ചില സഹകരണ സംഘങ്ങൾ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇവന്റ് മാനേജ്മെന്റ് മുതൽ IT വരെയുള്ള ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ചിലത് ഇനിയും പ്രവർത്തന സജ്ജമാകേണ്ടത്. അതിന് പണം എവിടുന്നെങ്കിലും സർക്കാരിൽ നിന്ന് ഒഴുകിയെത്തുകയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സഹകരണ മേഖലയുടെ ആവശ്യമില്ല. സഹകരണ മേഖലയിൽ നമുക്ക് ഓഹരി പരമാവധി സമാഹരിച്ചും അതോടൊപ്പം തന്നെ ആ സംരംഭങ്ങൾക്ക് ആവശ്യമായ നിക്ഷേപങ്ങൾ സ്വീകരിച്ചും അതിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ സ്വയം പര്യാപ്തയിലെത്തണം. അതിന് പ്രാഥമികമായ സഹായങ്ങൾ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുന്ന കാര്യം സൂചിപ്പിക്കുക. അതോടൊപ്പം വനിതകളുടെയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇവിടെ വനിതാ ഫെഡിന്റെ ചെയർപേഴ്സൺ തന്നെ ആ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിലും ഇപ്പോൾ 1100-ൽ പരം വനിതാ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത് സ്വയം പര്യാപ്തയിൽ പ്രവർത്തിക്കുന്നതും വിവിധ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നതുമുണ്ട്. നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് സംസ്ഥാന തലത്തിൽ അതിന് അവാർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. ഇനി ഇവിടെ വന്ന പൊതുവിലുള്ള നമ്മുടെ സെമിനാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ കേരളീയത്തിൽ സഹകരണ മേഖലയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്കും വികാസത്തിനും വിധേയമാകുന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഈ സെമിനാറിൽ ഉയർന്നു വന്നു എന്ന് തന്നെയാണ് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത്. എന്താണോ നമ്മൾ ഈ സെമിനാർ ലക്ഷ്യമിട്ടത്, ആ ലക്ഷ്യത്തിലേക്ക് വിവിധ തരങ്ങളിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ക്രിയാത്മക നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം ഈ രംഗത്ത് പ്രായോഗികമായ ചില പുതിയ നിലവിലുള്ള പ്രവർത്തനം തന്നെ വിപുലീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തെടുക്കുമ്പോൾ നമുക്ക് ഈ സെമിനാർ വളരെയേറെ സഹായകരമായി സഹകരണ മേഖലയ്ക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ വിഷയാവതരണം നടത്തിയിട്ടുള്ള നമ്മുടെ സഹകരണ വകുപ്പ് സെക്രട്ടറി തന്നെ ഈ മേഖലയുടെ സമഗ്രമായ ഒരു ഉള്ളടക്കം നമുക്ക് വിവരിച്ചുകൊണ്ടായിരുന്നു. അതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകളും അതിൻ്റെ ജനാധിപത്യപരമായ ഉള്ളടക്കവും കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കും ദേശീയ തലത്തിൽ അത് മാതൃകയായി മാറിയതിൻ്റെ ഉള്ളടക്കം എല്ലാം ചേർത്തുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ വിഷയാവതരണത്തിൽ തന്നെ സമഗ്രമായ ഒരു അവതരണം വന്നിരുന്നു. രണ്ടാമത് നബാർഡിന്റെ ചെയർമാൻ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ പൊതുവിൽ അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ടും ഈ മേഖലയിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ചും ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചുമെല്ലാം നല്ല അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു വാചകം, സഹകരണ മേഖലയിൽ ഇന്ന് നമ്മൾ നടപ്പാക്കുന്ന കാര്യം നാളെ ഇന്ത്യയുടെ പൊതു കാഴ്ചപ്പാടായി മാറുന്നു എന്ന രൂപത്തിലേക്ക് അഡ്വാൻസ് ചെയ്ത് അദ്ദേഹം ഒരു വാചകം പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമായി. അപ്പൊ സഹകരണ മേഖലയുടെ കാലഘട്ടത്തിന്റെ പ്രസക്തി നല്ല രൂപത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കേരളം നടപ്പാക്കിയ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമും റിസ്ക് ഫണ്ട് സ്കീമും എല്ലാം അദ്ദേഹം അഭിനന്ദിച്ചതോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരാശയം കാർഷിക ഗ്രാമ വികസന ബാങ്കും കേരള ബാങ്കും ലയിപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നമ്മളും ഈ കാര്യം പല തലങ്ങളിൽ ചർച്ച നടക്കുന്നതാണ്. അത് ഭാവിയിൽ ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം കേരള ബാങ്കും പ്രൈമറി സംഘവും തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. മുമ്പ് നമ്മളും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് എന്ന കാര്യം സൂചിപ്പിക്കുന്നതോടൊപ്പം പാക്സ് എല്ലാ അർത്ഥത്തിലും അതിന്റെ IT ഇന്റഗ്രേഷനൊക്കെ വരുന്നതിനെ സംബന്ധിച്ചുള്ള ക്രിയാത്മക നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. മറ്റൊന്ന്, ഇവിടെ കേരള ബാങ്ക് PACസുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന പോലെ തന്നെ കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ റെഗുലേറ്ററി സിസ്റ്റം പ്രാവർത്തികമാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ അർത്ഥത്തിലും നമുക്ക് സഹകരണ മേഖലയിലെ പൊതുവായ
വികാസത്തിനും നമുക്ക് ഇപ്പോൾ ഉള്ള പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാനും ഒക്കെ സഹായകരമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ മേഖലയെ പൊതുവിൽ അഭിനന്ദിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള ചർച്ച വളരെ ശ്രദ്ധേയമായി എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായി ഇവിടെ സംസാരിച്ച ശ്രീ ഗണേഷ് ഗോപാൽ, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിന്റെ പ്രതിനിധി, അദ്ദേഹം പ്രധാനമായും ഭക്ഷ്യമേഖലയും കാലാവസ്ഥാ മാറ്റവും പരിസ്ഥിതി തുടങ്ങിയ പ്രതിസന്ധികളെ തരണം ചെയ്തതിന് സമൂഹത്തെ പ്രാപ്തമാക്കാൻ സഹകരണ മേഖലയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് സംബന്ധിച്ച ധാരണയോട് കൂടിയ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുമ്പോൾ അതിൽ നല്ല നിലയിലുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒപ്പം കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നടത്തിയ സുദീർഘമായ പ്രവർത്തനത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായി എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്. മറ്റൊന്നുള്ളത് ശ്രീ മൈക്കിൾ ലിസാമിസ് മോൺഡ്രാഗൻ, അദ്ദേഹം സ്പെയിനിലെ ബാസ്ക് പ്രവിശ്യ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതും ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെയിനിലെ 7ാമത്തെ വലിയ വ്യാപാര സ്ഥാപനമായ സഹകരണ മേഖലയിലെ മോൺഡ്രാഗൻ കോർപ്പറേഷന്റെ പ്രതിനിധി എന്ന നിലയിൽ മൈക്കിൾ ലിസാമിസ് മോൺഡ്രാഗൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അവിടെ ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ഇവിടെ വിഷ്വലൈസ് ചെയ്ത് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയും അവതരിപ്പിക്കുകയും ഉണ്ടായി. അവിടുത്തെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ഘടനയെക്കുറിച്ചും സഹകരണ മൂല്യങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും ആധികാരികമായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത് സ്വാഗതാർഹമാണ്. നമുക്കൊരു പുതിയ വിവരം കൂടി ആ കാര്യത്തിൽ കിട്ടി. സ്പെയിനിൽ പോകാൻ തന്നെ തോന്നാവുന്ന രൂപത്തിലാണ് അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് ശ്രീ ശംഭു പ്രസാദ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ്, അദ്ദേഹം ഈ മേഖലയിൽ പുതിയതായി മുന്നോട്ട് വെച്ച ഒരാശയം FPU ആണ്, ചൈൽഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. അതുമായി യോജിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യം, അതിൽ ചില സ്ഥലത്ത് ഇപ്പൊ തന്നെ ആ ആശയം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് അഭിമാനിക്കാൻ വക നൽകും. അത് കൂടുതൽ വിപുലീകരിക്കേണ്ടതിന് സാധ്യതകളെ കുറിച്ചാണ് അദ്ദേഹം ഊന്നൽ കൊടുത്ത് നടത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം സ്വയംഭരണവും സ്വാതന്ത്ര്യവും അതിന് ജനാധിപത്യപരമായ ഉള്ളടക്കവും ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം, അതിപ്പോ തന്നെ നമ്മളിവിടെ ആ സ്വയംഭരണം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ജനാധിപത്യപരമായ ഉള്ളടക്കവും കൃത്യമായി നടപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്ന കാര്യം സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പട്ടികജാതി പട്ടികവർഗ കേരളം ഒഴികെ മറ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലും ഇതിന് പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് വളരെ ശരിയാണ്. അപ്പൊ കേരളം ഈ രംഗത്ത് എത്രത്തോളം നമ്മുടെ സംഘം ഉണ്ടെന്നുള്ള കാര്യം സെക്രട്ടറിയുടെ അവതരണത്തിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഈ വിഷയമുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മുന്നോട്ട് വെച്ചത് ഈ മേഖലയിൽ ഗവേഷണങ്ങൾ നടക്കണം, റിസർച്ച് നടക്കണം. അതാണ് നമ്മൾ മുമ്പ് സർവകലാശാലയുടെ ആശയത്തെക്കുറിച്ച് നമുക്ക് വലിയ രൂപത്തിൽ ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ എല്ലാം കഴിയുന്ന ഒരു റിസർച്ചിന്റെ സാഹചര്യം ഉയരണം എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം ക്രിയാത്മകമാണ്, നമുക്ക് ഭാവിയിൽ ആലോചിക്കാവുന്ന കാര്യമാണ് എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. മറ്റൊന്ന്, ഇവിടെ ശ്രീമതി സിമൽ യസീം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് യൂണിറ്റിന്റെ ഹെഡായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ്. അവർ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങളെയും ക്ഷീര സംഘങ്ങളുടെയും പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് നിരീക്ഷിച്ചു. സ്ത്രീ ശാക്തീകരണത്തിൽ കേരളം മാതൃകയാണെന്ന് പറയുകയുണ്ടായി. മുന്നോട്ടുള്ള യാത്രയിൽ സഹകരണ മേഖലയിൽ എങ്ങനെ ഇടപെടാമെന്നും ജനാധിപത്യ സംവിധാനവും സ്വയംഭരണവും സ്വതന്ത്രമായ പ്രവർത്തനവും അനിവാര്യമാണെന്ന് അവർ നിരീക്ഷിക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് കേരള ബാങ്കിന്റെ ഏതാണ്ട് 31/3/2022 വരെയുള്ള എല്ലാ കണക്കുകളെ സംബന്ധിച്ചും അവതരിപ്പിച്ചുകൊണ്ടും ഇപ്പോൾ കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഇടപെടുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ വിവിധ രംഗങ്ങളിൽ ഉൽപ്പന്നങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം വലിയ മാർക്കറ്റ് ഉണ്ടാക്കാൻ അവരുടെ ഇടപെടലിൻ്റെയും ഉള്ളടക്കം എല്ലാം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ശ്രീ രമേശൻ ബാലേരി, ഊരാളുങ്കൽ സൊസൈറ്റി തൊഴിലാളികളുടെ പരസ്പര സഹായ സംഘം വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഗുണമേന്മയുള്ള നിർമ്മിതി സംവിധാനവുമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്നതിന്റെ ഉള്ളടക്കവും അത് ഏതെല്ലാം മേഖലകളിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്നും എന്തെല്ലാം തരത്തിലുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതും അതിന്റെ കാര്യകാരണ സവിധം ഉള്ളടക്കമെല്ലാം ചേർത്ത് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഒരു വലിയ തൊഴിൽ ദാതാവെന്ന രൂപത്തിലേക്ക് അവർ മാറിയതിന്റെ ഉള്ളടക്കം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സൊസൈറ്റി ഇപ്പോൾ നമുക്ക് ആധുനികവൽക്കരണത്തിനും വിവരസാങ്കേതിക വിദ്യയ്ക്കും പ്രാധാന്യം നൽകി അവര് ജനപക്ഷത്തു നിന്നുകൊണ്ടൊരു ബദൽ പടുത്തുയർത്താൻ വേണ്ടി നല്ല പരിശ്രമം. അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ റാങ്കിങ്ങിൽ ലോകത്തെ 2ാമത്തെ സൊസൈറ്റിയായി സ്പെയിനാണ് നമ്പർ 1, നമ്പർ 2 ULCC ആണ് എന്ന അംഗീകാരം
നേടിയെടുത്തത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവരെ നമ്മൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ശ്രീമതി KR വിജയ ഇവിടെ വനിതാ ഫെഡുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നടപ്പിലായി കഴിഞ്ഞ ചില കാര്യങ്ങൾ കൂടി നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശം അതിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് 1100-ൽ പരം വനിതാ സഹകരണ സംഘങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ പലതിനെയും കൈപിടിച്ചുയർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും അവസാനമായി കോവിഡ് കാലഘട്ടത്തിൽ PP കിറ്റും സാനിറ്റൈസറും മാസ്കും ഹാൻഡ് വാഷും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഏതാണ്ട് എല്ലാവർക്കും 5 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് നല്ല രൂപത്തിൽ അവർ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതുകൊണ്ട് ആ കൂട്ടത്തിൽ തന്നെ എല്ലാ സഹകരണ ദിനാഘോഷങ്ങളുടെ ഘട്ടങ്ങളിലും ഏറ്റവും നല്ല വനിതാ സംഘത്തെ തെരഞ്ഞെടുത്ത് അവർക്ക് അവാർഡ് കൊടുക്കും, ക്യാഷ് അവാർഡും കൊടുക്കുന്ന പണി ആരംഭിച്ചു കഴിഞ്ഞു. അംഗീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് വനിതാ ഫെഡ് ചെയർപേഴ്സന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ആ പറഞ്ഞതിൽ പല കാര്യങ്ങളും നടപ്പിലായിട്ടുണ്ട്. ഇനിയും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും സ്ത്രീ സംരംഭത്വവും ശാക്തീകരണവും ഉറപ്പാക്കാൻ കൂടുതൽ ഇടപെടൽ ആ മേഖലയിൽ വേണമെന്ന ആശയം അർത്ഥപൂർണമാണ്. അത് അംഗീകരിക്കുന്നു. ഈ നിലയിലാണ് അതിൽ നിർദ്ദേശങ്ങൾ വന്നത്. ഇങ്ങനെ നമ്മുടെ പൊതുവിൽ ഇവിടെ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ സഹകരണ മേഖലയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകരുന്ന രൂപത്തിലേക്കുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ, ഭാവനകൾ ഒക്കെ വന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ഈ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി ഈ മേഖലയ്ക്ക് പുത്തൻ കാഴ്ചപ്പാടോട് നീങ്ങാനുള്ള അവസരമുണ്ടാക്കാൻ ഈ സെമിനാർ സഹായകരമായി. സർവോപരി കേരളീയം അർത്ഥപൂർണമായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. Let me now invite SS Nagesh, convener session committee, to deliver the vote of thanks. വളരെ വിശദമായ ഒരു സെഷന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് നമ്മൾ അങ്ങോട്ട് പോയെങ്കിലും അത് അർത്ഥപൂർണമായി എന്ന് ഞാൻ തികച്ചും വിശ്വസിക്കുന്നു. ഇന്ന് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മളുടെ കൂടെ ഇത്രയും നേരം വരികയും നമുക്ക് നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി PN വാസവൻ സാറിന് സെഷൻ കമ്മിറ്റിയുടെയും കേരളീയത്തിൻ്റെയും അതുപോലെ തന്നെ വകുപ്പിൻ്റെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. മാഡം മിനി ആന്റണി ഇന്നലെ വൈകുന്നേരം രാത്രി വൈകി പോലും ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള മിനിറ്റ് ടു മിനിറ്റ് എന്തൊക്കെ അറേഞ്ച്മെന്റ് വേണം എന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങളടക്കം ഇത്രയും ധാരണയോടുകൂടി ഓരോ സബ്ജക്റ്റിലും കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയ മാഡത്തിനും ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് ശ്രീ KV ഷാജി, ചെയർമാൻ നബാർഡ്. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്തുകാരനാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അദ്ദേഹവും ഇവിടെ വന്ന് നമുക്ക് വിലയേറിയ നിർദ്ദേശങ്ങൾ തരികയും നമ്മളുടെ കാര്യങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. ICAയിൽ നിന്നുള്ള ശ്രീ ഗണേഷ് ഗോപാൽ, അദ്ദേഹം ഓൺലൈനായിരുന്നു. ഗണേഷിൻ്റെയും ICAയുടെയും നിർദ്ദേശങ്ങൾ എപ്പോഴും ഇതിൻ്റെ പ്ലാനിങ്ങിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഗണേഷിനും അതുപോലെ തന്നെ ICAയുടെ മറ്റ് ഉദ്യോഗസ്ഥരും, കിഷോർ അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. I thank Mr. Michael Lesamis, the representative from cooperative. Sir, you have taken all pains to come here to tell us about the great initiative that you have created there in Mondragon. Thank you very much. I also thank Dr. Shambhu Prasad from IRMA. Sir, you have dealt the subject in detail and also answered certain queries from our audience. Thank you very much. I also thank Ms. Simal Esim, Head Cooperatives Unit ILO. And she has provided with a great deal of knowledge for us to emulate. ബഹുമാനപ്പെട്ട ഗോപി കോട്ടമുറിക്കൽ, പ്രസിഡന്റ് കേരള ബാങ്ക്, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഊരാലിങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ രമേശൻ പലേരി,
സാറിനും ഞാൻ നന്ദി പറയുന്നു. മാഡം KR വിജയ, വനിതാ ഫെഡിന്റെ ചെയർമാൻ, മാഡം വളരെ അധികം കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർത്ത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം തന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ട്രാൻസ്ലേറ്റേഴ്സ്, റാപ്പോച്ചിയേഴ്സ്, സൈൻ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്ത ആൾക്കാർക്ക്, പ്രസ്, PRD, പിന്നെ നമ്മളുടെ ടീം, മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നുള്ള കൃത്യമായ സഹകരണം ഇതിന്റെ പ്ലാനിങ്ങിലടക്കം PS ആയാലും മറ്റു ഉദ്യോഗസ്ഥരായാലും അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോ സദസ്സിലെങ്കിലും ഡോക്ടർ രാംകുമാർ, ജെയിംസ്, നബാഡി എന്നുള്ള ജെയിംസ്, അങ്ങനെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും പൊതുവായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.